Hello friends, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ B.Tech തേർഡ് സെമിസ്റ്റർ റെഗുലർ ആൻഡ് സപ്ലി ഡിസംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ കോഴ്സ് കോഡ് EE207. സബ്ജക്ട് നെയിം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. ഇതിൻ്റെ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 100 ആണ്. ഡ്യൂറേഷൻ 3 hours. ഇതിൻ്റെ പാർട്ട് എ എന്ന് പറയുന്നത് 8 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൾസറി ആയിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 5 മാർക്സ്. അടുത്തതായിട്ട് വരുന്നത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ വരുന്നത് 3 ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യനിൽ നമ്മൾ ഏതെങ്കിലും 2 ഫുൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. സോ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യനിൽ ചില ക്വസ്റ്റ്യൻസിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സബ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മെയിൻ ക്വസ്റ്റ്യൻസിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ 9th ക്വസ്റ്റ്യൻ്റെ എയും ബിയും അറ്റൻഡ് ചെയ്യണം. പിന്നെ 10th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 10th ക്വസ്റ്റ്യൻ്റെ എയും ബിയും അറ്റൻഡ് ചെയ്യണം. സോ നമ്മൾ 11th ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യനിലെയും ഓരോരോ സബ് പാർട്സ് അറ്റൻഡ് ചെയ്താലും ഏതിലാണോ കൂടുതൽ രണ്ട് ക്വസ്റ്റ്യനിൽ കൂടുതൽ മാർക്ക് വരുന്നത് അതാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായിട്ട് പാർട്ട് സി ആണ്. പാർട്ട് സിയിലും ഇതേ കണക്കാണ്. 3 ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 ഫുൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. പാർട്ട് ഡിയിലും അതേ കണക്ക് തന്നെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ആൻ അൽഗോരിതം ഫോർ പ്രിന്റിംഗ് ഓൾ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 50. സോ ഇതിൽ 10 and 50 എന്ന് പറഞ്ഞാൽ നമ്മൾ 10ൻ്റെ 50ൻ്റെ ഇടയ്ക്കുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും നമ്മൾ പ്രിന്റ് ചെയ്യണം. സോ അതിനു വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം അൽഗോരിതം എഴുതണം. സോ അതിന് 5 മാർക്സ് ആണ്. സോ ഈ 10 and 50യുടെ ഇടയ്ക്കുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 11, 13, 15, 17, 19, 21 അങ്ങനെ അപ് ടു 50 വരെ 49 വരെ ഓഡ് നമ്പേഴ്സാണ്. സോ അതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടാണ്. നമ്മൾ പ്രോഗ്രാമിൻ്റെ ഹെഡർ ഫയലും അതാണ് മെയിൻ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നു. അപ് ടു 50 വരെ ഇൻഡെക്സ് നമ്പർ കൗണ്ട് ചെയ്യും. സോ ഇൻഡെക്സ് നമ്പറിൻ്റെ ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് 10 ആണ്. എന്നിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഫോർ ലൂപ്പിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ 10 ആണ്. അതിൻ്റെ ഫൈനൽ വാല്യൂ ലെസ് ദൻ ഓർ ഈക്വൽ ടു 50 ആണ്. എന്നിട്ട് നമ്മൾ ഇൻഡെക്സ് വേരിയബിളിനെ നമ്മൾ +1 ആയിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഇൻഡെക്സ് വേരിയബിൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ അതിൻ്റെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ റിമൈൻഡർ വാല്യൂ 0 ആണെങ്കിൽ അത് ഈവൻ നമ്പറാണ്. റിമൈൻഡർ വാല്യൂ 0 അല്ലെങ്കിൽ അത് ഓഡ് നമ്പറാണ്. സോ ഇതിൻ്റെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്ന ഇഫ് ഇൻഡെക്സ് വേരിയബിൾ ഡിവൈഡഡ് ബൈ 2 നോട്ട് ഈക്വൽ ടു 0 പ്രിൻ്റ് ആയി. സോ അത് ഓഡ് നമ്പർ ആകുമ്പോൾ അത് പ്രിൻറ്റ് ചെയ്തുകൊണ്ട് പോകും. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യും ഇത് ഇൻഡെക്സ് വേരിയബിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ എന്ന്. ഈ കണ്ടീഷൻ ട്രൂ ആവുന്നവരെ ഈ സൈക്കിൾ റിപ്പീറ്റ് ആവും. സോ ഇറ്റ് വിൽ ദെൻ ഗോ ടു സ്റ്റെപ്പ് 3. തിരിച്ച് സ്റ്റെപ്പ് 3ൽ പോയിട്ട് വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ആവും. സോ ഐയുടെ വാല്യൂ 11 ആവും. 11 ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, 10 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു 0, ദറ്റ് ഈസ് ഫോൾസ്. ഇത് പ്രിൻറ്റ് ചെയ്യില്ല. പിന്നെ നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് ആവും. ചെക്ക് ചെയ്യും 11 ഇതെന്താണ് ഇൻക്രിമെൻ്റ് ആയിട്ട് നെക്സ്റ്റ് 11 ഡിവൈഡ് ബൈ 2 നോട്ട് ഈക്വൽ ടു 0 ട്രൂ ആകുമ്പോൾ 11 പ്രിൻറ്റ് ചെയ്യും. അതാണ് 13, 15, 19 അത് പ്രിൻറ്റ് ചെയ്തിട്ട് 51 ആകുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. 50 പ്രിൻ്റ് ആവില്ല. എന്തെന്ന് പറഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ 2 ഈസ് 0. പ്രിൻ്റ് ആവാതെ പ്രോഗ്രാം എൻഡ് ആവും. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ്. സോ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിളും ഡെഫിനിഷനും അതേ കണക്ക് സിൻടാക്സും എഴുതേണ്ടി വരും. സോ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ആസ് എ ബൈപാസർ. സോ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്താൽ അതിൻ്റെ നെക്സ്റ്റ് അടുത്ത് വരാൻ പോകുന്ന സ്റ്റെപ്പ് എല്ലാം സ്കിപ്പായിട്ട് ബാക്കി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് സ്കിപ്പാവും. സോ ഇത് ഡെഫിനിഷൻ നോക്കാം. കൺട്രോൾ ഡസ് നോട്ട് കം ഔട്ട് ഓഫ് ദ ലൂപ്പ്, ഇൻസ്റ്റെഡ് സ്കിപ്സ് ദ റിമൈനിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്തിൻ ദ ബോഡി ഓഫ് ദ ലൂപ്പ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ടു ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ്. ലൂപ്പിന്ന് പുറത്തോട്ട് വരില്ല, പക്ഷേ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്തിട്ട് ലൂപ്പിന്റെ എൻഡിലോട്ട് പോകും. സോ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ റേഞ്ചിന്റെ ഒരു റേഞ്ച് നേരത്തെ പറഞ്ഞ പ്രോഗ്രാം കണക്ക് തന്നെ ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സിന്റെയും സം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളൊരു ലിമിറ്റ് കൊടുത്തെന്ന് വിചാരിക്കുക. 0 to 50യുടെ ഇടയ്ക്കുള്ള സം ഓഫ് ഓഡ് നമ്പേഴ്സ് ആൻഡ് സം ഓഫ് ഈവൻ നമ്പേഴ്സിന്റെ പ്രോഗ്രാം ആണെന്ന് വിചാരിക്കും. ഈ പ്രോഗ്രാമിൽ എന്താണ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ ഡോട്ട് ഹെഡർ ഫയൽ ഡിഫൈൻ ചെയ്ത് അതിനുശേഷം ഇൻടീജർ മെയിൻ
സോ ഇൻക്ലൂഡ് studio.h കൊടുത്തിരിക്കുന്നത് എന്താണ്, പ്രിന്റ് ഓഫ് സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവാൻ വേണ്ടിയാണ്. ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ, സോ എല്ലാ പ്രോഗ്രാമിനും മെയിൻ ഫംഗ്ഷൻ കാണും. പിന്നെ ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ്, പിന്നെ നമ്മൾ KOUNT എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് വേരിയബിൾ ഡിഫൈൻ ചെയ്തു. സോ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്പറിനെ 1 by 1 കൗണ്ട് ചെയ്യാൻ വേണ്ടി. സോ ലോവർ ലിമിറ്റ് ടു ഹയർ ലിമിറ്റ് വരെ. പിന്നെ സം വൺ എന്ന് പറയുന്നത് സം ഓഫ് ഓഡ് നമ്പേഴ്സ്. സം വൺ എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാം ആഡായിട്ട് സം വണ്ണിൽ സ്റ്റോർ ആവും. സം ടൂവിൽ സം ഓഫ് ഓഡ് നമ്പേഴ്സ് എല്ലാം ആഡായിട്ട് സം ടൂവിൽ സ്റ്റോർ ആവും. പിന്നെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂ ആണ്. സോ നമ്മൾ ഇനിഷ്യൽ വാല്യൂ 0 ആണെങ്കിൽ ഫൈനൽ വാല്യൂ നമ്മൾ ലിമിറ്റിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് റിമൈൻഡർ, സോ നമ്മളൊരു നമ്പറിനെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ അത് 0 ആണ് വരുന്നതെങ്കിൽ അത് ഈവൻ നമ്പറാണ്. അത് 0 അല്ലാതെ 1 വരെയാണെങ്കിൽ അത് ഈവൻ നമ്പറാണ്. സോ ഈ 0യും 1ഉം സ്റ്റോർ ആവുന്നത് റിമൈൻഡർ എന്ന് പറഞ്ഞുള്ളൊരു വേരിയബിളിലാണ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എൻ്റർ ദ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ലിമിറ്റിന്റെ വാല്യൂ ആംപർസാൻഡ് ലിമിറ്റ് എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ആവും. സോ ഇത് ഇൻറ്റീജർ ടൈപ്പ് വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ %d എന്നുള്ള ഇത് ഡേറ്റ ടൈപ്പ് കൊടുക്കുന്നു, സ്റ്റോറേജ് ഇത്. സോ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ്. അടുത്തത് ഒരു ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്യാണ്. KOUNT equal to 0, KOUNT less than limit, KOUNT plus plus. So the initial value ഇത് ഫൈനൽ വാല്യൂ ആണ്. ഇത് ഇനിഷ്യൽ വാല്യൂ, ഇത് ഫൈനൽ വാല്യൂ, ഇത് സ്റ്റെപ്പ് ഇൻക്രിമെന്റ്. അതിനുശേഷം നമ്മളൊരു റിമൈൻഡർ ഈക്വൽ ടു KOUNT %2 ഓർ മോഡുലസ് 2. മോഡുലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നമ്പറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന റിമൈൻഡർ ഈ റിമൈൻഡർ എന്നുള്ള വാല്യൂവിൽ സ്റ്റോർ ആവും. സോ ഇഫ് റിമൈൻഡർ ഈക്വൽ ടു 0, സം വൺ പ്ലസ് ഈക്വൽ ടു കൗണ്ട്. സോ സം വണ്ണിന്റെ വാല്യൂ 0 ആണ്. 0 പ്ലസ് 0 പ്ലസ് കൗണ്ട്. സോ കൗണ്ടിന്റെ വാല്യൂ ഫസ്റ്റ് ടൈം നമ്മൾ നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ അത് 2 ആയിരുന്നെന്ന് വിചാരിക്കുക. 2 ആണെങ്കിൽ 2 സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യും. സോ സം ഓഫ് ഈവൺ നമ്പേഴ്സിൻ്റെ കൂടെ സം വൺ ആഡ് ആയിക്കൊണ്ട് പോകും. അതേപോലെ ഈ പ്രോഗ്രാം നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് കണ്ടിന്യൂവിൻ്റെ വർക്കിംഗ് ആണ്. സോ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവില്ല. ഈ ലൂപ്പ് ഇതൊരു ലൂപ്പാണ് ആക്ച്വലി. സോ ഈ ലൂപ്പിനകത്ത് ഈ ഫോർ ലൂപ്പിന് ശേഷം വരുന്ന ഈ ഫ്ലോർ ബ്രാക്കറ്റ്സിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ലൂപ്പിനകത്ത് നമ്മൾ ഈ കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് സം ടൂടെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവാതെ ലൂപ്പിൽ നിന്ന് വെളിയിലോട്ട് പോകും. വെളിയിലോട്ട് പോയിട്ട് ഈ സം വണ്ണിന്റെ വാല്യൂസ് എല്ലാം വർക്കാവും. പക്ഷെ സം ടൂടെ ഈ സ്റ്റേറ്റ്മെന്റ് വർക്കാവാതെ നെക്സ്റ്റ് എന്താവും, അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവും. സോ ഈ കണ്ടീഷൻ ഇത് വർക്കായിട്ട് കണ്ടീഷൻ ഫോൾസ് ആവും. ഫോർ എക്സാമ്പിൾ ഹയസ്റ്റ് ലിമിറ്റ് ഒരു 10 എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 25 എന്ന് വിചാരിക്കുക. 0 to 25 ഇടയ്ക്കുള്ള സം ഓഫ് ഓഡ് ആൻഡ് ഈവൺ നമ്പേഴ്സിന്റെ സം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക. സോ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ എന്താവും, 0 to 25 വരെയുള്ള ഈവൺ നമ്പേഴ്സിന്റെ വാല്യൂ എല്ലാം ആഡ് ആവും. പക്ഷെ ഓഡ് നമ്പേഴ്സിന്റെ വാല്യൂ ഒന്നും ആഡ് ആവില്ല. എന്തെന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉള്ളതാണ്. എന്നിട്ട് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ഓഫ് സം ഓഫ് ഈവൺ നമ്പേഴ്സ് ഈക്വൽ ടു സം വൺ. സോ ഈവൺ നമ്പേഴ്സിന്റെ എല്ലാം സം ആയിട്ട് പ്രിന്റ് ചെയ്യും ഔട്ട്പുട്ട്. പക്ഷെ ഓഡ് നമ്പറിന്റെ വാല്യൂ അത് 0 ആയിട്ട് തന്നെ കാണിക്കും. എന്ന് പറഞ്ഞാൽ അത് ഈ സ്റ്റേറ്റ്മെന്റ് സ്കിപ്പായി. സോ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇത് റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ ലിമിറ്റ് എന്ന് ചോദിക്കുന്നത് ഞാനൊരു 25 എന്ന് കൊടുക്കുകയാണ്. 25 എന്ന് കൊടുക്കുമ്പോൾ ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഈക്വൽ ടു 156, ദ സം ഓഫ് ഓഡ് നമ്പർ ഈക്വൽ ടു 0. സോ ഈ സം ഓഫ് ഓഡ് നമ്പർ ഒന്നും കൗണ്ട് ആവില്ല. സോ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. സോ ഇതാണ് യൂസ് ഓഫ് ദി കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, റൈറ്റ് എ C program to find the median of n integers stored in an array. സോ ഈ പ്രോഗ്രാം മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു അറേ എടുക്കുകയാണ്, അറേ ഓഫ് 9 നമ്പേഴ്സ്. സോ n ഈക്വൽ ടു 9. സോ മീഡിയൻ ഓഫ് n ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് 9. സോ ഒരു അറേയിൽ 9 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ നമ്മൾ റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് എൻ്റർ ചെയ്യണം. സോ 1 3 8 7 6 4 2 3 9 എന്ന് പറഞ്ഞ് 9 നമ്പേഴ്സ് റാൻഡമായിട്ട് എൻ്റർ ചെയ്യണം. സോ ഇതിൻ്റെ മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിനെ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡർ നമ്പർ വൈസ് സോർട്ട് ചെയ്യുമ്പോൾ എന്താവും, 1 2 3 3 4 6 7 8 9 എന്ന് പറഞ്ഞ് സോർട്ട് ആവും. അതിനുശേഷം ഇതിൻ്റെ മിഡ് എലിമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇതിൻ്റെ മിഡ് എലിമെൻറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി, സോ ഇഫ് ദ നമ്പർ ഓഫ്
ഇൻറ്റീജേഴ്സ് ഈസ് ഓഡ്. ഫോർ എക്സാമ്പിൾ ഇതിൽ 9 ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഓഡ് ആണെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ഫോർമുലയാണ്. അത് കണക്ക് നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ഈവൻ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ 6 or 8 അങ്ങനെ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫോർമുലയാണ്. സോ ഇത് ഈ എക്സാമ്പിളിൽ നമ്മൾ മീഡിയൻ ഫൈൻഡ് ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും മിഡ് പോയിന്റ് 4 ആണ് അതിൻ്റെ. സോ നമ്മൾ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഹെഡർ ഫയലാണ് #include stdio.h. സോ ഇതിൽ നമ്മൾ പ്രിൻ്റ് എഫും സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ അടുത്തത് വരുന്ന ഫംഗ്ഷൻ്റെ പാർട്ടാണ്. ഈ അറേനെ സോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പാർട്ടാണ്. സോ ഇത് ഇവിടുന്ന് ഇവിടം വരെ സോർട്ടിങ് ദ അറേയുടെ പാർട്ടാണ്. സോ ഈ അറേ സോർട്ട് എന്ന് പറയുന്ന array_sort എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ നെയിമാണ്. സോ അതിനു മുമ്പേ നമുക്ക് മെയിൻ്റെ പാർട്ടൊന്ന് സ്റ്റഡി ചെയ്യാം. സോ ഇതും വേറൊരു ഫംഗ്ഷനാണ്. മീഡിയൻ ഫൈൻഡ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷനാണ്. സോ ഫസ്റ്റ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്ന് തന്നെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ മെയിൻ ഇൻറ്റീജർ മെയിൻ ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ് ഇൻറ്റീജർ അറേ ഓഫ് 50. സോ ഞാനിപ്പോൾ ഒരു മാക്സിമം ഒരു 50 എലിമെൻറ്റ്സ് ഉള്ള അല്ലെങ്കിൽ 50 ഇൻറ്റീജേഴ്സ് ഉള്ള അറേ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ അറേ ഓഫ് 50 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്, ഡിഫൈൻ ചെയ്യണം അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ അറേ എപ്പോഴും ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് ഇൻറ്റീജർ i = 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്യണം. അടുത്തത് n = 0. സോ ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സാണ് യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി n = 0 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യണം. അടുത്തത് ഫ്ലോട്ട് മീഡിയൻ = 0. സോ മീഡിയൻ = 0 എന്ന് പറയുന്നത് നമ്മൾ മീഡിയൻ ഇതുവരെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മീഡിയൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്യണം. സോ മീഡിയൻ എന്ന് പറയുന്ന അത് ഒരു അറേയിലെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു എലിമെൻ്റ് ആയിരിക്കും. സോ ആ വാല്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഡെസിമൽ പോയിൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ ഫ്ലോട്ട് മീഡിയൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യണം. അടുത്തത് പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതിന് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എൻ്റർ ദ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഫോർ ദ അറേ. സോ ഈ അറേയിൽ വരുന്ന എത്ര നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് അതിന് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മൾ അതിൻ്റെ വാല്യൂ ഈ സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻറ്റ് വഴി ഇൻപുട്ട് ചെയ്യും. സ്കാൻഎഫ് %d %n. സോ അഡ്രസ് ഓഫ് എന്നിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ആവും. സോ ഈ പ്രോഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എന്നിൻ്റെ വാല്യൂ 9 എന്നാണ് കൊടുത്തിരുന്നത്. സോ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് 9 എന്ന് തന്നെ വിചാരിക്കാം എന്നിൻ്റെ വാല്യൂ. അടുത്തത് പ്രിൻ്റ് എഫ് എൻ്റർ ദ എലിമെൻറ്റ്സ് ഫോർ ദ അറേ. സോ ഈ അറേയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള എലിമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരും. സോ അതിൽ നമ്മൾ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ i = 0, i <n, i++. സോ ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ് പ്രിൻ്റ് എഫ് അറേ %d i. സോ നമ്മൾ ഈ ഫോർ ലൂപ്പ് വഴി നമ്മൾ 1 by 1 എലിമെൻറ്റ്സിന് എൻ്റർ ചെയ്യുന്നത്. ഈ അറേ %d of i എന്ന് പറയുമ്പോൾ നമ്മൾ 1 by 1 എൻ്റർ ചെയ്യുന്നതാണ്. സോ 1 by 1 എന്ന് പറഞ്ഞാൽ എലിമെൻറ്റ് 1 ഫസ്റ്റ് എൻ്റർ ചെയ്യും, പിന്നെ എൻ്റർ ക്ലിക്ക് ചെയ്യും. സോ അടുത്തത് അങ്ങനെ എല്ലാ എലിമെൻറ്റും നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം അത് അഡ്രസ് ഓഫ് അറേ ഓഫ് ഐയിൽ സ്റ്റോർ ആവും. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ്റെ പാർട്ട് കോൾ ചെയ്യാണ്. സോ കോളിംഗ് ദ സോർട്ട് ദ അറേ ഇൻ അസെൻഡിങ് ഓർഡർ. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ചിലപ്പോൾ റാൻഡം വാല്യൂസ് ആയിരിക്കും, അസെൻഡിങ് ആയിരിക്കില്ല. സോ അതിനെ നമ്മൾ സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് array_sort. സോ array_sort എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അറേ നമ്മൾ പാസ് ചെയ്യുന്നത് എൻറ്റയർ അറേ പാസ് ചെയ്യും. അത് കണക്ക് നമ്പർ ഓഫ് എലിമെൻറ്റ്സും പാസ് ചെയ്യും. സോ ഇത് രണ്ടും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. സോ ഇത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ താഴെ വരുന്നതുകൊണ്ട് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. സോ ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യണം. സോ അറേയും നമ്പർ ഓഫ് എലിമെൻറ്റ്സും പാസ് ചെയ്യുമ്പോൾ അത് വോയിഡ് array_sort. സോ നമ്മൾ വോയിഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ ആണോ ഫ്ലോട്ട് ആണോ എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വോയിഡ് array_sort എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ്റെ പാർട്ടിലോട്ട് വന്നു. സോ ഈ ഫംഗ്ഷൻ്റെ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഈ വരുന്ന എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് പാസ് ചെയ്ത വാല്യൂ ഈ സബ് ഫംഗ്ഷനിലോട്ട് വരികയാണ്. സോ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ പാസ് ചെയ്ത് എന്താണ് എൻറ്റയർ അറേ പാസ് ചെയ്ത് അത് കണക്ക് നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് പാസ് ചെയ്ത്. സോ നമ്മൾ ഫംഗ്ഷനിൽ നമ്മളതിനെ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. സോ അത് ഏത് ഡേറ്റ ടൈപ്പാണ്, ഇൻറ്റീജർ ആണോ ഫ്ലോട്ട് ആണോ എന്നുള്ളത് നമ്മൾ ഇതിൽ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഇത് എൻറ്റയർ അറേ പാസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നു. സോ ഇത് ഒരു ഫ്ലോർ ബ്രാക്കറ്റാണ്. സോ ഈ ഫ്ലോർ ബ്രാക്കറ്റിനെ ഡിഫൈൻ ചെയ്ത് അടുത്തത്
ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ്. സോ നമ്മൾ അറേ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫംഗ്ഷനിൽ നമ്മൾ ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്, സോർട്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്, I = 0, J = 0. രണ്ട് ഇൻഡെക്സ് വേരിയബിളും നമ്മൾ 0യിലേക്ക് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്തത് മൂന്നാമത്തെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തത് ടെമ്പ് എന്നാണ്. ടെമ്പ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി വേരിയബിളാണ്. നമ്മൾ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യുന്നതാണ്. സോ ടെമ്പ് = 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. സോ ഇതെല്ലാം ലോക്കൽ വേരിയബിൾസ് ആണ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഈ ഫംഗ്ഷനിൽ മാത്രമാണ് നമ്മൾ ഈ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സീരീസ് ഓഫ് നമ്പർ സോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഈ 9 നമ്പേഴ്സ് നമ്മൾ റാൻഡമായിട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. സോ ഈ 9 നമ്പേഴ്സ് ആസ് പെർ അസെൻഡിങ് ഓർഡറിലല്ല ഉള്ളത്. സോ 1, 3 ഓക്കെ, ബട്ട് 8, 7, 6, 4, 2, 3, 9 എല്ലാം മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. സോ ഇതിനെ നമ്മൾ ഇതേ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഫോർ I = 0, I less than n, I++. ഫോർ J = 0, J less than n - 1, J++. സോ ഇത് യൂസ് ചെയ്തിട്ട് ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ അത്രയും n നമ്പർ ഓഫ് എലിമെൻറ്റ്സ് അത് നമ്മൾ സോർട്ട് ചെയ്തു. സോ ഇഫ് അറേ ഓഫ് J ഗ്രേറ്റർ ദെൻ അറേ ഓഫ് J+1. സോ ഫോർ എക്സാമ്പിൾ ഞാൻ അറേ ഓഫ് J ഫസ്റ്റ് എലിമെൻ്റ് ആണെങ്കിൽ അറേ ഓഫ് J+1 സെക്കൻഡ് എലിമെൻ്റ് ആയിരിക്കും. സോ ഇത് രണ്ടും ഈ ഫസ്റ്റ് എലിമെൻറ്റ് സെക്കൻഡ് എലിമെൻറ്റിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, സോ അറേ ഓഫ് J ഈസ് ഗ്രേറ്റർ ദെൻ അറേ ഓഫ് J+1, അറേ ഓഫ് J = temp, array of J+1 = array of J, temp = array of J+1. സോ ഈ കണ്ടീഷൻ ഫോൾസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഫ് കണ്ടീഷനിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് എലിമെൻറ്റ് സെക്കൻഡ് എലിമെൻറ്റിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഫസ്റ്റ് കണ്ടീഷനിൽ ഇത് ഫോൾസ് ആയതുകൊണ്ട് ഫസ്റ്റ് എലിമെൻറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് എലിമെൻറ്റ്. സോ ഇതൊന്നും എക്സിക്യൂട്ട് ആവില്ല. സോ അടുത്ത നെക്സ്റ്റ് എന്താണ്, ഇത് ഇൻക്രിമെൻ്റ് ആവും, എക്സിക്യൂട്ട് ആവുന്നത് J++ ഇൻക്രിമെൻ്റ് ആവും, I++ ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ എന്താണ്, ഇത് രണ്ടിലും വരും. സോ സെക്കൻഡ് എലിമെൻറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ തേർഡ് എലിമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇതും ഫോൾസ് ആണ്, ഇതും ഫോൾസ് ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആവില്ല. വീണ്ടും ഇൻക്രിമെൻ്റ് ആവും, ഇതും ഇൻക്രിമെൻ്റ് ആവും. എന്നിട്ട് തേർഡ് എലിമെൻറ്റ് ഗ്രേറ്റർ ദാൻ ഫോർത്ത് എലിമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ തേർഡ് എലിമെൻറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഫോർത്ത് എലിമെൻറ്റ്, അപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താവും, തേർഡ് എലിമെൻറ്റിലുള്ള വാല്യൂ ടെമ്പററി വേരിയബിളിലോട്ട് കോപ്പി ചെയ്യും, ഫോർത്ത് എലിമെൻറ്റിലുള്ള വാല്യൂ തേർഡ് എലിമെൻറ്റിൻ്റെ അഡ്രസ് സ്പേസിൽ കോപ്പി ചെയ്യും. അത് കണക്ക് ടെമ്പററി വേരിയബിളിലുള്ള വാല്യൂ ഫോർത്ത് എലിമെൻറ്റിൻ്റെ അഡ്രസ് സ്പേസിൽ കോപ്പി ചെയ്യും. സോ ഇപ്പോൾ എന്താവും, തേർഡ് എലിമെൻറ്റും ഫോർത്ത് എലിമെൻറ്റും തമ്മിൽ ഇൻ്റർചേഞ്ച് ആവും. ഇൻ്റർചേഞ്ച് ആയിട്ട് അതേ കണക്ക് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് എല്ലാ നമ്പേഴ്സും ആസ് പെർ ദ അസെൻഡിങ് ഓർഡറിൽ ആവുന്നവരെ ഇത് ഈ പ്രോസസ്സ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. സോ ഫൈനലി എന്താവും, നമുക്ക് ആവശ്യമുള്ള ഇതേ ഓർഡറിൽ നമുക്ക് ഈ ഔട്ട്പുട്ട് സോർട്ട് ആവും. സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പും ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നതും പിന്നെ ഒരു ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ഈ ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ട് വാല്യൂസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സും വർക്ക് ചെയ്യുന്നത്. ദ അറേ ആഫ്റ്റർ സോർട്ടിങ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യും, സോർട്ടഡ് അറേ ഒരുക്കുക പ്രിൻറ്റ് ചെയ്യും. സോ സോർട്ടഡ് അറേ പ്രിൻറ്റ് ചെയ്യുന്ന എന്താണ്, ഈ അറേ നമ്മൾ എൻ്റർ ചെയ്തത് അതിനെ സോർട്ട് ചെയ്തിട്ട് ഈ അറേ ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ദ സോർട്ടഡ് അറേ ഈസ് ഇൻഡെക്സ് വേരിയബിൾ ഫോർ I = 0, I less than n, I++. എന്നിട്ട് പ്രിൻറ്റ് ഓഫ് n അറേ ഓഫ് %d I, array. So in number 1, so array of element number 1 ഇതാണ്, array of element number 2 ഇതാണ്, array of element number n ഇതാണെന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. സോ ഇതാവുമ്പോൾ നമ്മൾ സോർട്ട് ആവുന്ന ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവും. അടുത്തത് വീണ്ടും മെയിൻ പ്രോഗ്രാമിൽ വരികയാണ്. സോ മെയിൻ പ്രോഗ്രാമിൽ സോർട്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത തൊട്ട് താഴെ മീഡിയൻ ഫൈൻഡ് ചെയ്യുന്ന ഓപ്പറേഷനുണ്ട്. സോ മീഡിയൻ ഫൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാസിങ് ദ സോർട്ടഡ് അറേ ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ ഓഫ് എൻറ്റേർഡ് അറേ. സോ സോർട്ടഡ് അറേ നമ്മൾ പാസ് ചെയ്തിട്ട് അറേയുടെ മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. സോ മീഡിയൻ = ഫൈൻഡ് അണ്ടർസ്കോർ മീഡിയൻ അറേ n. സോ നേരത്തെ കണക്ക് തന്നെ ഫൈൻഡ് അണ്ടർസ്കോർ മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ ഫൈൻഡ് ചെയ്യേണ്ടത് ഫംഗ്ഷൻ്റെ നെയിമാണ്. അതിൽ നമ്മൾ പാസ് ചെയ്യുന്നത് എൻറ്റയർ അറേയും നമ്പർ ഓഫ് എലിമെൻസും ആണ്.
സോ എൻറ്റയർ അറേയും നമ്പർ ഓഫ് എലിമെൻസും നമ്മൾ ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് പാസ് ചെയ്യാണ്. സോ അതപ്പോൾ എന്താണ് മീഡിയൻ ഫൈൻഡ് മീഡിയൻ എന്നുള്ളൊരു ഫങ്ഷനിലോട്ട് പോകും. സോ ഇത് ഫോർമൽ പാരാമീറ്റർ ആണ്. സോ ഇത് ഈ അറേയും എന്നും എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്റർ ആണ്. സോ ഇതിൽ നമ്മൾ ഫംഗ്ഷനകത്ത് നമ്മൾ അതിന് ഡെഫിനിഷൻ കൊടുക്കും. സോ അതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് സോ ഈ മീഡിയൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്ലോട്ട് മീഡിയൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷം ഇഫ് ദ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആർ ഈവൻ, സോ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് 9 ആണ്. സോ അത് ഈവൻ അല്ല. സോ സപ്പോസ് രണ്ട് കണ്ടീഷനിലും വർക്ക് ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണിത്. സോ ഇഫ് ദ എലിമെൻറ്റ്സ് ആർ ഈവൻ, ഇഫ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് മോഡുലസ് ഓഫ് 2. സോ മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 9 നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഞാനിപ്പോൾ 9 എന്ന് കൊടുത്തിരിക്കുന്നു, അത് 8 ആണെങ്കിൽ 8 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വന്നാൽ മീഡിയൻ ഈക്വൽ ടു അറേ ഓഫ് n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് അറേ ഓഫ് n ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 2. സോ നമ്മൾ അറേയുടെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്, സോ അറേയുടെ നമ്പർ ഓഫ് എലിമെൻറ്റ് minus 1. So number of element minus 1 divided by 2. For example, 8 minus 1, 7 divided by 2. So plus array 8 divided by 2, 4. പിന്നെ എന്താണ് 7 divided by 2 plus array of 3 whole divided by 2. So ഇത് ഈവൻ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫോർമുലയാണ്. അത് കണക്ക് ഓഡ് എലിമെൻറ്റ്സ് ഉള്ള അറേക്ക് ഉള്ള ഫോർമുല എന്ന് പറയുന്നത് എൽസ് മീഡിയൻ ഈക്വൽ ടു അറേ ഓഫ് n ഡിവൈഡഡ് ബൈ 2. സോ ഇതാണ് അതിൻ്റെ ഫോർമുല. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ മീഡിയൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തന്നെ ആയിരിക്കും. സോ റിട്ടേൺ മീഡിയൻ ചെയ്യുമ്പോൾ മീഡിയൻ്റെ വാല്യൂ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ആവും. സോ മെയിൻ പ്രോഗ്രാമിൽ വരുമ്പോൾ തിരിച്ച് മീഡിയൻ്റെ വാല്യൂ ഈ മീഡിയനിൽ വന്ന് സ്റ്റോർ ആവും. അതിനുശേഷം പ്രിന്റ് ചെയ്യും. സോ പ്രിന്റ് ഓഫ് സ്ലാഷ് ന്യൂ ലൈൻ ദ മീഡിയൻ ഈസ് പെർസെൻറ്റേജ് ഓഫ്, സോ പെർസെൻറ്റേജ് ഓഫ് സ്ലാഷ് ന്യൂ ലൈൻ ക്ലോസ് ഇൻവേർട്ടഡ് കോമ മീഡിയൻ. സോ ഇത് നമ്മൾ മീഡിയൻ ഔട്ട്പുട്ട് കാണിക്കും. സോ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ആവുന്നത്. സോ ഈ എക്സാമ്പിളിൽ നമ്മൾ 9 എന്ന് പറഞ്ഞ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് 9 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് എന്നിൻ്റെ വാല്യൂ 9. എൻ്റർ ദ എലിമെൻറ്റ്സ് ഫോർ ദ അറേ എന്ന് ചോദിക്കുമ്പോൾ 13876423 സോ 13876423 എന്ന് പറഞ്ഞ് ഞാൻ 9 എലിമെൻറ്റ്സ് എൻ്റർ ചെയ്ത്. സോ ഫസ്റ്റ് അതിനെ എന്ത് ചെയ്യും, സോർട്ട് ചെയ്യും. സോ അറേ ഓഫ് സോർട്ടിങ് ഈസ് ആഫ്റ്റർ സോർട്ടിങ് ഈസ് 1 2 3 3 4 6 7 8 9. സോ ഇത് സോർട്ട് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് മീഡിയം ഫൈൻഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യും. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. പേസ്റ്റ് ചെയ്ത്. സോ ഇതാണ് പ്രോഗ്രാം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ടു സോർട്ട് അറേ ഇൻ അസെൻഡിങ് ഓർഡർ. സോ ഇത് ഫംഗ്ഷൻ്റെ പാർട്ടാണ്. സോ ഇവിടം വരെ ഫംഗ്ഷൻ്റെ പാർട്ടാണ്. അടുത്ത ഫംഗ്ഷൻ മീഡിയൻ ഫൈൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ്റെ പാർട്ടാണ്. 2 ഫംഗ്ഷൻസ് ഉണ്ട് ഈ പ്രോഗ്രാമിൽ. പിന്നെ മെയിൻ പ്രോഗ്രാമിൻ്റെ പാർട്ടാണ്. പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ എൻ്റർ ദ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഫോർ ദ അറേ 9 എന്ന് കൊടുത്തിരിക്കുകയാണ്. സോ 1 3 8 7 6 4 2 3 9. സോ 9 എലിമെൻറ്റ്സ് എൻ്റർ ചെയ്തതിനു ശേഷം സോ എൻ്റർ ദ എലിമെൻറ്റ് ഫോർ ദ അറേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 9 എലിമെൻറ്റ്സ് എൻ്റർ ചെയ്ത്. സോ അറേ ആഫ്റ്റർ സോർട്ടിങ് ഈസ് എന്ന് പറഞ്ഞ് അത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തതിനു ശേഷം ദ മീഡിയൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യും. ദ മീഡിയൻ ഈസ് 4.000 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ഇതാണ് മീഡിയൻ ഫൈൻഡ് ചെയ്യേണ്ട പ്രോഗ്രാം. സോ ഈ പ്രോഗ്രാമിന് 5 മാർക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. യൂസിങ് ആൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റിക്കർഷൻ. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 5 മാർക്സിന് ചോദിച്ചിരിക്കുന്നതാണ്. സോ ആൻസർ: റിക്കർഷൻ ഈസ് function calling itself. Recursion is a technique that defines a function in terms of itself. A function which performs a particular task repeatedly called itself. There should be an exclusive stopping statement, terminating condition. Otherwise, the function will not be terminated. It becomes circular. Example: finding the factorial of a given number.
For example, 4. So 4 into factorial 3, 3 into factorial 2, 2 into factorial 1, 1 into factorial 0. So 0 is the terminating condition. So recursion എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനെ തന്നെ റിപ്പീറ്റഡ്ലി കോൾ ചെയ്തിട്ട് ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എത്തുമ്പോൾ ആ ഫംഗ്ഷൻ അവിടെ വെച്ച് സ്റ്റോപ്പായിട്ട് അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇതിനാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റിക്കർസീവ് ഫംഗ്ഷൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഫംഗ്ഷൻ വിച്ച് കോൾസ് ഇറ്റ് സെൽഫ് റിപ്പീറ്റഡ്ലി അൺടിൽ ദ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ഓർ സ്റ്റോപ്പിംഗ് സ്റ്റേറ്റ്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫൈൻഡിങ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ദ റിക്കർസീവ് ഫംഗ്ഷൻ. സോ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യുന്ന ആ നമ്പർ അത് ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യുന്നത് റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അടുത്തത് ഹെഡർ ഫയൽ #include stdio.h. അടുത്തത് മെയിൻ ഫംഗ്ഷൻ ആണ്. ലോങ് ഇൻറ്റ് നമ്പർ ഫാക്ട്. സോ നം എന്ന് പറയുന്നത് നമ്മൾ ഏത് നമ്പറിൻ്റെ ആണോ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻറ്റീജർ ടൈപ്പ് വേരിയബിൾ ആണ് NUM. പിന്നെ നമ്മൾ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്തിട്ട് ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫാക്ട് എന്നുള്ള വേരിയബിൾ. പിന്നെ അതിനുശേഷം ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റർ ദ നമ്പർ. സോ സ്കാൻഫ് %LD ആംപർസാൻഡ് നമ്പർ. സോ ഈ %LD എന്തിനു കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ലോങ് ഇൻറ്റീജർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് %LD എന്ന് കൊടുക്കുന്നത്. സോ ലോങ് ഇൻറ്റീജർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധാരണ ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഇൻറ്റീജർ ഡിക്ലെയർ ചെയ്താൽ അതിനൊരു റേഞ്ച് ഓഫ് നമ്പർ ലിമിറ്റ് ഉണ്ട്. സോ അതിന് കൂടുതൽ പോയാൽ എററായിട്ട് കാണും. സോ %LD അല്ലെങ്കിൽ ലോങ് ഇൻറ്റീജർ നമ്മൾ ഡിഫൈൻ ചെയ്താൽ അത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാക്ടോറിയൽ ഓഫ് 20 അല്ലെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് 11, 12 ഒക്കെ എടുത്താലും 6 ഡിജിറ്റ് 7 ഡിജിറ്റ് നമ്പറൊക്കെ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ ലോങ് ഇൻറ്റീജർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഈ സ്കാൻഫ് %LD and num എന്ന് പറയുന്നത് നമ്മൾ എൻട്രി ചെയ്യുന്ന നമ്പർ ഏത് നമ്പറിൻ്റെ ആണോ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് ആ നമ്പറിൻ്റെ വാല്യൂ അതിൻ്റെ അഡ്രസ്സിൽ സേവ് ആവും. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഫാക്ട് ഈക്വൽ ടു REC_function NUM. സോ ഇത് റിക്കർസീവ് ഫംഗ്ഷനാണ് REC_funct. സോ നം എന്ന് പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആണ്. ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻട്രി ചെയ്ത നമ്പറിൻ്റെ വാല്യൂ നമ്മൾ റിക്കർസീവ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുകയാണ്. സോ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് ഫംഗ്ഷൻ പാർട്ടിലോട്ട്. സോ ഇത് ഇത്രയും റിക്കർസീവ് ഫംഗ്ഷൻ്റെ പാർട്ടാണ്. സോ റിക്കർസീവ് ഫംഗ്ഷൻ ഫോർ ഫാക്ടോറിയൽ. സോ ഇവിടെ റിക്കർസീവ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവുകയാണ്. നം എന്ന് പറയുന്ന നമ്പറിൻ്റെ വാല്യൂ N എന്ന് പറഞ്ഞ ഒരു ഫോർമൽ പാരാമീറ്ററിൽ സേവ് ആവും അല്ലെങ്കിൽ പാസ് ആവും. So N is the formal parameter. REC_function is the function, recursive function. So അതിനുശേഷം നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നു. So it is an integer type variable. Next open floor bracket int fct. So ഫാക്റ്റിൻ്റെ ഒരു കോപ്പി നമ്മൾ ഫംഗ്ഷനിലും സേവ് ചെയ്യുന്നു. സോ അതിന് fct എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നെക്സ്റ്റ് ടെർമിനേറ്റിംഗ് ഓർ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ if n equal to 0 return 1. സോ എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി. എൽസ് സോ നമ്മൾ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ അത് റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഫൈനൽ വാല്യൂ n equal to 0 ആകുമ്പോൾ 1 റിട്ടേൺ. അതല്ലെങ്കിൽ എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ct equal to N into റിക്കർസീവ് ഫംഗ്ഷൻ ഓഫ് n-1. സോ ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ കോൾ ചെയ്ത ഫംഗ്ഷൻ വീണ്ടും ഇതിനകത്ത് ഈക്വേഷനകത്ത് കോൾ ആവുന്നുണ്ട്. അതിനാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വാല്യൂ 5 ആണെന്ന് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ എൻ്റെ വാല്യൂ 5 ആയിട്ട് ഇവിടെ വരും. സോ 5 ഇവിടെ വരുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യും കണ്ടീഷൻ 5 is equal to 0 ഫോൾസ് ആണ്. സോ അത് ഈ എൽസ് കണ്ടീഷൻ വർക്ക് ആവും. സോ 5 into റിക്കർസീവ് ഫംഗ്ഷൻ ഓഫ് 5-1. Recursive function of 5-1 is 4. So 5 into 4. So if n in the value 4 ആണ് 4 ഇവിടെ പാസ് ആവും. സോ 4 ഇവിടെ വരും. സോ 4 is equal to 0 ആണോ എന്ന് എവാലുവേറ്റ് ചെയ്യും അല്ലെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. സോ ഇത് ഫോൾസ് ആവുന്നുണ്ട് വീണ്ടും എൽസിൻ്റെ പാർട്ട് വർക്ക് ആവും. സോ 5 into 4 into recursive function of 4-1. So that is recursive function of 4-1 is 3. So 3 again ഇവിടെ n-ൻ്റെ വാല്യൂവിൽ പാസ് ആവും. സോ 3 is equal to 0 ആണോ എന്ന് എവാലുവേറ്റ് ചെയ്യും. സോ 3 is not equal to 0 എൽസിൽ വരും. സോ 5 into 4 into 3 into
3 minus 1. So 3 minus 1 is 2. So again 2 will go to the n. So it will again check 2 is equal to 0. So it is again false. And 5 into 4 into 3 into 2 into 1. So 1 minus 1 0 ആകുമ്പോൾ 0 n-ന്റെ വാല്യൂവിൽ വരും. സോ 0 ഈക്വൽ ടു 0. സോ 0 ഈക്വൽ ടു 0 ആയതുകൊണ്ട് സ്റ്റോപ്പിംഗ് കണ്ടീഷനായി. സോ അഗെയിൻ ഇറ്റ് വിൽ റിട്ടേൺ. സോ റിട്ടേൺ ആകുമ്പോൾ ഇവിടെ വെച്ച് ഈ ലൂപ്പ് ക്ലോസ് ആവുകയാണ്. സോ റിക്കർസീവ് ഫംഗ്ഷൻ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ എന്താവും, ഫാക്റ്റിൽ സ്റ്റോർ ആയിരിക്കുന്ന വാല്യൂ 5 into 4 into 3 into 2 into 1 that is equal to 120. സോ ഈ ഫാക്റ്റിൻ്റെ വാല്യൂ ഇവിടെ വന്ന് സേവ് ആവും. സേവ് ആയിട്ട് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. പ്രിന്റ് factorial of percentage LD equal to percentage LD num fact. So that is factorial of number 5 equal to 120 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. സോ ഇതാണ് പ്രോഗ്രാം. സോ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് എൻ്റർ ദ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ 5 എന്ന് കൊടുക്കുന്നു. ഫാക്ടോറിയൽ ഓഫ് 5 is 120. സോ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ എൻ്റർ ദ നമ്പർ എന്ന് ചോദിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് 9 എന്ന് കൊടുക്കുകയാണ്. സോ 9 എന്ന് കൊടുക്കുമ്പോൾ ഫാക്ടോറിയൽ ഓഫ് 9 is 362,880 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണാം. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. യൂസിങ് പോയിന്റേഴ്സ് റൈറ്റ് എ സി പ്രോഗ്രാം ടു അറേഞ്ച് ദ ലെറ്റേഴ്സ് ഓഫ് എ വേർഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ. സോ ഇതും 5 മാർക്സ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ മെയിൻ പാർട്ടിൽ നോക്കുകയാണെങ്കിൽ include stdio.h, hash include stdlib.h, hash include string.h. സോ ഇതെല്ലാം സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസും സ്ട്രിങ്സും എല്ലാം വരുന്ന പ്രോഗ്രാമിൽ നമ്മൾ ഇങ്ങനത്തെ ഹെഡർ ഫയൽസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഒരു ഫങ്ഷൻ ഡെഫിനിഷനാണ് ചെയ്യുന്നത്. വോയിഡ് സോർട്ട് സ്ട്രിങ്. സോ സ്ട്രിങ്ങിനെ സോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോർട്ട് സ്ട്രിങ് എന്നുള്ളൊരു ഫങ്ഷനാണ്. സോ ഇറ്റ് ഈസ് യൂസിങ് ദ പോയിന്റർ ടു എ ക്യാരക്ടർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പോയിന്റർ ടു എ ക്യാരക്ടറാണ്. അടുത്തത് ഇൻടീജർ മെയിൻ ഫങ്ഷൻ. നെക്സ്റ്റ് ക്യാരക്ടർ സ്ട്രിങ് ഓഫ് 100. സോ 100 ആൽഫബറ്റ്സ് വരെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രിങ്ങിനെ എനിക്ക് വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റർ സം ടെക്സ്റ്റ്. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് സ്ട്രിങ് എന്നുള്ള വേരിയബിളിൽ സേവ് ആവും. സോ അതിനുവേണ്ടി നമ്മളൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സ്കാൻ ഓഫ് പെർസെൻറ്റേജസ് സ്ട്രിങ്. സോ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള അൺഫോർമാറ്റഡ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗെറ്റ് സെസ് ഓഫ് സ്ട്രിങ്. സോ ഇത് കോമൻറ്റ് ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ either ഓഫ് ദി ടു. സോ either ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അടുത്തത് ഫങ്ഷൻ കോൾ ചെയ്യുകയാണ്. സോർട്ട് സ്ട്രിങ്. സോ സ്ട്രിങ്ങിനെ ഞാൻ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാണ് ഫങ്ഷനിലോട്ട്. സോ സ്ട്രിങ്ങിൻ്റെ വാല്യൂ സോ ഈ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ സോ ഈ ഫങ്ഷനിലോട്ട് പോവുകയാണ്. സോ സ്ട്രിങ്ങിൻ്റെ വാല്യൂ കോപ്പി ആയിട്ട് സ്റ്റാർ എസ്. സോ എസ് എന്ന് പറയുന്നത് പോയിന്റർ ടു ദ സ്ട്രിങ് ആണ്. സോ ക്യാരക്ടർ ടു ദ സ്ട്രിങ്ങിൽ ഇത് ക്യാരക്ടർ ടൈപ്പ് ഡേറ്റയാണ്. അടുത്തത് നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ലോക്കൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. സോ ലോക്കൽ വേരിയബിൾ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഫൈൻഡ് ചെയ്യാൻ ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിൾ. പിന്നെ നമ്മൾ ഇൻഡെക്സ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നു. സി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് വേരിയബിളാണ്. പിന്നെ നമ്മൾ ഡി എന്ന് യൂസ് ചെയ്യുന്നത് അത് സോർട്ട് ചെയ്തിട്ട് സ്ട്രിങ്ങിനെ സോർട്ട് ചെയ്തിട്ട് പുതിയ സ്ട്രിങ്ങിനെ നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ഡി. നെക്സ്റ്റ് പോയിന്റർ. സോ ഈ പോയിന്റർ എന്ന് പറയുന്നത് ഇതൊരു ക്യാരക്ടർ ടൈപ്പ് പോയിന്റർ വേരിയബിളാണ്. ഇറ്റ് ഈസ് പോയിന്റിങ് ടു ദ സ്ട്രിങ്. അടുത്തത് റിസൾട്ട്. പോയിന്റർ ടു റിസൾട്ട്. സോ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറയുന്നത് മൊത്തം സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും സൈസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിസൾട്ട് പോയിന്റർ. നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് CH. സോ നമ്മൾ ക്യാരക്ടർ നമ്മളിപ്പോൾ ഒരു ആൽഫബറ്റ് ബൈ ആൽഫബറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് ഏത് ക്യാരക്ടറാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് CH എന്നുള്ള ക്യാരക്ടർ വേരിയബിൾ. നെക്സ്റ്റ് ലെങ്ത് ഈക്വൽ ടു strlen ഓഫ് എസ്. സോ strlen എന്ന് പറയുന്ന സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനാണ്. ആ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ നമ്മൾ സ്ട്രിങ്ങിനെ നമ്മൾ അതിൽ പാസ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ സ്ട്രിങ് ലെങ്ത് ഓഫ് എസ്. സോ നമ്മൾ എന്താണ് സ്ട്രിങ് കൊടുക്കുന്നത് അതിൻ്റെ ടോട്ടൽ ലെങ്ത് അതിൻ്റെ വാല്യൂ ലെങ്ത്തിൽ സേവ് ആവും. ഫോർ എക്സാമ്പിൾ ഒരു വേർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു വേർഡ് ഡിഫൈൻ ചെയ്യണം പ്രോഗ്രാമിംഗ് എന്ന് വിചാരിക്കാം. സോ 1 2 3 4 5 6 7 8 9 10 11. സോ 11 ഇങ്ങനത്തെ സ്ട്രിങ് ലെങ്ത് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് നമ്മൾ എൻ്റർ ചെയ്താൽ ആ ലെങ്ത് 11 എന്നുള്ള വാല്യൂ ലെങ്ത്തിൽ സ്റ്റോർ ആവും. അടുത്തത് നമ്മൾ
result equal to character star. So pointer to a character malloc. Malloc എന്ന് പറഞ്ഞാൽ memory allocation. Length plus 1. So ഇവിടെ നമ്മൾ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ലെങ്ത് പ്ലസ് 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സോ ലെങ്ത് പ്ലസ് 1 എന്ന് എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എനി വേർഡ് എൻഡ് ആവുമ്പോൾ കമ്പൈലർ കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് വേർഡ് /0 എൻഡ് ആവുന്നത്. സോ അതിന് വേണ്ടിയാണ് നമ്മൾ +1 എന്നുള്ള വാല്യൂ കൊടുത്തു. സോ നെക്സ്റ്റ് പോയിന്റർ ടു ദ സ്ട്രിങ്. സോ പോയിന്റർ എന്നുള്ള വേരിയബിൾ സ്ട്രിങ്ങിന് എന്താണ് അതിൻ്റെ വാല്യൂ പോയിന്ററിൽ കോപ്പി ആവും. ക്യാരക്ടർ 1 by 1 ആൽഫബറ്റ് ബൈ ആൽഫബറ്റ് evaluate ചെയ്യും. സോ CH equal to A, CH is less than or equal to a Z, CH plus plus. സോ അത് 1 by 1 ആൽഫബറ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. സോ അതിനകത്ത് വേറൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് വരുന്നത് C equal to 0, C less than length, C plus plus. സോ അത് ഫസ്റ്റ് ആൽഫബറ്റ് മുതൽ ലാസ്റ്റ് ആൽഫബറ്റ് വരെ 1 by 1 ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് C equal to 0, C plus plus. സോ അപ് ടു ലെങ്ത് ഓഫ് ദി സ്ട്രിങ് വരെ അത് എവാലുവേറ്റ് ചെയ്യും, ചെക്ക് ചെയ്യും. ഇഫ് സ്റ്റാർ പോയിന്റർ ഈക്വൽ ടു CH. സോ ഈ പോയിന്റർ വേരിയബിൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ക്യാരക്ടറിന് കറക്റ്റായിട്ട് ഈക്വൽ ആണെങ്കിൽ റിസൾട്ട് പ്ലസ് D ഈക്വൽ ടു പോയിന്റർ. സോ പോയിന്റർ ഓഫ് റിസൾട്ട് പ്ലസ് D. സോ ഫസ്റ്റ് നമ്മൾ ഡിയുടെ വാല്യൂ 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ആ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ട് എന്ന് പറയുന്നത് ലെങ്ത് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു. സോ ആ റിസൾട്ട് പ്ലസ് D ഈക്വൽ ആയിട്ട് പോയിന്ററിൻ്റെ വാല്യൂ അതിലോട്ട് സേവ് ആവും. സേവ് ആയിട്ട് റീഅറേഞ്ച്ഡ് ഓർഡറിൽ അത് പ്രിന്റ് ചെയ്തുകൊണ്ട് പോകും. എന്നിട്ട് നമ്മൾ ഡിയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിട്ട് നെക്സ്റ്റ് ആൽഫബറ്റ് സ്പേസ് എന്ന് പറഞ്ഞ് അലോക്കേറ്റ് ആവും. അതിനുശേഷം പോയിന്ററിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. പോയിന്ററിൻ്റെ വാല്യൂ ഈ സൈഡിൽ നമ്മൾ ആക്ച്വൽ വേർഡിൻ്റെ നെക്സ്റ്റ് വേർഡ് തേർഡ് വേർഡ് അങ്ങനെ ഇൻക്രിമെൻ്റ് ആകുമ്പോൾ ഇപ്പുറത്ത് പുതിയ വേർഡിൻ്റെ ആ സോർട്ടഡ് വാല്യൂ സേവ് ആയിക്കൊണ്ട് പോകും. എന്നിട്ട് പോയിന്റർ ഈക്വൽ ടു സ്ട്രിങ്, പോയിന്റർ ഈക്വൽ ടു യെസ്. സോ അതിനുശേഷം റിസൾട്ട് പ്ലസ് D ഈക്വൽ ടു /0. സോ ഇത് ലാസ്റ്റ് വേർഡാണ്. സോ റീഅറേഞ്ച്ഡ് വേർഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ ലാസ്റ്റ് വേർഡ് അതിൽ ഈക്വേറ്റ് ആവും. ഈക്വേറ്റ് ആയിട്ട് എൻഡ് ആവും. സോ ഇതെന്താണ്? strcpy yes, റിസൾട്ട്. സോ strcpy എന്ന് പറയുന്ന strlen പോലത്തെ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനാണ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ റിസൾട്ടിലുള്ള വാല്യൂ അത് എസ്സിലോട്ട് കോപ്പി ആവും. കോപ്പി ആയിട്ട് റിസൾട്ടിലുള്ള കണ്ടൻസ് ലോസ് ആവും. അത് ഓൾറെഡി എന്തെന്ന് പറഞ്ഞാൽ റിസൾട്ടിലെ വാല്യൂ എസ്സിലോട്ട് കോപ്പി ചെയ്തതാണ്. സോ അപ്പോൾ എന്താവും? ഫ്രീ റിസൾട്ട്. സോ റിസൾട്ടിലുള്ള കണ്ടൻസ് എല്ലാം എന്ന് പറഞ്ഞാൽ റിസൾട്ടിലുള്ള വാല്യൂ എല്ലാം എറേസ് ചെയ്യാൻ വേണ്ടി ഫ്രീ റിസൾട്ട്. സോ ഇതാണ് പ്രോഗ്രാം. സോ നമ്മൾ റൺ ചെയ്യുമ്പോൾ എൻ്റർ സം ടെക്സ്റ്റ് എന്ന് ചോദിക്കുന്ന പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുമ്പോൾ അത് റീഅറേഞ്ച് ചെയ്ത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ആവും. സോ ഈ പ്രോഗ്രാം ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. കേരള _യൂണിവേഴ്സിറ്റി എന്നുള്ളത് എൻ്റർ ചെയ്യണം. അപ്പോൾ അത് ഇതേ ഓർഡറിൽ സോർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. സോ ഇതാണ് program. Thank you for watching our channel. If you have not subscribed to our channel, please subscribe the channel and press the bell icon. Thank you. Next question number 6 ആണ്. What are unions? How are they different from structures? So next question, what are unions? How are they different from structures? Union the definition like poem. Union is a user defined type similar to structure in C except for one key difference, that structures allocate enough space to store all their members, whereas unions can only hold one member value at a time. സോ ഇതിൻ്റെ കറക്റ്റ് മീനിങ് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. സോ ഇത് സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതേപോലെ ഇപ്പുറത്ത് യൂണിയൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുകയാണ്. സോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാലും യൂണിയൻ എന്ന് പറഞ്ഞാലും രണ്ടും യൂസർ ഡിഫൈൻഡ് തന്നെയാണ്. സോ സ്ട്രക്ചറിൽ വരുന്നത് ഡിഫറെൻറ്റ് മെമ്പേഴ്സാണ്. ഇൻറ്റീജർ മെമ്പർ, അത് കണക്ക് ക്യാരക്ടർ ടൈപ്പ് മെമ്പർ, പിന്നെ ഫ്ലോട്ട് ടൈപ്പ് മെമ്പർ. അത് കണക്ക് യൂണിയനിലും
സിമിലർ ആയിട്ട് തന്നെയാണ്. പക്ഷേ ഇതിൽ മെമ്മറി അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെപ്പറേറ്റ് മെമ്പേഴ്സിനെല്ലാം സെപ്പറേറ്റ് മെമ്മറി അലൊക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ യൂണിയന് അലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് ദ ലാർജസ്റ്റ് മെമ്പർ. സോ അല്ലെങ്കിൽ ദ മെമ്പർ വിത്ത് ദ ലാർജസ്റ്റ് മെമ്മറി ഡേറ്റ, ദ മെമ്പർ വിത്ത് which is having the largest memory. So ഇതിൽ ഫ്ലോട്ട് ആണ് 4 bytes ഓഫ് മെമ്മറി ഉള്ളത്. സോ ഇതിന്റെ മൊത്തം യൂണിയന്റെ മെമ്മറി സ്പേസ് ഈ ഫ്ലോട്ടിലാണ് വരുന്നത്. ഇതാണ് യൂണിയന്റെ ഡെഫിനിഷൻ. സോ നമ്മൾ യൂണിയനിൽ അതിന്റെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ നമുക്ക് സ്ട്രക്ചറിന്റെയും യൂണിയന്റെയും ഡിഫറൻസ് മനസ്സിലാവും. സോ ഫസ്റ്റ് കീവേഡ് ആണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. ഹൗ ആർ ദ ഡിഫറെന്റ് ഫ്രോം സ്ട്രക്ചേഴ്സ് എന്നുള്ള സബ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണിത്. സോ ഫസ്റ്റ് കീവേഡ് സ്ട്രക്ട് കീവേഡ് ഇസ് യൂസ് ടു ഡിഫൈൻ ദ സ്ട്രക്ചർ. അതേപോലെ യൂണിയൻ കീവേഡ് ഇസ് യൂസ് ടു ഡിഫൈൻ ദ യൂണിയൻ. നെക്സ്റ്റ് സൈസ്. വെൻ വേരിയബിൾസ് ഓർ മെമ്പേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് എ സ്ട്രക്ചർ, the compiler allocates the memory for each member. The size of the structure is equal to or greater than the sum of sizes of its മെമ്പേഴ്സ്. സോ ഇത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇതിൻ്റെ മെമ്പേഴ്സിൻ്റെ സ്ട്രക്ചറിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് ഈച്ച് മെമ്പറിൻ്റെ ടോട്ടൽ മെമ്മറി സൈസിന് അനുസരിച്ചാണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ സ്ട്രക്ചറിൻ്റെ സൈസാണ് കിട്ടുന്നത്. പക്ഷേ യൂണിയൻ്റെ ഇതെന്താണെന്ന് വായിക്കാം. When a variable is associated with a union, the compiler allocates the memory consisting the size of the largest memory. So the size of the union is the size of the largest member. So largest member എന്ന് പറയുന്ന ഇതിൽ വരുന്നത് ഫ്ലോട്ട് ആണ്. So float is the size of the largest member in union. അടുത്തത് memory. Each member within a structure is assigned unique storage area location. So ഇതിൽ സെപ്പറേറ്റ് സ്റ്റോറേജ് ഏരിയ ആണ് ഉള്ളത്. ഓരോ മെമ്പേഴ്സിനും സെപ്പറേറ്റ് സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് ഉള്ളത്. സെപ്പറേറ്റ് സ്റ്റോറേജ് ഏരിയ ആണ് ഉള്ളത്. പക്ഷെ യൂണിയൻ എല്ലാത്തിനും ഒരേ സ്റ്റോറേജ് ഏരിയ ആണ് ഉള്ളത്. അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും ഒരേ സ്റ്റോറേജ് ലൊക്കേഷനാണ് ഷെയർ ചെയ്യുന്നത്. മെമ്മറി അലൊക്കേറ്റഡ് ഇസ് ഷെയർഡ് ബൈ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് യൂണിയൻ. അടുത്തത് വാല്യൂ ഓൾട്ടറിംഗ്. ഓൾട്ടറിംഗ് ദ വാല്യൂ ഓഫ് എ മെമ്പർ വിൽ നോട്ട് അഫക്റ്റ് അതർ മെമ്പേഴ്സ് ഓഫ് ദ സ്ട്രക്ചർ. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മെമ്പറിൻ്റെ വാല്യൂ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ രജിസ്റ്റർ നമ്പർ എന്നുള്ളത് ഞാനിപ്പോൾ അതിനൊരു വാല്യൂ 10 ആണെന്നുള്ളത് 20 എന്നാക്കിയാലും ബാക്കിയുള്ള മെമ്പേഴ്സിനൊന്നും എഫക്റ്റ് ആവില്ല. പക്ഷെ യൂണിയനിൽ ചെറുതായിട്ട് ഡിഫറെൻ്റ് ആണ്. ആൾട്ടറിങ് ദ വാല്യൂ ഓഫ് എനി വൺ ഓഫ് ദി മെമ്പർ വിൽ ഓൾട്ടർ അതർ മെമ്പർ വാല്യൂസ്. സോ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താലും ബാക്കിയുള്ള മെമ്പറിൻ്റെ വാല്യൂസും ചേഞ്ച് ആവും. ആക്സസിങ് മെമ്പേഴ്സ്. ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് അറ്റ് എ ടൈം. സോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് നമുക്ക് ഒരേ സമയത്ത് നമുക്ക് എല്ലാ മെമ്പേഴ്സിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വലി ആയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ യൂണിയനിൽ വൺ മെമ്പർ ക്യാൻ ബി ആക്സസ്ഡ് അറ്റ് എ ടൈം. സോ ഒരു തവണ നമുക്ക് ഒരു മെമ്പറിനെ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. ഇനീഷ്യലൈസേഷൻ ഓഫ് മെമ്പേഴ്സ്. സെവറൽ മെമ്പേഴ്സ് ഓഫ് എ സ്ട്രക്ചർ ക്യാൻ ബി ഇനീഷ്യലൈസ്ഡ് അറ്റ് വൺസ്. സോ സ്ട്രക്ചറിൽ എല്ലാ മെമ്പേഴ്സിനെയും അല്ലെങ്കിൽ ഓരോരോ മെമ്പേഴ്സായിട്ടും നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ യൂണിയനിൽ only the first member of the union can be initialized. സോ യൂണിയനിൽ ഒരു മെമ്പറിനെ മാത്രം അല്ലെങ്കിൽ ആദ്യത്തെ മെമ്പറിനെ മാത്രം ഇനീഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ. ഇത് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്ന യൂണിയൻ്റെ ഒരു എക്സാമ്പിൾ. സോ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ C program to append the contents of one file to another file. 5 marks ആണ്. സോ ഇത് ഫയൽ ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. സോ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫയൽ ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. സോ ഇതിൽ എന്താണെന്ന് വെച്ചാൽ 2 ഫയൽസ് കാണും. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് 2 ഫയൽസ് കാണും. 2 ഫയൽസിലുള്ള കണ്ടന്റ്സ് മെർജ് ചെയ്തിട്ട് മൂന്നാമത്തെ ഒരു ഫയലിൽ സേവ് ചെയ്യാൻ പോവുകയാണ്. സോ ഇത് പ്രോഗ്രാമിലേക്ക് പോകാം. സോ പ്രോഗ്രാമിൽ നമ്മൾ സ്ട്രിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട്, സ്ട്രിങ്സും ഫയൽസും എല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട് #include stdio.h #include stdlib.h എന്നുള്ള ഫയൽ ഹാൻഡ്ലിംഗ് stdlib.h എന്നുള്ള ഹെഡർ ഫയൽസ് യൂസ് ചെയ്യണം. അടുത്തത് മെയിൻ ഫംഗ്ഷൻ ആണ്. പിന്നെ ഫയൽ എന്നുള്ള ടൈപ്പ് ഓപ്പൺ ചെയ്തിട്ട് f_1 *f_1 എന്ന് പറയുന്നത് പോയിന്റർ ടു ദ ഫയൽ string1, പോയിന്റർ ടു ദ ഫയൽ string2 എന്നുള്ളത് രണ്ടാമത്തെ ഫയലിന് പോയിന്റ് ചെയ്യാനുള്ള ഫയൽ പോയിന്റർ ആണ്. മൂന്നാമത്തത് f
temp. Asterisk f temp എന്ന് പറയുന്നത് പോയിന്റർ ടു ദ തേർഡ് ഫയൽ. സോ അത് നമ്മൾ രണ്ട് ഫയലും കൂടെ ജോയിൻ ചെയ്തിട്ട് മർജ് ചെയ്തിട്ട് രണ്ട് ഫയലിലുള്ള സ്ട്രിങ്സും മർജ് ചെയ്തിട്ട് മൂന്നാമത്തെ ഫയലിൽ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിന് ഉള്ള പോയിന്റർ ഫയലാണ് ഇത്. അടുത്തത് ക്യാരക്ടർ ടൈപ്പ് CH. സോ ഇതൊരു ഡേറ്റ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ക്യാരക്ടർ ടൈപ്പാണ്. ഇതിൽ ഉള്ള വേരിയബിൾ എന്ന് പറയുന്നത് CH എന്ന് പറയുന്നതാണ്. പിന്നെ ഫയൽ 1 ഓഫ് 20. സോ ആദ്യത്തെ ഫയലിന് നെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ഫയൽ 1 ഓഫ് 20. ഫയൽ 2 ഓഫ് 20 എന്നുള്ളത് രണ്ടാമത്തെ ഫയലിൻ്റെ പേര് കൊടുക്കാനും ഫയൽ 3 എന്നുള്ളത് മൂന്നാമത്തെ ഫയലിൻ്റെ പേര് കൊടുക്കാനും. ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റർ ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ഫയൽ, ആദ്യത്തെ ഫയലിൻ്റെ നെയിം ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. അടുത്തത് ഗെറ്റ്സസ് ഫയൽ 1. സോ ഗെറ്റ്സസ് ഫയൽ 1 എന്ന് പറയുന്ന ആദ്യത്തെ ഫയലിൻ്റെ പേര് എന്താണോ കൊടുക്കുന്നത് അത് സേവ് ആവും. അടുത്തത് പ്രിന്റ് എഫ് നെയിം ദ സെക്കൻഡ് ഫയൽ, എൻ്റർ നെയിം ഓഫ് ദി സെക്കൻഡ് ഫയൽ. സോ രണ്ടാമത്തെ ഫയലിൻ്റെ പേര് എന്താണോ കൊടുക്കുന്നത് അത് അതിൽ സേവ് ആവും. മൂന്നാമത്തത് എൻ്റർ ദ നെയിം ടു സ്റ്റോർഡ് മർജ്ഡ് ഫയൽ. സോ മൂന്നാമത്തെ ഫയലിൽ എന്താണ്, നമ്മൾ ആദ്യത്തെ ഫയലിലുള്ള ഒരു ലൈനും രണ്ടാമത്തെ ഫയലിലുള്ള ഒരു ലൈനും കൂടെ മർജ് ചെയ്തിട്ട് മൂന്നാമത്തെ ഫയലിൽ സേവ് ചെയ്യാൻ വേണ്ടി തേർഡ് ഫയൽ. സോ അതിനും ഒരു പേര് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ഫയൽ ഓപ്പൺ ചെയ്യാണ്. എഫ് സ്ട്രിംഗ് 1 ഈക്വൽ ടു എഫ് ഓപ്പൺ ഫയൽ 1, R. സോ ഫയൽ 1 നമ്മൾ ഓപ്പൺ ചെയ്ത് റീഡ് മോഡിലാക്കും. അതേപോലെ എഫ് സ്ട്രിംഗ് 2 ഈക്വൽ ടു എഫ് ഓപ്പൺ ഫയൽ 2, R. രണ്ടാമത്തെ ഫയലും ഓപ്പൺ ചെയ്ത് റീഡ് മോഡിൽ ചെയ്യാം. ഈ ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ബൈ ചാൻസ് ഇപ്പോൾ ഫയൽ 1 അല്ലെങ്കിൽ ഫയൽ 2 ഇല്ലെങ്കിൽ ഫയൽ 1ലുള്ള ഡേറ്റയും അല്ലെങ്കിൽ ഫയൽ 2ലുള്ള ഡേറ്റ ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ അത് എക്സിറ്റ് ആവും. അതേപോലെ നെക്സ്റ്റ് ഫയൽ 3 ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. എഫ് ടെംപ് ഈക്വൽ ടു എഫ് ഓപ്പൺ ഫയൽ 3 റൈറ്റ്. സോ ആദ്യത്തെ ഫയലിലുള്ള ലൈനും രണ്ടാമത്തെ ഫയലിലുള്ള ലൈനും കൂടെ നമ്മൾ മൂന്നാമത്തെ ഫയലിൽ റൈറ്റ് ചെയ്യാണ്. സോ അതുകൊണ്ട് ഫയൽ 3W റൈറ്റ്. സോ അതിൽ മൂന്നാമത്തെ ഫയൽ ഇല്ലെങ്കിൽ അത് പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയുള്ള ബ്ലോക്കാണ് ഈ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വൈൽ ലൂപ്പ് ചെയ്തിട്ട് CH ഈക്വൽ ടു എഫ് ഗെറ്റ് സി സ്ട്രിംഗ് 1. സോ ഫസ്റ്റ് ഫയലിലുള്ള സ്ട്രിംഗ് 1 റീഡ് ചെയ്യാൻ വേണ്ടി അപ് ടു ദ എൻഡ് ഓഫ് ദി ഫയൽ ആണ് ഈ വൈൽ സ്റ്റേറ്റ്മെന്റ്. അതിനുശേഷം എഫ് പുട്ട് CH, എഫ് ടെംപ്. സോ ആ CHൽ സ്റ്റോർ ആയിരിക്കുന്ന വാല്യൂ തേർഡ് ഫയലിലുള്ള എഫ് ടെംപിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് എഫ് പുട്ട് C എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അതേപോലെ രണ്ടാമത്തെ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫയൽ സ്ട്രിങ്ങിലുള്ള ഫയല് ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ഡേറ്റ എല്ലാം എഫ് ഗെറ്റ് സി യൂസ് ചെയ്തിട്ട് CH എന്നുള്ള വേരിയബിളിൽ സേവ് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഇറ്റ് വിൽ ഹാപ്പൻ ടിൽ ദ എൻഡ് ഓഫ് ദി ഫയൽ. അതിനുശേഷം ഈ എഫ് ടെംപിൽ സ്റ്റോർ ആയിരിക്കുന്ന CHൽ ഉള്ള വാല്യൂ എല്ലാം തേർഡ് ഫയലിൽ എഫ് ടെംപിലോട്ട് കോപ്പി ചെയ്യും. സോ ഇതാണ് എഫ് പുട്ട് C, CH, എഫ് ടെംപ്. സോ അടുത്തത് പ്രിന്റ് എഫ് 2 മെർജ്ഡ് ഫയൽസ് സക്സസ്ഫുള്ളി. സോ മൂന്നാമത്തെ ഫയലിൽ രണ്ട് ഡേറ്റയും മെർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു തവണ ഫയൽ ഓപ്പൺ ചെയ്താൽ ഫയൽ 1 ആയാലും ഫയൽ 2 ആയാലും അത് കണക്ക് ഫയൽ 3 ആയാലും ഒന്ന് ഫൺസ് ഓപ്പൺ ചെയ്താൽ അത് ക്ലോസ് ചെയ്യണം ആ പ്രോഗ്രാമിൽ തന്നെ. സോ എഫ് ക്ലോസ് എഫ് സ്ട്രിംഗ് 1, എഫ് ക്ലോസ് എഫ് സ്ട്രിംഗ് 2, എഫ് ക്ലോസ് എഫ് ടെംപ് റിട്ടേൺ 0 ക്ലോസ് ബ്രാക്കറ്റ്. സോ ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. സോ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫയലിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു ലൈൻ എൻ്റർ ചെയ്തിരിക്കണം. അത് കണക്ക് സെക്കൻഡ് ഫയലും ക്രിയേറ്റ് ചെയ്ത് അതിൽ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ഒരു ലൈൻ എൻ്റർ ചെയ്തിരിക്കണം. അതേപോലെ തേർഡ് ഫയലും ക്രിയേറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിൽ രണ്ടിലുള്ള ഡേറ്റയും കൂടെ മർജ് ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. സോ ഇത് കോപ്പി ചെയ്ത് റൺ ചെയ്യണം. പിന്നെ ഇത് റൺ ചെയ്യും മുമ്പ് നമ്മൾ പുതിയ ഫയൽ ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് ഫയലിൻ്റെ പേര് ഫസ്റ്റ് എന്ന് തന്നെ കൊടുക്കാം. ഫസ്റ്റ് ഡോട്ട് TXT എന്ന് കൊടുക്കാം. എന്നിട്ട് അതിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫയൽ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് വീണ്ടും മെയിൻ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഫയൽ ക്ലിക്ക് ചെയ്യാം. സെക്കൻഡ് ഡോട്ട് TXT എന്ന് കൊടുത്തിട്ട് അതിൽ എൻ്റർ ചെയ്യുന്ന ദിസ് ഈസ് ദ സെക്കൻഡ് ഫയൽ.
സോ ഒരു സ്പേസ് കൊടുക്കുകയാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫയൽ. ഫസ്റ്റ് ഡോട്ട് ടെക്സ്റ്റിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫയൽ എന്നുണ്ട്, സെക്കൻഡ് ഡോട്ട് ടെക്സ്റ്റിൽ ദിസ് ഈസ് ദ സെക്കൻഡ് ഫയൽ എന്നുണ്ട്. അതല്ലാതെ നമ്മൾ തേർഡ് ഫയൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. തേർഡ് ഡോട്ട് ടെക്സ്റ്റ് അതിൽ നമ്മളൊന്നും എൻ്റർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ തേർഡ് ഫയൽ നമ്മൾ നോക്കിയാൽ ഇത് ബ്ലാങ്ക് ആണ്. സെക്കൻഡ് ഫയലിനകത്ത് ദിസ് ഈസ് ദ സെക്കൻഡ് ഫയൽ എന്നുണ്ട്. ഫസ്റ്റ് ഡോട്ട് ഇതിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫയൽ എന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ മെയിൻ ക്ലിക്ക് ചെയ്തിട്ട് റൺ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് എൻ്റർ ദ നെയിം ഓഫ് ദി ഫസ്റ്റ് ഫയൽ എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഡോട്ട് TXT കൊടുത്ത് എൻ്റർ ദ നെയിം ഓഫ് ദി സെക്കൻഡ് ഫയൽ സെക്കൻഡ് ഡോട്ട് TXT എന്ന് കൊടുത്തു എൻ്റർ നെയിം ടു സ്റ്റോർ മെർജ്ഡ് ഫയൽ തേർഡ് ഡോട്ട് TXT എന്ന് കൊടുത്തു. അപ്പം ഇവിടെ ഒരു മെസ്സേജ് കാണിക്കുന്നു, 2 ഫയൽസ് മെർജ്ഡ് തേർഡ് ഡോട്ട് ടെക്സ്റ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. സോ ഇത് എന്താവും, നമ്മൾ തേർഡ് ഡോട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഫസ്റ്റ് ഫയലിലുള്ള ഡേറ്റ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫയൽ എന്നും സെക്കൻഡ് ഫയലിലുള്ള ഡേറ്റ ദിസ് ഈസ് ദ സെക്കൻഡ് ഫയൽ എന്നും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ഇതാണ് മെർജ് ദ കണ്ടൻസ് ഓഫ് വൺ ഫയൽ ടു ദ അതർ. റൈറ്റ് എ C പ്രോഗ്രാം ടു അപ്പെൻഡ് ദ കണ്ടൻസ് ഓഫ് വൺ ഫയൽ ടു അനദർ ഫയൽ. ഇപ്പോൾ ഒരു ഫയലിൽ നിന്ന് നമ്മൾ അതർ ഫയലിൽ അപ്പെൻഡ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട്. നെക്സ്റ്റ് പ്രോഗ്രാം 8th ആണ്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ചെക്ക് ഇഫ് ദ ഗിവൺ സ്ട്രിങ് ഈസ് എ പാലിൻഡ്രോം ഓർ നോട്ട്. സോ പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേർഡ് നമ്മൾ നേരെ എഴുതിയാലും തിരിച്ചെഴുതിയാലും സെയിം മീനിങ് അല്ല, സെയിം വേർഡ് തന്നെ അത് തന്നെ ആയിരിക്കണം. സോ പാലിൻഡ്രോമിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മേയല്ലേ വയ്യല്ലേ. സോ മലയാളം എന്ന് പറയുന്നത് ഒരു പാലിൻഡ്രോമിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. സോ ഇത് നേരെ ഇങ്ങനെ വായിച്ചാലും മലയാളം തന്നെ ആയിരിക്കും, തിരിച്ച് വായിച്ചാലും മലയാളം തന്നെ ആയിരിക്കും. പക്ഷേ ഫോർ എക്സാമ്പിൾ നമ്മൾ വേറൊരു വേർഡ് എന്താണ് കേരള എന്ന് തന്നെ വിചാരിക്കാം. സോ കേരള നമ്മൾ നേരെ എഴുതിയാൽ KERA അത് കേരള എന്ന് തന്നെ ആയിരിക്കും. പക്ഷെ തിരിച്ച് വായിക്കുമ്പോൾ അത് ഇതായിരിക്കില്ല, അത് ഡിഫറെൻ്റ് ആയിരിക്കും. AREK. സോ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഇതാണ് പാലിൻഡ്രോമിൻ്റെ മീനിങ്. ഇത് ആദ്യത്തെ എക്സാമ്പിൾ പാലിൻഡ്രോമിൻ്റെ പാലിൻഡ്രോമാണ്. രണ്ടാമത്തത് പാലിൻഡ്രോം അല്ല, നോട്ട് എ പാലിൻഡ്രോം. ഇതിന് നമ്മൾ പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. സോ ഫസ്റ്റ് diff check underscore palindrome string. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിങ് ചെക്ക് പാലിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ഇതിൽ ലെങ്ത് ഈക്വൽ ടു ലെങ്ത് ഓഫ് സ്ട്രിങ്. സോ സ്ട്രിങ്ങിന് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ്. എന്നിട്ട് ഫസ്റ്റ് ഈക്വൽ ടു 0, ലാസ്റ്റ് ഈക്വൽ ടു ലെങ്ത് -1. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിങ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ബ്ലോക്കാണ്. എന്നിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഈക്വൽ ടു 1 വൈൽ ഫസ്റ്റ് ലെസ് ദെൻ ലാസ്റ്റ്. സോ ഫസ്റ്റ് വേർഡും ലാസ്റ്റ് വേർഡും നമ്മൾ അത് റീഅറേഞ്ച് ചെയ്യണം. സോ ഇഫ് സ്ട്രിങ് ഓഫ് ഫസ്റ്റ് ഈക്വൽ ടു സ്ട്രിങ് ഓഫ് ലാസ്റ്റ്, ഫസ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് 1. സോ ലാസ്റ്റിലുള്ള സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റിലുള്ള ആൽഫബറ്റ് ഫസ്റ്റിലോട്ടാക്കിയിട്ട് അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഇത് ചെയ്യണം. സോ സോർട്ട് ചെയ്യണം. സോ ലാസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് -1. എൽസ് സ്റ്റാറ്റസ് ഈക്വൽ ടു 0 ബ്രേക്ക്. റിട്ടേൺ ഇൻറ്റ് സ്റ്റാറ്റസ്. സോ റിട്ടേൺ ഇൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. സോ സ്ട്രിങ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ സ്ട്രിങ് print/new line status equal to check palindrome string. If status print it is palindrome, else print no the string is not palindrome. സോ ഇത് ആക്ച്വലി നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് ഈക്വൽ ടു 1 ആണെങ്കിൽ പാലിൻഡ്രോം ആണ്, സ്റ്റാറ്റസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നോട്ട് പാലിൻഡ്രോം ആണ്. സോ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കോൺ. താങ്ക് യു. ഇതിൽ 2 സിമ്പിൾ പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതിയാലും മാർക്സ് കിട്ടുന്നതാണ്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രിങ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ എ സ്ട്രിങ്. സോ ഇതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ഇഫ് സ്ട്രിങ് ഈക്വൽ ടു സോ ഇത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. സ്ട്രിങ് ഓഫ് ഡബിൾ കോളൻ. സോ ഡബിൾ കോളൻ -1 എന്നിട്ട് ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് കോളൻ. സോ ഇതെന്താണെന്ന് വെച്ചാൽ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്തിട്ട് അതിനെ ആക്ച്വൽ നമ്മൾ എൻ്റർ ചെയ്ത സ്ട്രിങ് ആയിട്ട് ഈക്വേറ്റ് ചെയ്യും.
ഈക്വേറ്റ് ചെയ്യുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് ദ സ്ട്രിങ് ഇസ് എ പാലൻഡ്രോം, ഇത് പാലൻഡ്രോം ആണെന്ന് പ്രിന്റ് ചെയ്യും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ പ്രിന്റ് നോട്ട് എ പാലൻഡ്രോം എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. സോ ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്യാം. സോ ഇത് പൈത്തൺ കമ്പൈലർ ആണ്. സോ എൻട്രി സ്ട്രിങ് എന്ന് ചോദിക്കുമ്പോൾ MADAM. സോ മാഡം എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ എൻറ്റർ ചെയ്ത് ദ സ്ട്രിങ് ഇസ് എ പാലൻഡ്രോം. നെക്സ്റ്റ് ഒന്നും കൂടെ റൺ ചെയ്യാം. റൺ ചെയ്തിട്ട് കേരള എന്ന് പറഞ്ഞ എൻട്രി ആണ്. സോ എൻട്രി ചെയ്യുമ്പോൾ നോട്ട് എ പാലൻഡ്രോം എന്ന് പറഞ്ഞ് കാണിക്കും. സോ അടുത്തത്, സോ നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് 2 ആണ്. പൈത്തൺ പ്രോഗ്രാം ടു ചെക്ക് എ ഗിവൺ സ്ട്രിങ് ഈസ് പാലൻഡ്രോം ഓർ നോട്ട്. വീണ്ടും സ്ട്രിങ് ഈക്വൽ ടു ഇൻപുട്ട് പ്ലീസ് എൻറ്റർ സ്ട്രിങ് എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനുശേഷം str1 ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമ ഫോർ I ഇൻ സ്ട്രിങ് str1 ഈക്വൽ ടു I പ്ലസ് str1. സോ ഇതെന്തിനാണെന്ന് വെച്ചാൽ സ്ട്രിങ് 1നെ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇഫ് string in reverse order, print of string in reverse order. So നമ്മൾ സ്ട്രിങ് എൻറ്റർ ചെയ്ത സ്ട്രിങ് റിവേഴ്സ് ഓർഡറിൽ str1 ആണ്. എന്നിട്ട് നമ്മൾ ഇഫ് കണ്ടീഷൻ എക്സ്പ്രഷൻ ഇത് ചെയ്യും. സോ സ്ട്രിങ് ഈക്വൽ ടു സ്ട്രിങ് str1 ക്ലോസ് ബ്രാക്കറ്റ് കോളൻ. സോ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദിസ് ഈസ് എ പാലൻഡ്രോം സ്ട്രിങ്, അല്ലെങ്കിൽ എൽസ് ദിസ് ഈസ് നോട്ട് എ പാലൻഡ്രോം സ്ട്രിങ്. നേരത്തെ ചെയ്ത കണക്ക് തന്നെയുള്ള പ്രോഗ്രാമാണ്, ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ ഇതിനെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാണ്. ഈ സെൻറ്റർ സ്ട്രിങ് എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ മലയാളം എൻറ്റർ ചെയ്യുമ്പോൾ സ്ട്രിങ് ഇൻ റിവേഴ്സ് ഓർഡർ ഇസ് മലയാളം, ദിസ് ഈസ് എ പാലൻഡ്രോം സ്ട്രിങ്. നെക്സ്റ്റ് വീണ്ടും ഒന്നും കൂടെ റൺ ചെയ്യാം. റൺ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ എൻറ്റർ ചെയ്യുമ്പോൾ ദിസ് ഈസ് നോട്ട് എ പാലൻഡ്രോം സ്ട്രിങ്. സോ ഇതാണ് രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇതോടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. 8 questions കംപ്ലീറ്റ് ആയി. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കോൺ. താങ്ക് യു. അടുത്തതായി നമ്മൾ പാർട്ട് ബിയിലേക്ക് പോവാണ്. പാർട്ട് ബിയിലുള്ളത് 3 questions ആണ്. നമ്മൾ 9th A question വായിക്കാം. വാട്ട് ആർ പ്രീ പ്രൊസസർ ഡയറക്റ്റീവ്സ്? ഗിവ് എക്സാമ്പിൾസ്. 4 marks. സോ പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ #include stdio.h അതിൻ്റെ കൂടെ അതിൻ്റെ തൊട്ട് താഴെ എഴുതുന്നതാണ് പ്രീ പ്രൊസസർ ഡയറക്റ്റീവ്. സോ അത് മെയിൻ ഫംഗ്ഷന് മുകളിൽ എഴുതുന്നതാണ്. സോ ഇത് അതിന് ഒരു സ്പെസിഫിക് മീനിങ് ഉണ്ട്. നമ്മൾ ഒരു പ്രീ പ്രൊസസർ ഡയറക്റ്റീവിന്റെ ഡെഫിനേഷൻ വായിക്കാം. പ്രീ പ്രൊസസർ ഡയറക്റ്റീവ്സ്, ദീസ് ആർ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ബിഗിൻ വിത്ത് ദ symbol placed in the first column. They are placed before the main function. No semicolon at the end of such statements. There are 3 types of preprocessor directives: macro substitution directives, file inclusion directives, conditional compilation directives. First, macro substitution directives. Process of replacing an identifier of a C program by a constant or a symbolic constant. This is accomplished by the directive #define. The #define is a macro definition statement. Syntax for macro substitution: #define identifier CSE, where #define is a hash directive. Identifier a valid C identifier, conventionally written in uppercase. CSE may be a constant, a symbolic constant, or expression. So ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇത് ഹാഷിൻ്റെ കൂടെ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഐഡൻറ്റിഫയർ, മാർക്സ് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ ആണ്, അതിന് നമ്മൾ സിംബോളിക് കോൺസ്റ്റൻ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോഗ്രാമിൽ, സോ ഇത് #define marks 100 എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്താൽ പ്രോഗ്രാമിൽ നമ്മൾ എവിടെയെങ്കിലും മാർക്സിന് പകരം 100 എന്നോ മാർക്സ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, അതിന് പകരം 100 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അതേ കണക്ക് ഇനി ഒരു എക്സാമ്പിൾ എടുത്താൽ #define average 70.79. സോ നമ്മൾ ആവറേജിന് പകരം എവിടെയാണെങ്കിലും 70.79 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്തത് #define pi 3.142. സോ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പൈയുടെ വാല്യൂ 3.142 കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ പൈ എന്ന് ഡിഫൈൻ ചെയ്താൽ മതി, അതിന് പകരം 3.142 സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അതേപോലെ നെയിം ബാബു
സിറ്റി കൊല്ലം. അത് കണക്ക് കണ്ടീഷനും കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഷ് ഡിഫൈൻ കണ്ടീഷൻ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. സോ നമ്മൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്താലും അതിന് തൊട്ട് മുമ്പേ ഒരു കണ്ടീഷൻ എന്ന് കൊടുത്താൽ ആ കണ്ടീഷൻ എന്ന് എഴുതിയാൽ മതി, നമുക്ക് അതിനു പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അടുത്ത ടൈപ്പ് ഫയൽ ഇൻക്ലൂഷൻ ആണ്. ഫയൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് എക്സ്റ്റേണൽ ഫയൽസ് കണ്ടെയ്നിങ് ഫങ്ഷൻസ് ഓർ മാക്രോ ഡെഫിനിഷൻസ് ഇൻ ടു ദ സി പ്രോഗ്രാം. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് math.h, ഹാഷ് ഇൻക്ലൂഡ് grade.c. സോ എക്സ്റ്റേണൽ ഫയൽ, സോ ഇത് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് കൊടുത്താൽ നമ്മൾ എക്സ്റ്റേണൽ ആ പ്രോഗ്രാമിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. സോ ഇത് പ്രിന്റ് എഫ് സ്കാൻ എഫിനൊക്കെ യൂസ് ആവും. അത് കണക്ക് math.h എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫയൽ ഇൻക്ലൂഡ് ചെയ്താൽ അതിൽ മാത്തമാറ്റിക്കൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് സൈൻ തീറ്റ കോസ് തീറ്റ എല്ലാം വർക്കാവും. സോ grade.c എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ ഒരു ഫയലാണ്. ആ ഫയല് നമ്മൾ ആ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. സോ അത് കണക്ക് അതർ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് strlib string.h എന്ന് പറഞ്ഞൊരു ഹെഡർ ഫയലുണ്ട്. അത് കണക്ക് strlib.h എന്ന് പറഞ്ഞൊരു ഹെഡർ ഫയലുണ്ട്. സോ അടുത്തത് കണ്ടീഷണൽ കമ്പൈലേഷൻ ഡയറക്റ്റീവ്സ്, തേർഡ് ടൈപ്പ് ആണ്. C preprocessor provides a conditional compilation directive which is used to select alternative segments of code in a C program depending on the condition. സോ കണ്ടീഷൻ കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പെസിഫിക് വെർഷൻ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ വെർഷൻ 1 ആണോ വെർഷൻ 2 ആണോ നമുക്ക് കോഡ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇഫ് ഡെഫ് അതൊക്കെയാണ് കണ്ടീഷണൽ കമ്പൈലേഷൻ ഡയറക്റ്റീവ്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9b ആണ്. Draw a flow chart to determine sum of digits of an integer. So sum of digits of an integer എന്ന് പറഞ്ഞാൽ, സോ ഫോർ എക്സാമ്പിൾ ഒരു ഇൻറ്റീജർ എന്ന് വിചാരിക്കാം, 1 2 3 4 5 എന്നുള്ളൊരു ഇൻറ്റീജർ എന്ന് വിചാരിക്കാം. അതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + 4 + 5. So that is equal to 6 + 4 10 + 4 15. സോ ഇതാണ് സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ ഇൻറ്റീജർ. സോ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കാം. സോ ഇത് സ്റ്റാർട്ട് ഓഫ് ദി പ്രോഗ്രാം ആണ്. ഇതിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹെഡർ ഫയലും മെയിൻ ഫംഗ്ഷൻ എല്ലാം ഇത് ചെയ്യും. അതിനുശേഷം നമ്മൾ റീഡ് ദ നമ്പർ n. സോ നമ്മൾ എന്നിൻ്റെ വാല്യൂ നമ്മൾ റീഡ് ചെയ്യാണ്. സോ അതൊരു സ്കാനഫ് സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും. പിന്നെ നമ്മൾ സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തു. സോ അതൊരു വേറൊരു വേരിയബിളാണ്. അതിനുശേഷം നമ്മൾ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ്, സോ അത് കണ്ടീഷനാണ്. സോ കണ്ടീഷനിൽ നമ്മൾ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യും. സോ 1 2 3 4 5 ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ അത് കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വരും സം ഈക്വൽ ടു സം പ്ലസ് n മോഡുലസ് 10. സോ n മോഡുലസ് 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിൾ തന്നെ എടുത്താൽ, സോ 1 2 3 4 5 മോഡുലസ് 10. സോ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ അത് നമുക്ക് റിമൈൻഡർ 5 ആണ് കിട്ടുന്നത്. സോ അത് സമ്മിൽ സേവ് ആവും. സമ്മിൽ സേവ് ആയിട്ട് നെക്സ്റ്റ് താഴോട്ട് വരുമ്പോൾ 1 2 3 4 5 ഡിവൈഡഡ് ബൈ 10 ചെയ്യും. 1 2 3 4 5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 ആണ് ആൻസർ കിട്ടുന്നത്. സോ അത് എന്നിൽ അസൈൻ ആവും. സോ 1 2 3 4 ഇസ് ദ ന്യൂ വാല്യൂ ഓഫ് n. സോ ഇത് നെക്സ്റ്റ് ലൂപ്പിൽ തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് കണ്ടീഷൻ എവാലുവേറ്റ് ചെയ്യും. 1 2 3 4 ഗ്രേറ്റർ ദാൻ 0 ട്രൂ ആണ്. വീണ്ടും താഴോട്ട് വരും. താഴോട്ട് വന്നിട്ട് 5 ഈക്വൽ ടു 5 പ്ലസ് 1 2 3 4 മോഡുലസ് 10. സോ 1 2 3 4 മോഡുലസ് 10 എന്ന് പറയുന്നത് 4 ആണ് റിമൈൻഡർ. സോ 5 + 4 എന്ന് പറയുന്നത് 9 ആണ്. സോ 9 ഇസ് ദ ന്യൂ വാല്യൂ ഓഫ് സം. പിന്നെ വീണ്ടും താഴോട്ട് വരും. 1 2 3 4 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ആൻസർ 1 2 3 ആണ്. സോ 1 2 3 ഇസ് ദ ന്യൂ വാല്യൂ ഓഫ് n. സോ വീണ്ടും അത് ലൂപ്പിൽ തിരിച്ചു പോയിട്ട് 1 2 3 ഇസ് ഗ്രേറ്റർ ദാൻ 0, അത് വീണ്ടും ട്രൂ ആവും. വീണ്ടും താഴോട്ട് വരും. 9 ഈക്വൽ ടു 9 പ്ലസ് 1 2 3 മോഡുലസ് 10. സോ 1 2 3 മോഡുലസ് 10ന്റെ റിമൈൻഡർ എത്രയാണ്? 3 ആണ്.
So 9 plus 3, 12. So 9 plus 3, 12 is the new value of sum. വീണ്ടും താഴോട്ട് വരുമ്പോൾ 1, 2, 3 divided by 10 ചെയ്യുമ്പോൾ 12 is the new value of n. So വീണ്ടും മുകളിലോട്ട് പോകും, 12 is greater than 0. വീണ്ടും താഴോട്ട് വരും, sum equal to 12 plus 1, 12 divided modulus 10. So 2 is the remainder. So 9 plus 2, 12 plus 2, 14. So 14 is the new value of sum. തിരിച്ച് താഴോട്ട് വരുമ്പോൾ 12 divided by 10 ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. സോ ന്യൂ വാല്യൂ ഓഫ് n is 1. സോ വീണ്ടും മുകളിലോട്ട് വരുമ്പോൾ 1 is greater than 0. 14 plus sum equal to 14 plus 1 modulus 10. സോ 1 modulus 10 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്ന 1 ആണ്. സോ 14 plus 1, 15 ആണ്. സോ പുതിയ വാല്യൂ ഓഫ് സം എന്ന് പറയുന്നത് 15 ആണ്. അടുത്തത് എന്താണ്? 1 divided by 10 ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. സോ 0 കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീജർ വാല്യൂവിൽ ഡെസിമൽ വർക്ക് ആവില്ല. സോ ഡെസിമലിൽ കിട്ടുന്ന ഇത് വാല്യൂ 0 ആണ്. സോ നെക്സ്റ്റ് വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ 0 is not greater than 0. സോ ഇത് ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വരും. പുറത്തോട്ട് വന്നിട്ട് സമ്മിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. സോ സമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 15 ആണ്. സോ 15 ഇതിൽ പ്രിന്റ് ചെയ്യും. അങ്ങനെ പ്രോഗ്രാം കംപ്ലീറ്റ് ആവും. സോ ഇങ്ങനെയാണ് ഈ ഫ്ലോ ചാർട്ട് വർക്ക് ആവുന്നത്. സോ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10A ആണ്. Differentiate between relational and logical operators in C. 4 marks. So relational operators usually compare two variables and return a value of true or false, forming a logical expression. Logical operators combine logical values of true or false into a single logical expression. Following table shows all relational operators supported by C. So നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിളിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അതൊരു ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കും. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ വാല്യൂസിനെ കമ്പൈൻ ചെയ്തിട്ട് അതിൽ ട്രൂ ഓർ ഫോൾസിന് നമ്മളൊരു സിംഗിൾ ലോജിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇതിൻ്റെ ടേബിൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ഈക്വൽ ടു ചെക്ക് ഇഫ് ടു ഓപ്പറൻഡ് ആർ ഈക്വൽ. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ str1 equal to string. സോ ഇതൊരു എക്സാമ്പിളാണ്. സോ ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. സോ ഇതൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തത് നോട്ട് ഈക്വൽ ടുവിനും സെയിം ഒരു ഇത് കണക്കുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറ്റും. സോ string 1 നോട്ട് ഈക്വൽ ടു string. സോ ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. സോ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി. അതേപോലെ ലെസ്സർ ദാനിനും അതേ കണക്ക് തന്നെ ഒരു എക്സാമ്പിളാണ്. എ ലെസ്സർ ദാൻ ബി. സിമിലർലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ചെക്ക് ലെഫ്റ്റ് ഓപ്പറാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഓപ്പറാൻഡ്. സോ ഇത് യൂഷ്വലി ഫോർ ലൂപ്പിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പിൽ നമ്മൾ ഐ ഈക്വൽ ടു 0, I lesser than or equal to n, I plus plus. സോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മൾ ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു ആണ് യൂസ് ചെയ്തത്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വൈൽ ലൂപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. സോ വൈൽ ലൂപ്പിൽ നമ്മൾ വൈൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. സോ ആ കണ്ടീഷൻ എവാലുവേറ്റ് ചെയ്യും. അതേ കണക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദൻ n, ഐ പ്ലസ് പ്ലസ്. സോ ഇവിടെയൊക്കെ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. സി ലാംഗ്വേജ് സപ്പോർട്ട്സ് ദ ഫോളോയിങ് 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സപ്പോസ് എയുടെ വാല്യൂ 1 ആണ് ആൻഡ് ബിയുടെ വാല്യൂ 0 ആണ്. സോ ഓപ്പറേറ്റർ ഡബിൾ ആംപർസാൻഡ്. ഡിസ്ക്രിപ്ഷൻ ലോജിക്കൽ ആൻഡ് എ ആംപർസാൻഡ് ബി ഈസ് ഫോൾസ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫോൾസ് ആണെങ്കിലും ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 0. സോ ബി ഈസ് ഫോൾസ്. സോ ബി ഫോൾസ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് ഫോൾസ് ആണ്. പക്ഷെ ലോജിക്കൽ ആറിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയെങ്കിലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. സോ എ ഈസ് ട്രൂ ആയതുകൊണ്ട് ബി ഫോൾസ് ആയാലും കുഴപ്പമില്ല, അത് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. സോ ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്താണോ അതിൻ്റെ ഔട്ട്പുട്ട് ഇൻവേർട്ടഡ് ആയിരിക്കും. സോ നോട്ട് എ ഈസ് ഫോൾസ്.
സോ എ 1 ആയതുകൊണ്ട് അതിൻ്റെ നോട്ട് ഓപ്പറേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഫോൾസ് ആവും. സപ്പോസ് അത് ബി ആണെങ്കിൽ ട്രൂ ആവും. സോ ബി ഈസ് ട്രൂ, നോട്ട് ബി ഈസ് ട്രൂ. So next question, write a C program to find the age of a person in years, months and days if his date of birth is entered. പ്രോഗ്രാമിലേക്ക് പോകാം. ഇതൊരു കോമന്റ് ആണ്. പ്രോഗ്രാം ഫോർ കാൽക്കുലേഷൻ ഓഫ് ഏജ്. ഇത് ഹെഡർ ഫയലാണ്. #include stdio.h #include stdlib.h. നെക്സ്റ്റ്, ഫംഗ്ഷൻ ടു കാൽക്കുലേറ്റ് കറണ്ട് ഏജ്. സോ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. സോ വോയിഡ് കാൽക്കുലേറ്റ് ഏജ്. സോ കാൽക്കുലേറ്റ് ഏജ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ നെയിമാണ്. സോ റിട്ടേൺ ടൈപ്പ് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് വോയിഡ് എന്ന് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ അതിൽ വരുന്നത് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ഡേറ്റ്. സോ കറണ്ട് ഡേറ്റ്, ഇൻറ്റ് കറണ്ട് മന്ത് ആൻഡ് ഇൻറ്റ് കറണ്ട് ഇയർ, ഇൻറ്റ് ബർത്ത് ഡേറ്റ്, ഇൻറ്റ് ബർത്ത് മന്ത്, ഇൻറ്റ് ബർത്ത് ഇയർ. സോ നമ്മൾ ഇന്നത്തെ ഡേറ്റ് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത്. സോ അതുകൊണ്ട് കറണ്ട് ഡേ, കറണ്ട് മന്ത്, കറണ്ട് ഇയർ, അത് കണക്ക് ബർത്ത് ഡേറ്റ്, ബർത്ത് മന്ത്, ബർത്ത് ഇയർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാരാമീറ്ററിൽ യൂസ് ചെയ്യുന്നത്, പാരാമീറ്റേഴ്സ്. ഡേയ്സ് ഓഫ് എവറി മന്ത്. സോ നമ്മൾ ഒരു ഇനിഷ്യലൈസ് ചെയ്യണം. മന്ത് എന്ന് പറഞ്ഞൊരു അറേനെ ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ സൈസ് 12 ആണ്. നമ്മൾ 12 മന്ത്സ് ആണ് ഒരു ഇയറിലുള്ളത്. അതിൻ്റെ മന്ത്സിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് അതിൽ ഇനിഷ്യലൈസ് ചെയ്യണം. സോ 31 ജനുവരി, 31 ഫെബ്രുവരി, 28 മാർച്ച്, 31 ഏപ്രിൽ, 30 മെയ്, 31 ജൂൺ, 30 ജൂലൈ, 31 ഓഗസ്റ്റ്, 31 സെപ്റ്റംബർ, 30 ഒക്ടോബർ, 31 നവംബർ, 30 ഡിസംബർ, 31. സോ 12 മന്ത്സിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് അതിൽ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. If you have not subscribed to our channel, please subscribe the channel and press the bell icon. Thank you. If birth date is greater than current birth month, then do not count this month. Add 30 to the date so as to subtract the date and get the remaining days. Suppose around date of birth 31/8/2005 ആണെന്ന് വിചാരിക്കാം. പിന്നെ കറണ്ട് ഡേറ്റ്, അതാണ് ഇപ്പോഴത്തെ ഡേറ്റ് 27/2021 ആണെന്ന് വിചാരിക്കാം. സോ ഈ എക്സാമ്പിൾ എന്താണ്, 31 is greater than 20 and 8 is greater than 7. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇഫ് ഒരു കണ്ടീഷനുണ്ട്. ഇഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഈസ് ഗ്രേറ്റർ ദെൻ കറണ്ട് ഡേറ്റ്, then current date equal to current date plus month, that is birth month minus 1. So birth month minus 1 എന്ന് പറഞ്ഞാൽ 31 plus 8 into 7, 8 minus 1, and current month equal to current month minus 1. സോ അപ്പോൾ എന്തായി, കറണ്ട് മന്ത് എന്ന് പറയുന്നത് 8 പകരം 7 ആയിട്ട് കൗണ്ട് ചെയ്യും. അതേ കണക്ക് തന്നെ ഇഫ് ബർത്ത് മന്ത് എക്സീഡ്സ് കറണ്ട് മന്ത്, then do not count this year and add 12 to the month so that we can subtract and find out the difference. So if the same തന്നെ, if birth month is greater than current month, then current year is equal to current year minus 1. സോ കറണ്ട് ഇയർ എന്ന് പറയുന്നത് 2020 പകരം 2021 പകരം 2020 എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സെയിം ഇത് തന്നെ സിറ്റുവേഷൻ തന്നെ നമ്മൾ അതേ കണക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. സോ ദറ്റ് ഈസ് കറണ്ട് ഇയർ ഈക്വൽ ടു കറണ്ട് ഇയർ മൈനസ് 1, കറണ്ട് മന്ത് ഈസ് ഈക്വൽ ടു കറണ്ട് മന്ത് പ്ലസ് 12. സോ ഇതിൽ കറണ്ട് മന്തിൽ 12 കൂടെ ആഡ് ചെയ്യും. കാൽക്കുലേഷൻ ഓഫ് ഡേറ്റ്, മന്ത് ആൻഡ് ഇയർ. സോ ഇൻറ്റ് കാൽക്കുലേറ്റഡ് ഡേറ്റ്. സോ കാൽക്കുലേറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഡേറ്റ് ആണ്. സോ കറണ്ട് ഡേറ്റ് മൈനസ് ബർത്ത് ഡേറ്റ്. സോ കറണ്ട് ഡേറ്റ് മൈനസ് ബർത്ത് ഡേറ്റ് ഇസ് ദ കാൽക്കുലേറ്റഡ് ഡേറ്റ്. ഇൻറ്റ് കാൽക്കുലേറ്റഡ് മന്ത് എന്ന് പറയുന്നത് കറണ്ട് മന്ത് മൈനസ് ബർത്ത് മന്ത്. കാൽക്കുലേറ്റഡ് ഇയർ എന്ന് പറയുന്നത് കറണ്ട് ഇയർ മൈനസ് ബർത്ത് ഇയർ. സോ പ്രിന്റിംഗ് ദ
Printing of the present age. Next, printf present age is slash new line percentage d years, percentage d months, and percentage d days. That is calculated year, calculated month, calculated date. So this function part. Next, main program. So this is function part. So we function part. Function to calculate current age. Okay, next main part. Main program to read the date, month, year of birth. So this main part details entry. So int main, integer birth date, integer birth month, integer birth year. Adinishesham current days, month, year. So that is integer current date equal to 7, integer current month equal to 7, integer current year equal to 2021. So we ഇതിൽ എന്താണ് ഇന്നത്തെ ഡേറ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ എന്താണോ ഇന്നത്തെ ഡേറ്റ് ഉള്ളത് അത് ചേഞ്ച് ചെയ്യാം. To read the date of birth in days as DD months, as MM, and years as YYYY. That is printf enter the date of birth with spaces as DD, MM, YYYY slash new line. Scanf percentage D, percentage D, percentage D, ampersand birth date, ampersand birth month, and ampersand birth year. So next നമ്മൾ function call to print age. So calculate age function calling. So ഇതെല്ലാം actual arguments ആണ്. Current date, current month, current year. അത് കണക്ക് birth date, birth month, birth year. So ഇതെല്ലാം actual arguments ആണ്. Written one. So ഇതോടുകൂടി main function complete ആണ്. So ഇത് ഇവിടുന്ന് ഇവിടം വരെ main function ആണ്. So നമ്മൾ program run ചെയ്യുമ്പോൾ enter the date of birth with spaces as DD, MM, YY, YY. So 12/10/2002 around date of birth ആയിരുന്നാൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 18 years 8 months and 26 days. So നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യും മുമ്പ് നമ്മൾ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഇന്നത്തെ ഡേറ്റ് കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കാണിക്കും. സോ നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്ത് പ്രോഗ്രാം കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാണ്. സോ ഇതിൽ നമ്മൾ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം 27/2021. സോ ഇത് റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ചോദിക്കുന്നു. സോ 31/8/1965. So percentage is 55 years 10 months and 20 days. So next program 11A ആണ്. What is the purpose of go to statement? Give an example. 4 marks. A go to statement in C programming provides an unconditional jump from the go to a labeled statement in the same function. Note, use of go to statements is highly discouraged in any programming language because it makes it difficult to trace the control flow of a program, making the program hard to understand and hard to modify. Any program that uses a go-to can be rewritten to avoid them. So ഇതിൻ്റെ syntax എന്ന് പറയുന്നത് the syntax of go-to statement is as follows. Go to label എന്നിട്ട് label statement. Here the label can be any plain text except C keyword, and it can be set anywhere in the C program above or below to the go to statement. അതിൻ്റെ ഫ്ലോ ഡയഗ്രാം ആണ്. ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത് സോ ലേബിൾ 1 സ്റ്റേറ്റ്മെൻറ്റ് 1
ലേബിൾ 2 സ്റ്റേറ്റ്മെൻറ്റ് 2, ലേബിൾ 3 സ്റ്റേറ്റ്മെൻറ്റ് 3. സോ നമ്മൾ ഗോ ടു ലേബിൾ ഏതാണോ കൊടുക്കുന്നത് ആ ലേബിളിലോട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ആവും. അടുത്തത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. ആക്സെപ്റ്റ്സ് ദ നമ്പർ ആൻഡ് റിവേഴ്സ് ഇറ്റ്. ഇത് റിവേഴ്സിങ് എ നമ്പർ യൂസിങ് ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് ഹെഡർ ഫയൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റീജർ മെയിൻ, എന്നിട്ട് ഇൻറ്റ് നമ്പർ റിവേഴ്സ് ഈക്വൽ ടു 0 ഡിജിറ്റ് temp underscore num. സോ എൻ്റർ എ നമ്പർ. സോ എൻ്റർ എ നമ്പർ എന്ന ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഫോർ എക്സാമ്പിൾ ഒരു 1 2 3 4 5 ആണെന്ന് വിചാരിക്കാം. ആ 1 2 3 4 5 എന്നുള്ള നമ്പർ ഇതിൻ്റെ അഡ്രസ്സിൽ സേവ് ആവും. അതിനുശേഷം ടെംപ് അണ്ടർസ്കോർ നമ്പറിൽ ഈ നമ്പറിൻ്റെ വാല്യൂ 1 2 3 4 5 എന്നുള്ളത് ടെംപ് അണ്ടർസ്കോർ നമ്പറിൽ കോപ്പി ചെയ്യും. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ലേബിളുണ്ട്. സോ സ്റ്റാർട്ട് എന്നുള്ള ലേബിളിൻ്റെ അവിടെ ഡിജിറ്റ് ഈക്വൽ ടു നമ്പർ മോഡുലസ് 10 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് ഡിജിറ്റ്. സോ ഈ നമ്പറിനെ റിവേഴ്സ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേരിയബിളാണ് റിവേഴ്സ് എന്നുള്ളത്. സോ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 നമ്പർ മോഡുലസ് 10 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിമൈൻഡർ വാല്യൂ കിട്ടും. സോ 1 2 3 4 5യുടെ മോഡുലസ് 10 ചെയ്യുമ്പോൾ റിമൈൻഡർ 5 ആയിട്ട് കിട്ടും. സോ അത് ഡിജിറ്റിൽ കോപ്പി ആവും. അടുത്തത് റിവേഴ്സ് ഇൻറ്റു 10 എന്ന് പറയുന്നത് റിവേഴ്സിൻ്റെ വാല്യൂ ഇപ്പോൾ തൽക്കാലം 0 ആണ്. സോ 0 ഇൻറ്റു 10 എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് ഡിജിറ്റിൻ്റെ വാല്യൂ 5 ആണ്. സോ 5 എന്നുള്ളത് റിവേഴ്സിൽ സേവ് ആവും. അടുത്തത് നമ്പർ ഈക്വൽ ടു നമ്പർ മോഡൽ ബൈ 10. സോ നമ്പർ ബൈ 10 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 കിട്ടും. സോ 1 2 3 4ൻ്റെ വാല്യൂ നമ്പറിൽ സേവ് ആവും. അതിനുശേഷം ഒരു ഇഫ് കണ്ടീഷനുണ്ട്. ഇഫ് കണ്ടീഷൻ 1 2 3 4 or number is greater than 0. So number greater than 0 ആണ്. 1 2 3 4 is greater than 0 ആയതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഗോ ടു സ്റ്റാർട്ട്. സോ ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ലേബിൾ ആയതുകൊണ്ട് സ്റ്റാർട്ടിലോട്ട് വീണ്ടും പോകും. സോ വീണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ആയിട്ട് നമ്പർ റിവേഴ്സ് ആവും. സോ നമ്പർ റിവേഴ്സ് ആയതിനു ശേഷം നമ്മൾ അവസാനം ചെക്ക് ചെയ്യുമ്പോൾ 0 is not greater than 0 എന്നുള്ള ഒരു കണ്ടീഷൻ വരും. സോ അപ്പോൾ ഇത് ഫാൾസ് ആവുമ്പോൾ നേരെ ഈ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വരും. സോ പ്രിന്റ് ഓഫ് ഇൻപുട്ട് നമ്പർ ഈക്വൽ ടു %5d/new line temp underscore number. സോ ഇതാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പർ ഇതാണെന്നുള്ളത് ആദ്യം പ്രിന്റ് ചെയ്യും. പിന്നെ റിവേഴ്സ് ചെയ്ത നമ്പർ ഇതാണ് 54321 ആണെന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. സോ ഇത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. സോ അതിൻ്റെ സിൻടാക്സും ചെറിയ എക്സ്പ്ലനേഷനും പിന്നെ അതിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രാം ഉണ്ട്, പിന്നെ എക്സാമ്പിൾ. 4 മാർക്സിന് ഇത് സഫീഷ്യൻ്റ് ആണ്. സോ അതിൻ്റെ ഔട്ട്പുട്ട് എക്സാമ്പിളാണ്. ഔട്ട്പുട്ട് എൻ്റർ ദ നമ്പർ എന്ന് ചോദിക്കുന്ന 1 2 3 4 5 എന്ന് എൻ്റർ ചെയ്യുന്നത്. സോ ഇൻപുട്ട് നമ്പർ ഈക്വൽ ടു 1 2 3 4 5, റിവേഴ്സ് നമ്പർ ഈസ് ഈക്വൽ ടു 54321. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. 11B ആണ് അടുത്ത ക്വസ്റ്റ്യൻ. Write a program to compute the sum of the series 1 plus x square plus x cube plus x to the power 4 and so on up to plus x to the power n. ഇതൊരു സീരീസ് ആണ്. സോ സീരീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് പ്രോഗ്രാം ഹെഡർ ഫയൽസ് ആണ്. stdio.h, conayo.h, math.h. ഇങ്ങനത്തെ കണ്ടിന്യൂസ് സീരീസ് വരുന്നതുകൊണ്ട് math.h യൂസ് ചെയ്യുന്നു. അടുത്തത് void main ഫംഗ്ഷൻ, എന്നിട്ട് ഇൻറ്റീജർ i, n. i എന്ന് പറയുന്ന ഇൻഡെക്സ് വേരിയബിൾ ആണ്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ് ആണ്. സോ 1 x സ്ക്വയർ x ക്യൂബ് x ടു ദ പവർ 4 എന്നൊക്കെ പറയുന്ന ഓരോരോ ടേംസ് ആണ്. സോ നമ്പർ ഓഫ് ടേംസ് നമ്മൾ കൂടുതൽ കൊടുത്താൽ x ടു ദ പവർ 5 അതേ കണക്ക് കൂടുതൽ വരും. സോ നമുക്ക് ഫ്ലോട്ട് x, സം ഈക്വൽ ടു 0. സോ ഇതിൻ്റെ സമ്മിൻ്റെ വാല്യൂ 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അത് കണക്ക് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കൊടുക്കാൻ വേണ്ടി എക്സും ഫ്ലോട്ടായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പ്രിന്റ് ഓഫ് എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് എൻ. സോ എക്സിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. സോ സ്കാൻ ഓഫ് %d %x %n. സോ എക്സിൻ്റെയും എന്നിൻ്റെയും വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടി
ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉള്ളത്. ഫോർ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദൻ ഓർ ഈക്വൽ ടു n, ഐ പ്ലസ് പ്ലസ്. സോ ഇതൊരു ഫോർ ലൂപ്പാണ്. സോ ഇൻഡെക്സ് വേരിയബിൾ അപ് ടു n ടേംസ് വരെ കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സം പ്ലസ് ഈക്വൽ ടു പവർ ഓഫ് എക്സ് കമ ഐ. സോ ഇൻഡെക്സ് വേരിയബിൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് ടു ദ പവർ 4 അങ്ങനെ പ്രോഗ്രസീവ് ആവുന്നതുകൊണ്ട് നമ്മൾ പവർ വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അത് സമ്മിലോട്ട് കോപ്പി ആവും. എന്നിട്ട് സമ്മിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. അടുത്തത് സമ്മിൻ്റെ വാല്യൂ പ്രിൻ്റ് ആവും. പ്രിൻ്റ് ഓഫ് സം ഓഫ് ദി സീരീസ് 1 പ്ലസ് എക്സ് പവർ 2 പ്ലസ് എക്സ് പവർ n ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് സം മൈനസ് എക്സ്. സോ ഇത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് n എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ 5ഉം എന്നിൻ്റെ വാല്യൂ 5ഉം എന്ന് കൊടുക്കുകയാണ്. സം ഓഫ് ദി സീരീസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ടു ദ പവർ 2 and so on up to x to the power n equal to 3901.0000. സോ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കിയാലും കോപ്പി ചെയ്ത് റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ്. സോ ഞാൻ സപ്പോസ് ഒരു എക്സിൻ്റെ വാല്യൂ 5 എന്ന് കൊടുത്തു, എന്നിൻ്റെ വാല്യൂ 5 എന്ന് കൊടുത്താൽ 3901 എന്ന് പറഞ്ഞ് കാണിക്കും. ദ സം ഓഫ് സീരീസ് ഈക്വൽ ടു 3901. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് സി ആണ്. സോ ഇതിൽ ഏതെങ്കിലും എനി 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. എനിവേ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യും. സോ 12A, വാട്ട് ആർ അറേസ്, ഹൗ ആർ ദി അഡ്വാൻറ്റേജസ് when compared with normal variables? Thank you for watching our channel. If you have not subscribed to our channel, please subscribe the channel and press the bell icon. Thank you. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12A ആണ്. What are arrays? How are they advantages when compared with normal variables? So ഇതിന് 4 marks ആണ്. So answer വായിക്കാം. Array can be defined as the ordered list of homogeneous data elements. So ഒരേ പേരിൻ്റെ അണ്ടറിൽ വരുന്ന ഒരേപോലത്തെ ഡേറ്റ ടൈപ്പുള്ള കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലുള്ള ഡേറ്റ എലിമെൻസിനെ അറേ എന്നാണ് വിളിക്കുന്നത്. എലിമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസ്. സോ എലിമെൻറ്റ്സ് എല്ലാം കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ആയിരിക്കുന്നത്. ഡിസ്ക്രൈബ്ഡ് ബൈ എ സിംഗിൾ നെയിം ഓർ ആൻ ഐഡൻറ്റിഫയർ. സോ ഈ എല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയബിൾസ് എല്ലാം കൂടെ ഒരൊറ്റ പേരിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അറേ ഈസ് ഓൾസോ കോൾഡ് എ സബ്സ്ക്രിപ്റ്റഡ് വേരിയബിൾ. സബ്സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രാക്കറ്റിനകത്ത് ഒരു നമ്പർ എഴുതുന്നതിന് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. സോ ഈ കേസിൽ അറേയുടെ സൈസ് 10 ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് അറേ നെയിംഡ് ഹൗസ് ഈസ് ഷോൺ ബിലോ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് അറേ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരുള്ള ഒരു അറേയുടെ ഒരു എക്സാമ്പിളാണ്. സോ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 ആണ്. സോ നമ്മൾ 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈസ് 6 ആണ്. സോ സിൻടാക്സ് ഫോർ ഡിക്ലെയറിങ് വൺ ഡൈമെൻഷണൽ അറേ. സോ വൺ ഡൈമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ആണിത്. ഫസ്റ്റ് ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ, ഫ്ലോട്ട്, ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അതിനുശേഷം അറേയുടെ നെയിം കൊടുക്കുന്ന, പിന്നെ അതിനുശേഷം അറേയുടെ സൈസ്. സോ ഈ സബ്സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ സൈസ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് നമ്പറാണ് കൊടുക്കേണ്ടിയിരിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്. സോ അറേ നെയിം എന്ന് പറയുന്നത് എനി നെയിം ഓഫ് ദി അറേ. നമ്മളിപ്പോൾ XYZ എന്ന് കൊടുക്കാം, അറേ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ABC എന്ന് കൊടുക്കാം. എന്താണ് അതിൻ്റെ ആ പ്രോഗ്രാമിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെയിമും കൊടുക്കുന്നു. അത് കണക്ക് സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ഡേറ്റ ടൈപ്പ്. സോ അറേയിൽ എത്രയാണ് ഡേറ്റ എലിമെൻറ്റ്സ് ഉള്ളത് അത് കൊടുക്കാം. അതൊരു സൈസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 10.5 അങ്ങനെ ഡെസിമൽ ആയിരിക്കരുത്, ഒരു കോൺസ്റ്റൻ്റ് നമ്പർ ആയിരിക്കണം. സോ ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റ് സ്റ്റുഡൻറ്റ് ഓഫ് 10, char name of 20, float ABC of 5, double P of 100. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് അറേസ്. സോ അറേയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
arrays represent multiple data items of same type using a single name. So ഈ അറേയിൽ 10 ഡേറ്റ ഐറ്റംസ് ഒരേ പേരുള്ള 10 ഡേറ്റ ഐറ്റംസ് നമ്മൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. In arrays, the elements can be accessed randomly by using the index number int a x+1. സോ നമുക്ക് അറേക്കകത്തുള്ള എലിമെൻസിനെ നമുക്ക് റാൻഡമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ. സോ നമ്മൾ അറേയുടെ ഇന്ന എലിമെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 4th എലിമെൻറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേ കണക്ക് 4th or 5th or എനി എലിമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യും. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഇൻറ്റ് എ ഓഫ് x+1. സോ x+1 എന്ന് പറയുന്ന അതിൻ്റെ ഇൻഡെക്സ് നമ്പറിനനുസരിച്ച് നമുക്ക് ഒരു അറേയിലുള്ള ഇന്ന എലിമെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അത് കണക്ക് വേറൊരു എക്സാമ്പിൾ ഇൻറ്റ് എ ഓഫ് i+1. സോ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് എക്സും ഐയും ഇൻഡെക്സ് നമ്പേഴ്സാണ്. Arrays allocate memory in contiguous memory locations for all its elements. സോ എല്ലാ എലിമെൻസിനും അതിനൊരു പ്രത്യേക continuous memory locations ഉണ്ട്. Hence there is no chance of extra memory being allocated in case of arrays. സോ ഇതിൽ നമ്മൾ അറേയുടെ സബ്സ്ക്രിപ്റ്റ് 10 ആണെന്ന് കൊടുത്താൽ ഇതിൽ കറക്റ്റ് 10 മെമ്മറി ലൊക്കേഷൻസോ അലൊക്കേറ്റ് ആവും. അതിൽ കൂടുതൽ മെമ്മറി അലൊക്കേറ്റ് ആവില്ല. അത് കണക്ക് മെമ്മറി വേസ്റ്റേജ് ആവും. ദിസ് അവോയ്ഡ്സ് മെമ്മറി ഓവർഫ്ലോ ഓർ ഷോർട്ടേജ് ഓഫ് മെമ്മറി ഇൻ അറേസ്. ഇതിനെ കൊണ്ട് മെമ്മറി ഷോർട്ടേജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേസ്റ്റേജ് ഓഫ് മെമ്മറി ആവില്ല. സോ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻറ്റ് എ ഓഫ് 10. So using arrays, other data structures like linked lists, stacks, queues, trees, graphs, etc. can be implemented. So നമുക്ക് array യൂസ് ചെയ്തിട്ട് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. 2-dimensional arrays are used to represent matrices. സോ നമുക്ക് മാട്രിക്സ് ഓപ്പറേഷനെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2-dimensional arrays യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇൻറ്റ് മാട്രിക്സ് 10 out of 10. Question number 12b ആണ്. Write a C program to find the product of 2 matrices. 6 marks ആണ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓൾമോസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. സോ ഇത് പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് നമ്മൾ ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നു. #include stdio.h, #include conio.h, #include math.h. സോ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് മൾട്ടിപ്ലൈ അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് math.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നു. സോ നമ്മൾ conio.h യൂസ് ചെയ്യുന്ന ക്ലിയർ സ്ക്രീൻ, get.ch എന്നൊക്കെ പറഞ്ഞുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് conio.h യൂസ് ചെയ്യുന്നു. stdio.h യൂസ് ചെയ്യുന്നത് നമ്മൾ printf, scanf അങ്ങനത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് stdio.h ഹെഡർ ഫയൽ യൂസ് ചെയ്യും. സോ ഫസ്റ്റ് പ്രോഗ്രാം ബിഗിനിങ് ഇൻറ്റീജർ മെയിൻ എന്ന് പറഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ്. പിന്നെ നമ്മൾ 2 മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഒരു മാട്രിക്സ് A of 10 of 10 എന്ന് കൊടുക്കുന്നു. അടുത്ത രണ്ടാമത്തെ മാട്രിക്സ് B of 10 of 10 എന്ന് കൊടുക്കുന്നു. ഈ A of 10 of 10ഉം B of 10 of 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി C of 10 of 10 എന്നുള്ള മൂന്നാമത്തെ ഒരു മാട്രിക്സ് അലൊക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നു. സോ നമ്മൾ എനി 1-dimensional array ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ മാട്രിക്സിന് വേണ്ടി 2 റോസിനും കോളംസിനും കൂടെ ആയിട്ട് 2 ഇൻഡെക്സ് വേരിയബിൾ ഐയും ജെയും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അത് കണക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് മാട്രിക്സിൻ്റെ റോയും സെക്കൻഡ് മാട്രിക്സിൻ്റെ കോളവും കൂടെ ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതിനുവേണ്ടി റോയിൽ ഫസ്റ്റ് മാട്രിക്സിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റും അത് കണക്ക് സെക്കൻഡ് മാട്രിക്സിൻ്റെ കോളത്തിലുള്ള ഫസ്റ്റ് എലിമെൻറ്റും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം ഫസ്റ്റ് മാട്രിക്സിലുള്ള സെക്കൻഡ് എലിമെൻറ്റും സെക്കൻഡ് മാട്രിക്സിൻ്റെ കോളത്തിലുള്ള സെക്കൻഡ് എലിമെൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതെല്ലാം കൂടെ ആഡ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ മൂന്നാമത്തെ ഒരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യുന്നു. അതിനെ K എന്ന് വിളിക്കുന്നു. സോ ഫസ്റ്റ് മാട്രിക്സിൻ്റെ റോയിന് റോ 1 എന്ന് പറയും, സെക്കൻഡ് മാട്രിക്സിൻ്റെ റോയിന് റോ 2 എന്ന് പറയും. അതാണെങ്കിൽ ഫസ്റ്റ് മാട്രിക്സിൻ്റെ കോളത്തിന് കോളം 1 എന്നും പറയും, സെക്കൻഡ് മാട്രിക്സിൻ്റെ കോളത്തിന് കോളം 2 എന്നും പറയും. ഇത് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് മാട്രിക്സ് എ. സോ മാട്രിക്സ് എയുടെ റോസും കോളംസും നമ്മൾ എൻ്റർ ചെയ്യുന്നത് അത്
അഡ്രസ് ഓഫ് റോ 1 കോളം 1 സേവ് ആവും. സോ നമ്മൾ ഇൻറ്റീജർ ടൈപ്പ് ഇതായതുകൊണ്ട് %d എന്നുള്ള ഇത് കൊടുക്കുന്നത്. സോ ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മുടെ ഓർഡർ ഓഫ് ദി മാട്രിക്സ്, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ 3x3 എന്ന് എൻ്റർ ചെയ്താൽ റോ 1 ഒരു 3 സേവ് ആവും, കോളം 1 ഒരു 3 സേവ് ആവും അതിൻ്റെ അഡ്രസ്സിൽ. അടുത്തത് പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് മാട്രിക്സ് പി. സോ സെക്കൻഡ് മാട്രിക്സിൻ്റെ ഓർഡർ എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കാണിക്കുകയാണ്. സോ നമ്മൾ റോ 2യുടെ ഇതിൽ അഡ്രസ്സിലും കോളം 2യുടെ അഡ്രസ്സിലും അതിൻ്റെ ഓർഡർ എൻ്റർ ചെയ്യുന്നു. അടുത്തത് നമ്മളൊരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് കണ്ടീഷൻ. ഫസ്റ്റ് മാട്രിക്സിൻ്റെ കോളം ഈസ് ഇഫ് ദ ഫസ്റ്റ് കോളം 1 ഓഫ് ഫസ്റ്റ് മാട്രിക്സ് ഈസ് നോട്ട് ഈക്വൽ ടു റോ 2 ഓഫ് ദി സെക്കൻഡ് മാട്രിക്സ്, പ്രിന്റ് ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാട്രിക്സസ് ഈസ് നോട്ട് പോസിബിൾ. സോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 2x2 മാട്രിക്സ്, അത് ഫസ്റ്റ് മാട്രിക്സ് എന് 2x2 മാട്രിക്സ് എന്ന് കൊടുത്തിരിക്കുന്ന ഓർഡർ, അത് കണക്ക് സെക്കൻഡ് മാട്രിക്സിന് ഒരു 3x3 ഓർഡർ എന്ന് കൊടുത്താൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതിനുശേഷം സോ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്, സോ ഇഫ് കോളം 1 ഈസ് ഈക്വൽ ടു റോ 2 ആണെന്ന് വിചാരിച്ചാലും അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ് എൻ്റർ ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് എ. ഫസ്റ്റ് മാട്രിക്സിന്റെ എലിമെന്റ്സ് എൻ്റർ ചെയ്യാൻ ചോദിക്കും. സോ നമ്മൾ മാട്രിക്സിന്റെ എലിമെന്റ്സ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് എല്ലാ സ്ഥലത്തും കൊടുക്കും. For I equal to 0, I less than row 1, I plus plus. For j equal to 0, j less than column 1, j plus plus. സോ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 1 by 1 9 എലിമെന്റ്സ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു 3x3 മാട്രിക്സ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 3x3 9 എലിമെന്റ്സിനെയും എൻ്റർ ചെയ്യാൻ വേണ്ടി ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഹെൽപ്പ് ആവും. സോ ഇത് നമ്മൾ ആംപർസെന്റ് I of j എന്നുള്ള അഡ്രസ്സിനകത്ത് 9 എലിമെന്റ്സും അല്ലെങ്കിൽ എത്ര എലിമെന്റ്സ് ആണോ ഉള്ളത് അത്രയും എലിമെന്റ്സ് അതിനകത്ത് റൈറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതെല്ലാം റീഡ് ആവും. സോ സ്കാൻഎഫിൽ എല്ലാം റീഡ് ചെയ്യും. സോ അടുത്തത് പ്രിന്റ് ഓഫ് എൻ്റർ ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് പി. അതേപോലെ തന്നെ നമ്മൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ I equal to 0, I less than row 2, I plus plus. അതേ കണക്ക് ഫോർ j equal to 0, j less than column 2, j plus plus. സോ ഇതൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യും. സ്കാൻ ഓഫ് %d ആംപർസെന്റ് b of i. സോ b of iയുടെ അഡ്രസ്സിനകത്ത് നമ്മൾ സെക്കൻഡ് മാട്രിക്സിന്റെ എല്ലാ എലിമെന്റ്സും റീഡ് ആവും. അടുത്തത് നമ്മൾ എൻട്രി ചെയ്ത മാട്രിക്സിനെ ഒരു തവണ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് കണക്ക് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് മാട്രിക്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. For I equal to 0, I less than 1, I less than row 1, I plus plus. For j equal to 0, j less than column 1, j plus plus. സോ നമ്മൾ പ്രിന്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ഓഫ് /t %d e of I of j. സോ ഈ /t എന്ന് കൊടുക്കുന്നത് ടാബ് സ്പേസ് ആണ്. സോ നമ്മൾ ഒരു എലിമെന്റിൽ നിന്ന് ഇനി ഒരു എലിമെന്റിലേക്ക് കുറച്ച് ഗ്യാപ്പ് വിടാൻ വേണ്ടിയാണ് /tab കൊടുക്കുന്നത്. അതേ കണക്ക് ഇവിടെ തൊട്ട് താഴെ ഒരു പ്രിന്റ് ഓഫ് ന്യൂ ലൈൻ എന്ന് കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് മാട്രിക്സ് നമ്മൾ എൻ്റർ ചെയ്തതിനു ശേഷം ഒരു ന്യൂ ലൈൻ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് മാട്രിക്സിന്റെ റോയും ഡിസ്പ്ലേ ആവും. സോ അതേ കണക്ക് തന്നെ നമുക്ക് സെക്കൻഡ് മാട്രിക്സിന്റെ എലിമെന്റ്സിനെയും പ്രിന്റ് ചെയ്യാൻ സാധിക്കും. സോ അതിനുവേണ്ടി ഫോർ I equal to 0, I less than row 2, I plus plus. For j equal to 0, j less than column 2, j plus plus. അതിനുശേഷം പ്രിന്റ് ഓഫ് /t %d b of I of j. സോ സെക്കൻഡ് മാട്രിക്സ് നമ്മൾ ഇതേപോലെ തന്നെ /tabഉം ന്യൂ ലൈനും കൊടുത്ത് സെക്കൻഡ് മാട്രിക്സിലുള്ള എലിമെന്റ് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതിനുശേഷം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നു. സോ അതിനുവേണ്ടി നമ്മൾ ഫോർ I equal to 0, I less than row 2, I plus plus. For j equal to 0, j less than column 2, j plus plus. സോ ഇത് നമ്മൾ ഫസ്റ്റ് മാട്രിക്സും സെക്കൻഡ് മാട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് മാട്രിക്സിൻ്റെ ഓർഡർ I equal to 0, I less than row 2, I plus plus. j equal to 0, j less than column 2, j plus plus. അതിനുശേഷം നമ്മൾ തേർഡ് മാട്രിക്സിന്റെ വാല്യൂ 0ക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. C of I of j equal to 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്യണം. അതിനുശേഷം ഫോർ k equal to 0, k less than row 2, k plus plus. സോ നമ്മൾ മൂന്നാമത് ഒരു ഇൻഡെക്സ് വേരിയബിൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മാട്രിക്സിന്റെ റോയും സെക്കൻഡ് മാട്രിക്സിന്റെ കോളവും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലുള്ള എലിമെന്റ്സിനെ നമ്മൾ റോയിലുള്ള എലിമെന്റ്സിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു എലിമെന്റിന്റെ വാല്യൂ ആയിട്ട് സേവ് ചെയ്യും. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് C of I of j equal to C of I of j plus A of I of k, B of k of j. സോ ഈ ഫോർമുല വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുല നമ്മൾ എഴുതുന്നതിന് തന്നെ
ഒരു സർട്ടൻ പോർഷൻ ഓഫ് ദി മാർക്സ് അലോക്കേറ്റ് ആവുന്നതാണ്. നെക്സ്റ്റ് ഇത് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം പ്രിന്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് മാട്രിക്സ് ഈസ് എ ഇൻറ്റു ബി ഈസ് സ്ലാഷ് ന്യൂ ലൈൻ. സോ നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാട്രിക്സിൻ്റെ പ്രോഡക്റ്റ് കിട്ടും. അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റും പിന്നെ ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദൻ റോ 1, ഐ പ്ലസ് പ്ലസ് പ്രിന്റ് ഓഫ് സ്ലാഷ് ന്യൂ ലൈൻ. ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദൻ കോളം 2, ജെ പ്ലസ് പ്ലസ്. അതിനുശേഷം നമ്മൾ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് സി ഓഫ് ഐ ഓഫ് ജെ പ്രിന്റ് ചെയ്യുന്നു റിസൾട്ടന്റ് മാട്രിക്സ്. അതിനുശേഷം ഗെറ്റ് ക്യാരക്ടർ. സോ ഫോർ ഇതൊരു എക്സാമ്പിൾ ഔട്ട്പുട്ട് കാണിക്കുകയാണ്. എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് മാട്രിക്സ് എന്ന് ചോദിക്കുമ്പോൾ 3x3 കൊടുക്കുന്നു. എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് മാട്രിക്സ് ബി എന്ന് ചോദിക്കുമ്പോൾ 3x3 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് എ എന്ന് ചോദിക്കുമ്പോൾ എൻ്റർ ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് എന്ന് ചോദിക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 എന്ന് കൊടുക്കുന്നു. അത് കണക്ക് എൻ്റർ ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് ബി എന്ന് ചോദിക്കുമ്പോൾ 9 8 7 6 5 4 3 2 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഈ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് എ ഈസ് ഫസ്റ്റ് എലിമെന്റ് മാട്രിക്സിന്റെ എലിമെന്റ്സ് എല്ലാം പ്രിന്റ് ചെയ്ത് കാണിക്കും. അത് കണക്ക് എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് ബി ഈസ് സെക്കൻഡ് മാട്രിക്സിന്റെ എലിമെന്റ്സ് എല്ലാം പ്രിന്റ് ചെയ്ത് കാണിക്കും. പ്രോഡക്റ്റ് ഓഫ് മാട്രിക്സ് സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഈസ് എന്ന് കാണിച്ചിട്ട് അതിന്റെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുന്നു. സോ ഇത് enter the rows and columns of matrix A. So 3 space 3 എന്ന് കൊടുക്കുന്നു. rows and columns of matrix B എന്ന് ചോദിക്കുമ്പോൾ അതിനും 3 space 3 എന്ന് കൊടുക്കുന്നു. elements of matrix A എന്ന് ചോദിക്കുമ്പോൾ 2 3 2 3 2 3 5 6 5. അടുത്തത് സെക്കൻഡ് മാട്രിക്സ് 8 4 6 3 5 7 9 5 2. സോ ഇങ്ങനെ ഒരു റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് എ ഈസ് എന്ന് പറഞ്ഞ് മാട്രിക്സ് എയുടെ വാല്യൂസ് എല്ലാം പ്രിന്റ് ചെയ്യും. അതാണ് എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് ബി ഈസ് എന്ന് കാണിച്ചിട്ട് മാട്രിക്സ് ബിയുടെ വാല്യൂസ് എല്ലാം പ്രിന്റ് ചെയ്യും. അതിനുശേഷം ദ പ്രോഡക്റ്റ് ഓഫ് മാട്രിക്സ് സി ഈസ് എ ഇൻറ്റു ബി ഈസ് 43. സോ ഇത് അതിൻ്റെ റിസൾട്ടന്റ് മാട്രിക്സ് പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ ഇത് 12th ക്വസ്റ്റ്യൻ ആണ്, 12th ബി ആണ്. Next question 13A ആണ്. Write a C program to count the number of words, vowels and consonants in a sentence entered by the user. So നമ്മൾ സാധാരണ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സിന് നമ്മൾ വേർഡ്സ് എന്ന് പറയും. അത് കണക്ക് വോവൽസ് എന്ന് പറയുന്നത് AEIOU എന്ന് പറയുന്നത് വോവൽസ് ആണ്. അത് കണക്ക് കോൺസണൻസ് എന്ന് പറഞ്ഞാൽ വോവൽസ് അല്ലാത്ത ആൽഫബറ്റ്സിനെ നമ്മൾ കോൺസണൻസ് എന്ന് വിളിക്കും. സോ പ്രോഗ്രാമിലേക്ക് പോകാം. #include string.h, #include conayo.studio.h, #include conayo.h. ഇത് മൂന്നും ഹെഡർ ഫയൽസ് ആണ്. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ, പിന്നെ എസ് ഓഫ് 1000 ക്യാരക്ടർ ടൈപ്പ് വേരിയബിൾ. സോ ഇതിന് നമ്മൾ മാക്സിമം ഓഫ് 1000 ആൽഫബറ്റ്സ് ഉള്ള ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അത് കണക്ക് നമ്മൾ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻഡെക്സ് വേരിയബിൾ,
വോവൽസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. കോൺസണൻസ് ഈക്വൽ ടു 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. വേർഡ് ഈക്വൽ ടു 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അത് കണക്ക് ലൈൻ ഈക്വൽ ടു 0 എന്നും ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രോഗ്രാമിൽ ലൈൻ ചോദിച്ചിട്ടില്ല. ഇനിവേ നമുക്ക് വേണ്ടത് വോവൽസ്, കോൺസണൻസ്, വേർഡ്. സോ printf enter the string terminated with escape /new line. സോ ഇതൊരു ഔട്ട്പുട്ട് സെൻറ്റൻസ് ആണ്. നമ്മൾ എൻ്റർ ചെയ്യുന്ന വേർഡ്സ് എല്ലാം റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കാൻ ഓഫ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. പെർസെൻറ്റേജ് in brackets, in square brackets, caret symbol, escape, close square bracket, close inverted comma, yes. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന സെൻറ്റൻസ് റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അതിനുശേഷം ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പിൽ ഫോർ i ഈക്വൽ ടു 0 എസ് ഓഫ് i പ്ലസ് പ്ലസ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സെൻറ്റൻസ് ആ ഫോർ ലൂപ്പിനകത്ത് റീഡാവും. അതിനുശേഷം ഇഫ് എസ് ഓഫ് i ഈക്വൽ ടു /new line. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന സെൻറ്റൻസ് നെക്സ്റ്റ് ലൈനിലോട്ട് പോവുകയാണെങ്കിൽ ലൈനിൻ്റെ വാല്യൂ പ്ലസ് പ്ലസ് ആവും, ലൈൻ ഇൻക്രിമെൻ്റ് ആവും. If s of I is greater than or equal to 65 and s of I lesser than or equal to 90. So ഇത് ക്യാപിറ്റൽ A to Z ൻ്റെ ആസ്കി റേഞ്ച് ആണ്. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. സോ നമ്മൾ ഓരോരോ ആൽഫബറ്റിന് ഓരോരോ ആസ്കി കോഡുണ്ട്. ക്യാപിറ്റൽ എന് 65, അത് കണക്ക് സ്മോൾ എക്ക് 97. സോ ഈ റേഞ്ചിൽ വരുന്ന ആൽഫബറ്റ്സിനെല്ലാം ആണെങ്കിൽ അതിനെ നമ്മൾ അതൊരു ഇഫ് കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. ഇഫ് എസ് ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 65 ആൻഡ് എസ് ഓഫ് ഐ ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു 90 ഓർ എസ് ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 97 ആൻഡ് എസ് ഓഫ് ഐ ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു 122. സോ ആസ്കി ക്യാരക്ടർ റേഞ്ച് ഫോർ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് സ്മോൾ ലെറ്റേഴ്സ്. പിന്നെ വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. എസ് ഓഫ് ഐ ഈക്വൽ ടു എ ഓർ എസ് ഓഫ് ഐ ഈക്വൽ ടു ഇ, എസ് ഓഫ് ഐ ഈക്വൽ ടു ഐ, എസ് ഓഫ് ഐ ഓർ എസ് ഓഫ് ഐ ഈക്വൽ ടു ഒ or s of I equal to u, or capital A, capital E, capital I, capital O, capital U. So ഇതെല്ലാം ആണെങ്കിൽ വോവൽസ് പ്ലസ് പ്ലസ് ചെയ്യും, വോവൽസിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഇതിലൊന്നും അല്ലെങ്കിൽ കോൺസണൻസിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് എൽസ് വേർഡിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. നമുക്ക് വേർഡ്സിൻ്റെയും കോൺസണൻസിൻ്റെയും വേർഡ്സിൻ്റെയും ലൈൻസിൻ്റെയും കൗണ്ട്സ് കിട്ടും. സോ അതിനുശേഷം printf vowels equal to %d/new line vowels, consonants equal to %d/new line consonants, words equal to %d/new line word. അത് കണക്ക് printf lines equal to %d/new line line. സോ അതിനുശേഷം ഗെറ്റ് ക്യാരക്ടർ ക്ലോസ്. സോ ഇതാണ് പ്രോഗ്രാം വർക്കിംഗ്. സോ നമുക്ക് പ്രോഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്യാം. സോ ഇത് നമുക്ക് കോപ്പി ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഒരു 2 ലൈൻസ് ഓഫ് എന്തെങ്കിലും സെൻറ്റൻസ് ടൈപ്പ് ചെയ്യണം. Exercising is very beneficial for our body. Next line, we must do exercise at least once every 2 days. Also, we must have hygienic food. So 3 lines എഴുതി എന്നിട്ട് എസ്കേപ്പ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് വോവൽസ് ഈക്വൽ ടു 40, കോൺസണൻസ് ഈക്വൽ ടു 58, വേർഡ്സ് ഈക്വൽ ടു 23, ലൈൻസ് ഈക്വൽ ടു 3 എന്ന് ഡിസ്പ്ലേ ചെയ്താണ്. സോ ഇതാണ് നമ്മൾ പ്രോഗ്രാം ടു count the number of vowels, number of consonants and words in a sentence. Thank you for watching our channel. If you have not subscribed to our channel, please subscribe the channel and press the bell icon. Thank you.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13B ആണ്. യൂസിങ് എ ഫംഗ്ഷൻ റൈറ്റ് എ C program to find the binary equivalent of an integer. സോ ഒരു ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ നമ്മൾ എനി നമ്പർ വിച്ച് ഡസ് നോട്ട് ഹാവ് എ ഡെസിമൽ പോയിന്റ്. സോ അതിന് നമ്മൾ 1 to 100 ആയിരിക്കാം, അല്ലെങ്കിൽ 1 to 15 ആയിരിക്കാം. സോ ഇതെല്ലാം നമ്മൾ ഇൻറ്റീജർ എന്ന് പറയും. സോ ഇതിനെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറി എന്ന് പറഞ്ഞാൽ വൺസ് ആൻഡ് സീറോസ്. സോ ഇൻറ്റീജർ നമ്പർ റിപ്രസെൻറ്റഡ് ബൈ വൺസ് ആൻഡ് സീറോസ് ഈസ് ദ ബൈനറി ഈക്വിവാലന്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 7ന്റെ ബൈനറി ഈക്വിവലന്റ് എന്ന് പറയുന്നത് 111 ആണ്. അത് കണക്ക് 5ന്റെ ബൈനറി ഈക്വിവലന്റ് എന്ന് പറയുന്നത് 101 ആണ്. അത് കണക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 10ന്റെ ബൈനറി ഈക്വിവലന്റ് എന്ന് പറയുന്നത് 1010 ആണ്. സോ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആണ് ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. സോ ഈ പ്രോഗ്രാമിൽ സെയിം ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് stdlib.h, ഇൻറ്റീജർ മെയിൻ ഫംഗ്ഷൻ. സോ മുകളിലത്തെ രണ്ടും ഹെഡർ ഫയൽസ് ആണ്. സോ അതിനുശേഷം ഇൻറ്റീജർ നെയിം, അറേ A of 10. സോ നമ്മൾ ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അറേ ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം n എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. സോ ഏത് നമ്പറാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ബൈനറി നമ്പറിനെ നമ്മൾ ഒരു റേഞ്ചിൽ എടുക്കാൻ വേണ്ടിയാണ് ഈ A of 10, അറേ ഓഫ് 10 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. സോ n എന്ന് പറയുന്നത് നമ്മളെ ഇൻപുട്ട് നമ്പറാണ്. I എന്ന് പറയുന്നത് ഇൻഡെക്സ് വേരിയബിളാണ്. സോ നമ്പർ ബൈനറിയിൽ നമ്മൾ ഒരു ബിറ്റ് വൈസ് ആയിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. printf enter the number to convert. സോ ഇതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ scanf %d %n സ്റ്റോർ ആവും. എന്നിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ സ്റ്റോർ ആവും. അതിനുശേഷം ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ i equal to 0, n greater than 0, i++. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ 15 ആണെന്ന് വിചാരിക്കാം. സോ ഇത് ഫോർ ദ സേക്ക് ഓഫ് എക്സാമ്പിൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ 15 ആണെന്ന് വിചാരിക്കാം. സോ ഈ ഫോർ ലൂപ്പിൽ നമ്മൾ 15 എൻ്റർ ചെയ്യുമ്പോൾ A of i equal to n മോഡുലസ് 2. സോ n മോഡുലസ് 2 എന്ന് പറഞ്ഞാൽ 15 മോഡുലസ് 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 15 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് അതിൽ കിട്ടുന്ന റിമൈൻഡർ ആണ്. സോ 1 ആണ് കിട്ടുന്നത്. സോ ഈ 1 എന്ന് പറയുന്നത് A of iയിൽ അസൈൻ ആണ്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് n ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 2. സോ n ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 2ൽ എന്താവെന്ന് വെച്ചാൽ നമ്മൾ ദറ്റ് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 2. സോ 15 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 7 ആണ്. സോ എന്നിൻ്റെ പുതിയ വാല്യൂ 7 ആണ്. 7 എന്നിൽ അസൈൻ ആകുമ്പോൾ നെക്സ്റ്റ് ഐറ്ററേഷനിൽ എന്താവും 7 മോഡുലസ് 2. സോ നെക്സ്റ്റ് ഐറ്ററേഷനിൽ വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ 7. സോ 7 വരുമ്പോൾ 7 മോഡുലസ് 2 ആകുമ്പോൾ വീണ്ടും 1 തന്നെ കിട്ടും. 7 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 7 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 3 ആയിട്ട് കിട്ടും. സോ 3 പുതിയ എന്നിൻ്റെ വാല്യൂ 3 ആയി. സോ അതേ കണക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്നിൻ്റെ വാല്യൂ 3 ആണ്. സോ എന്നിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ 3 മോഡുലസ് 2 ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 1 തന്നെ കിട്ടും. സോ n is equal to 3 divided by 2, that is 3 divided by 2 equal to 1. സോ എന്നിൻ്റെ പുതിയ വാല്യൂ 1 ആണ്. സോ നെക്സ്റ്റ് ഐറ്ററേഷനിൽ നമുക്ക് വീണ്ടും 1 തന്നെ കിട്ടും. സോ 1. സോ 15 നമ്മൾ 4 ഐറ്ററേഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെ 1 ആയിട്ട് കിട്ടും. സോ അതിന് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് ബൈനറി ഓഫ് ദ ഗിവൺ നമ്പർ ഇസ് for I equal to 1 minus I minus 1, I greater than or equal to 0, I minus minus. സോ നമ്മൾ ഇങ്ങോട്ട് ഇവിടുന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അയക്കുന്ന നമ്പേഴ്സ് എല്ലാം ഇതിലോട്ട് ചെക്ക് ചെയ്യും. സോ 1 ഈക്വൽ ടു I minus 1 ചെക്ക് ചെയ്തിട്ട് I greater than or equal to 0, I minus minus. സോ ഈ ഫോർ ലൂപ്പ് എന്തിനു കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബൈനറി നമ്പേഴ്സ് എല്ലാം വൺസ് ആൻഡ് സീറോസിലാണ് വർക്ക് ആവുന്നത്. സോ എല്ലാം ബൈനറി വൺസ് ആൻഡ് സീറോസ് ആണോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കൺവേർട്ട് ചെയ്ത ബൈനറി ഡിജിറ്റ്സ് ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വഴി പ്രിന്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം എൻഡ് ചെയ്യും. സോ ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്.
സോ ഇതാണ് പ്രോഗ്രാം. സോ നമ്മൾ ഈ കോമന്റിൽ വെച്ചിരിക്കുന്നത് അത് വർക്കാവില്ല, പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ആവാതിരിക്കാൻ വേണ്ടിയാണ്. സോ ഇത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, റിക്വയർമെന്റ് ഇല്ല. സോ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ നമ്പർ ടു കൺവേർട്ട് എന്ന് ചോദിക്കുന്നത്. ഞാൻ 15 കൊടുക്കുമ്പോൾ ബൈനറി ഓഫ് എ ഗിവൺ നമ്പർ ഇസ് 1111 എന്ന് പറഞ്ഞ് കാണിക്കുന്നു. വീണ്ടും ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ ടു കൺവേർട്ട് 7 എന്ന് കൊടുക്കുകയാണ്. 7 എന്ന് കൊടുക്കുമ്പോൾ 111 എന്ന് പറഞ്ഞ് കാണിക്കും. സോ ഇതാണ് ബൈനറി ഓഫ് എ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14A ആണ്. ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റോറേജ് ക്ലാസ് ഇൻ സി. സോ there are 4 different storage classes specification in C: automatic, external, static, and register. They are identified by the keywords auto, extern, static, and register respectively. The storage class associated with a variable is sometimes defined by the location of the variable declaration within the program. In other situations, however, the keyword that specifies a particular storage class must be placed at the beginning of the variable declarations. കീവേഡ് നമ്മൾ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യും മുമ്പേ നമ്മൾ ഏത് ടൈപ്പ് സ്റ്റോറേജ് ക്ലാസ് ആണെന്ന് മെൻഷൻ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഓട്ടോമാറ്റിക് വേരിയബിൾസ്. ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഏതെങ്കിലും ഫംഗ്ഷനിലായിരിക്കാം അല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാമിലായിരിക്കാം. പക്ഷെ അതിൻ്റെ സ്കോപ്പും ലൈഫ് ടൈമും ആ പർട്ടിക്കുലർ ഫംഗ്ഷനിലും അത് കണക്ക് ആ മെയിൻ പ്രോഗ്രാമിലും മാത്രമായിരിക്കും. സോ ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആർ ഓൾവേസ് ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ആൻഡ് ആർ ലോക്കൽ ടു ദ ഫംഗ്ഷൻ ഇൻ വിച്ച് ദേ ആർ ഡിക്ലെയർഡ്. That is, their scope is confined to that function. Automatic variables defined in different functions will therefore be independent of one another, even though they may have the same name. So automatic variable എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിഫറെൻറ്റ് ഫങ്ഷൻസിൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ഫങ്ഷൻസിന് മാത്രം അതിൻ്റെ സ്കോപ്പ് കാണും. സോ അതിനും വേറെ ഫങ്ഷനിലുള്ള സെയിം വേരിയബിൾ നെയിം ആണെങ്കിലും അതിന് രണ്ടിനും ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. Any variable declared within a function is interpreted as an automatic variable unless a different storage class specification is shown in the declaration. So നമ്മൾ ഏത് വേരിയബിൾ ആയാലും നമ്മൾ ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനെ ഓട്ടോമാറ്റിക് വേരിയബിൾ എന്നായിരിക്കും കരുതിയിരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ നമ്മൾ വേറെ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ എക്സ്റ്റേൺ അല്ലെങ്കിൽ സ്റ്റാറ്റിക് എന്നോ അല്ലെങ്കിൽ ഗ്ലോബൽ എന്നോ നമ്മൾ മെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. സോ ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഓഫ് ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഓട്ടോ ഇൻറ്റ് എൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. സോ ഇത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. ഇത് മെയിൻ ഫംഗ്ഷനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. സോ എന്നിൻ്റെ വാല്യൂ മെയിൻ ഫംഗ്ഷനിൽ മാത്രം സ്കോപ്പ് ഉള്ളതായിരിക്കും. സോ നമ്മൾ എന്നിൻ്റെ വാല്യൂ പുറത്തോട്ട് മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ ആ എന്നിൻ്റെ മീനിങ് ചേഞ്ച് ആവും. സോ അതുകണക്ക് ഈ ഫംഗ്ഷനകത്ത് നമ്മൾ ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഈ ഐയുടെ വാല്യൂ ഈ ഫംഗ്ഷനകത്ത് മാത്രം സ്കോപ്പ് ഉള്ളൂ. സോ അത് പുറത്തു പോകുമ്പോൾ ഐയുടെ വാല്യൂ വേറെ മീനിങ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവും. സോ ഇതാണ് ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസിൻ്റെ എക്സാമ്പിൾ. അടുത്തത് എക്സ്റ്റേണൽ ഓർ ഗ്ലോബൽ വേരിയബിൾ. External variables, in contrast to automatic variables, are not confined to single functions. Their scope extends from the point of definition through the remainder of the program. Hence, they usually span 2 or more functions and often an entire program. They are often referred as global variables. Since external variables are recognized globally, they can be accessed from any function that falls within their scope. They retain their assigned values within this scope. Therefore, an external variable can be assigned a value within one function, and this value can be used by accessing the external variable within another function. The use of external variables provides a convenient mechanism for transferring information back and forth between functions.
സോ എക്സ്റ്റേണൽ വേരിയബിളിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ വേരിയബിളിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് വേരിയബിളിൻ്റെ റിവേഴ്സാണ്. ഓട്ടോമാറ്റിക് വേരിയബിൾ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിലോ അതിൻ്റെ സ്കോപ്പ് കാണും. പക്ഷേ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് വൺസ് നമ്മൾ മെയിൻ പ്രോഗ്രാമിൻ്റെ മുകളിൽ ഡിക്ലെയർ ചെയ്താൽ അതിൻ്റെ സ്കോപ്പ് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം എല്ലാ ഫങ്ഷൻസിലും സെയിം മീനിങ് തന്നെ ആയിരിക്കും. അത് throughout the program in all the functions, the meaning will not change. So it will have the same scope and meaning throughout the entire program. So ഇതിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഓർ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇത്. ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ ഡോട്ട് എച്ചിന് ശേഷം നമ്മൾ ഇൻറ്റ് സം ഈക്വൾ ടു 0 എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്, ലൈൻസ് ഈക്വൾ ടു 0 എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഇത് നമ്മൾ ഈ മെയിൻ ഫംഗ്ഷൻ്റെ മുകളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇത് ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് കൺസിഡർ ആവും. സോ നമ്മൾ ത്രൂ ഔട്ട് ദി പ്രോഗ്രാംസ് ആൻഡ് ഫംഗ്ഷൻ, മെയിൻ പ്രോഗ്രാം ആൻഡ് ഫംഗ്ഷൻ, ഈ സമ്മിനും ലൈനിനും സെയിം മീനിങ് ആയിരിക്കും. അടുത്തത് സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. സ്റ്റാറ്റിക് വേരിയബിളും ഓട്ടോമാറ്റിക് വേരിയബിളിനെ പോലത്തെ ഒരു സ്റ്റോറേജ് ക്ലാസ് ആണ്. എന്ന് പറഞ്ഞാൽ ആ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് മെയിൻ പ്രോഗ്രാം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫംഗ്ഷനിൽ മാത്രം അതിൻ്റെ സ്കോപ്പ് ഉണ്ടായിരിക്കും. അത് ഫംഗ്ഷന് വെളിയിൽ പോയാൽ ഇതിൻ്റെ നെയിം ചേഞ്ച് ആവും, നെയിമും അതിൻ്റെ മീനിങ്ങും ചേഞ്ച് ആവും. സോ പിന്നെ വേറൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. നമ്മളൊരു സ്റ്റാറ്റിക് വേരിയബിളിൽ ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മൾ അസൈൻ ചെയ്താൽ ആ പ്രോഗ്രാം എക്സിറ്റ് ആയിട്ട് റീ എൻട്രി ആയാലും അതിൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ സ്റ്റാറ്റിക് ആയിരിക്കും. So in a single file program, static variables are defined within individual functions and therefore have the same scope as automatic variables. That is, they are local to the functions in which they are defined. Unlike automatic variables, however, static variables retain their value throughout the life of the program. Thus, if a function is excited and then re-entered at a later time, the static variables defined within that function will retain their former values. This feature allows functions to retain information permanently throughout the execution of a program. Static variables are defined within a function in the same manner as automatic variables, except that the variable declaration must begin with the static storage class designation. Static variables can be utilized within the function in the same manner as other variables. They cannot, however, be accessed outside their defining function. So, നമ്മൾ സ്റ്റാറ്റിക് വേരിയബിളിന് നമ്മൾ ഗ്ലോബലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് വേരിയബിളിന് ഉള്ള സ്കോപ്പ് either മെയിൻ പ്രോഗ്രാം ഓർ സബ് പ്രോഗ്രാം ഓർ ഫങ്ഷൻ. സോ ഇത് ആ സ്റ്റാറ്റിക് വേരിയബിളിന് അത്ര സ്കോപ്പ് കാണും. പക്ഷെ അതിൻ്റെ വാല്യൂവും ഇത് മീനിങ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ എൻറ്റയർ പ്രോഗ്രാം സെയിം വാല്യൂ തന്നെ ആയിരിക്കും. സോ സ്റ്റാറ്റിക് ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ ആ എയുടെ വാല്യൂ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദി പ്രോഗ്രാം 10 തന്നെ ആയിരിക്കും. സോ ഇതാണ് സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ എക്സാമ്പിൾ. സോ നെക്സ്റ്റ്, രജിസ്റ്റർ വേരിയബിൾ. Registers are special storage areas within the computer's central processing unit. The actual arithmetic and logical operations that comprise a program are carried out within these registers. Normally, these operations are carried out by transferring information from the computer's memory to these registers, carrying out the indicated operations and then transferring results back to the കമ്പ്യൂട്ടേഴ്സ് മെമ്മറി. സോ ഇത് രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആക്സസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഓരോരോ അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ആയിരിക്കുന്ന വേരിയബിളിൻ്റെ ഡീറ്റെയിൽസ് രജിസ്റ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അർത്ഥമാറ്റിക് ആൻഡ് ലോജിക് കോമ്പുറ്റേഷൻസ് പെർഫോം ചെയ്തിട്ട് വീണ്ടും മെമ്മറിയിലോട്ട് അയക്കും. സോ അതിന് കുറച്ച് സമയം ടൈം ഡ്യൂറേഷൻ എടുക്കും. സോ ആ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ രജിസ്റ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതാണ്. സോ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ക്വിക്കർ ആക്സസ് ഓഫ് ഔട്ട്പുട്ട്. സോ നമുക്ക് ഡേറ്റ പെട്ടെന്ന് ആക്സസ് ചെയ്തിട്ട് അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം ചെയ്തിട്ട് നമുക്ക് റിസൾട്ട്സ് പെട്ടെന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്. സോ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളൊരു ടൈം ബൗണ്ടായിട്ട് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ രജിസ്റ്റർ ഇൻറ്റ് F1 F2 എന്ന് പറയുന്നത് ഈ വേരിയബിൾസ് എല്ലാം രജിസ്റ്ററിൽ സ്റ്റോറേജ് ആവുന്നതാണ്. സോ പെട്ടെന്ന് നമുക്ക്
ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14B ആണ്. റൈറ്റ് എ C പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് എലിമെന്റ് ഓഫ് ഈച്ച് റോ ഓഫ് എൻ M into N മാട്രിക്സ് ആൻഡ് place it in the first column of the corresponding row. Use function. സോ ഇത് 6 മാർക്കാണ്. സോ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാട്രിക്സിനെ പ്രിന്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ റോയിലുള്ള ഹയസ്റ്റ് എലിമെൻറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇതൊരു മാട്രിക്സ് ആണ്. സോ മാട്രിക്സിൻ്റെ ഒരു 3x3 മാട്രിക്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. സോ ഈ എക്സാമ്പിളിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റർ ചെയ്ത നമ്പർ 2241 5, അത് കണക്ക് 2681 90, 1018 06. സോ ഇത് 3x3 മാട്രിക്സ് ആണ്. ഈ മാട്രിക്സിൻ്റെ ഹയസ്റ്റ് എലിമെൻറ്റിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇതിൽ ഫസ്റ്റ് റോയിൽ 41 ആണ് ഹയസ്റ്റ്, സെക്കൻഡ് റോയിൽ 90 ആണ് ഹയസ്റ്റ്, തേർഡ് റോയിൽ 18 ആണ് ഹയസ്റ്റ്. സോ ഈ ഹയസ്റ്റ് എലിമെൻറ്റിനെ നമ്മൾ മാട്രിക്സിൻ്റെ ഫസ്റ്റ് കോളത്തിൽ റീപ്ലേസ് ചെയ്യണം. സോ we have to find the highest element in each row and replace the first element of each row with the highest element. സോ ഇത് നമ്മൾ മാട്രിക്സ് പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ ഹയസ്റ്റ് എലിമെൻറ്റിൻ്റെ വാല്യൂ ഇത് ഫൈൻഡ് ചെയ്തതിനു ശേഷം റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ അപ്ഡേറ്റഡ് മാട്രിക്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ഇത് കണക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ ഫസ്റ്റ് എലിമെൻറ്റിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഹയസ്റ്റ് എലിമെൻറ്റിൻ്റെ വാല്യൂ ഫസ്റ്റ് എലിമെൻറ്റിൽ വരും, ഫസ്റ്റ് എലിമെൻറ്റ് ഓഫ് ഈച്ച് റോ. സോ ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാം തന്നിരിക്കുന്നത്. സോ പ്രോഗ്രാമിലോട്ട് പോവാം. പ്രോഗ്രാം ഫസ്റ്റ് #include studio.h #include conoyo.h. സോ ഇത് നമ്മൾ ഹെഡർ ഫയൽസ് ആണ്. അതിനുശേഷം നമ്മളൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത മാട്രിക്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഫംഗ്ഷൻ്റെ പാർട്ടാണ്. സോ ഫസ്റ്റ് നമ്മൾ മെയിൻ പാർട്ട് കഴിഞ്ഞിട്ട് ഫംഗ്ഷനിലോട്ട് വരാം. സോ ഇത് ഫംഗ്ഷൻ്റെ പാർട്ടാണ്. തൽക്കാലം അത് നമ്മൾക്ക് ഒന്ന് പെയിൻറ്റിങ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ മെയിൻ പാർട്ടിലോട്ട് വരാം. സോ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇൻറ്റീജർ m, n. സോ m, n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി മാട്രിക്സ് ആണ്. സോ എവറി മാട്രിക്സിന് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസിൻ്റെയും ഓർഡർ നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. സോ അതെനിക്ക് ഒരു 2x2 മാട്രിക്സിന് നമ്മൾ ഇൻഡെക്സ് വേരിയബിൾസ് മെൻഷൻ ചെയ്യും. സോ i, j എന്ന് പറയുന്നത് ഇൻഡെക്സ് വേരിയബിൾസ് ആണ്. റോയിനും കോളത്തിനും നമ്മൾ ഇൻഡെക്സ് വേരിയബിൾ അസൈൻ ചെയ്യുന്നതാണ്. സോ പിന്നെ നമ്മളൊരു മാട്രിക്സ് ഡിക്ലെയർ ചെയ്യാണ്. മാട്രിക്സിൻ്റെ നെയിം എന്ന് പറയുന്നത് മാട്രിക്സ് 1 എന്നാണ്. സോ അതിൻ്റെ ഡയമെൻഷൻ മാക്സിമം ആയിട്ട് 10x10 മാട്രിക്സ് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. സോ പ്രിന്റ് ഓഫ് എൻ്റർ ദ ഓർഡർ ഓഫ് ദി മാട്രിക്സ് 1. സോ ഓർഡർ ഓഫ് ദി മാട്രിക്സ് 1 എന്ന് പറയുന്നത് നമ്മൾ മാട്രിക്സിൻ്റെ ഓർഡർ എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. സോ അതിൽ സ്കാൻ ഓഫ് %d, %m, %n. സോ നമ്മൾ അതിൻ്റെ ഓർഡർ എൻ്റർ ചെയ്യുന്നത് അതിനകത്ത് റീഡോ. എൻ്റർ ദ എലിമെൻറ്റ്സ് ഓഫ് ദി മാട്രിക്സ് 1 എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് കൊടുക്കുന്നു. ഫോർ i = 0, i <m, i++. ഫോർ j = 0, j <n, j++. സോ നമ്മൾ ഓർഡർ ഓഫ് ദി മാട്രിക്സ് എൻ്റർ ചെയ്യുന്നു. സ്കാൻ ഓഫ് %d ആൻഡ് മാട്രിക്സ് 1 i of j. എൻ്റർ ചെയ്യുന്ന 9 എലിമെൻറ്റ്സും അതിൽ റീഡ് ആവും. ഫോർ എക്സാമ്പിൾ ഒരു 3x3 മാട്രിക്സ് ആണ് നമ്മൾ എൻ്റർ ചെയ്തെങ്കിൽ അത് റീഡ് ആവും. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യണം. സോ മാക്സി റോ എന്ന് പറയുന്നത് റോയുടെ മാക്സിമം എലിമെൻറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ്. സോ അതിൽ നമ്മൾ ഇത് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിൽ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത് എൻറ്റയർ മാട്രിക്സ് 1ഉം അതിൻ്റെ ഓർഡറാണ്. m and n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി മാട്രിക്സ് ആണ്. സോ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എൻറ്റയർ മാട്രിക്സിൻ്റെ എലിമെൻറ്റ്സും നമ്മൾ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നു. സോ ഈ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുമ്പോൾ മാക്സി റോ എന്നുള്ള ഫംഗ്ഷനിലോട്ട് പോകും. സോ ഇത് ഫംഗ്ഷനാണ് മാക്സി റോ. സോ റോയുടെ മാക്സിമം എലിമെൻറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ മാക്സി റോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതിൽ വന്നു. എന്നിട്ട് ഇതിൽ മാറ്റ് ഓഫ് 10 എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്റർ ആണ്. അത് കണക്ക് ഇൻറ്റ് എമ്മും ഇൻറ്റ് എൻ എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്റർ ആണ്. സോ നമ്മളിത് ഫംഗ്ഷനകത്ത് ഡിഫൈൻ ചെയ്യണം, ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ ഡെഫിനിഷൻ ചെയ്യണം. സോ അതിനുശേഷം i = 0 ഫംഗ്ഷനകത്ത് നമ്മൾ ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യണം. i = 0, j ഇത് ചെയ്തിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ട് മാക്സ് = 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. സോ മാക്സിമം എലിമെൻറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി മാക്സ് = 0 എന്നുള്ള വേരിയബിളാണ്. ഇതെല്ലാം ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളാണ്. അതിനുശേഷം റിസൾട്ട് ഓഫ് m എന്നുള്ള ഒരു വേരിയബിളും ഡിക്ലെയർ ചെയ്യണം. സോ ഇതൊരു അറേ ആണ്. സോ റിസൾട്ട് ഓഫ് m എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് റോസ്
നമ്പർ ഓഫ് റോസിനെ നമ്മൾ റിസൾട്ട് ഓഫ് എമ്മിൽ അസൈൻ ചെയ്യും. അതിനുശേഷം വൈൽ ഐ ലെസ് ദൻ ഓർ ലെസ് ദൻ എം, സോ ഇൻഡെക്സിൻ്റെ വാല്യൂ എമ്മിനേക്കാളും ലെസ് ദൻ ആയിരിക്കുമ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു. ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദൻ എൻ, ജെ പ്ലസ് പ്ലസ്. സോ ഇഫ് മാറ്റ് ഐ ഓഫ് ജെ ഈസ് ഗ്രേറ്റർ ദൻ മാക്സ്, സോ നമ്മൾ മാട്രിക്സിൻ്റെ ഓരോ റോ വൈസും ഓരോ എലിമെൻറ്റിനും നമ്മൾ മാക്സ് ആയിട്ട് കമ്പയർ ചെയ്യണം. സോ മാക്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് മാറ്റ് ഐ ഓഫ് ജെ ഈക്വൽ ടു മാക്സ്. സോ നമ്മൾ 0യേക്കാളും കൂടുതലുള്ള വാല്യൂ മാക്സിലോട്ട് അസൈൻ ചെയ്യും. അവസാനം നമ്മൾ മാക്സിൻ്റെ വാല്യൂ ഹയസ്റ്റ് ഉള്ളത് അത് റിസൾട്ടിൽ റിട്ടേൺ ചെയ്യും. സോ ആ പെർട്ടിക്കുലർ റോയിലുള്ള മാക്സിമം വാല്യൂ റിസൾട്ടിലോട്ട് അസൈൻ ചെയ്യും. എന്നിട്ട് നമുക്ക് മാക്സ് വീണ്ടും 0 നെക്സ്റ്റ് റോയ്ക്ക് വേണ്ടി. അത് കണക്ക് എല്ലാ റോസിലുള്ള മാക്സിമം എലിമെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യും. സോ നമ്മൾ ഈ ഫംഗ്ഷനിൽ നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ മാക്സിമം വാല്യൂ ഫൈൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം വാല്യൂ ഫൈൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഡിസ്പ്ലേ മാറ്റ് കോമ റിസൾട്ട് എന്നുള്ള ഫംഗ്ഷനിലോട്ട് പോകും. സോ ഡിസ്പ്ലേ മാറ്റ് റിസൾട്ട് എം കോമ എൻ എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്ത മാക്സിമം വാല്യൂ പിന്നെ മാട്രിക്സും എൻറ്റയർ മാട്രിക്സും നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനിലോട്ട് പോകും. അപ്പോൾ ഇത് ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനാണിത്, വോയിഡ് ഡിസ്പ്ലേ ഇൻറ്റ് ഫൈനൽ മാട്രിക്സ്. സോ ഇൻറ്റ് ഫൈനൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹയസ്റ്റ് എലിമെൻറ്റിനെ നമ്മൾ ആ ഫസ്റ്റ് എലിമെൻറ്റിലോട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ്. സോ അതാണ് ഫൈനൽ എന്നുള്ള മാട്രിക്സ്. ഇത് ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ് ഈ ഫംഗ്ഷനിൽ. അത് കണക്ക് റിസൾട്ടും അത് കണക്ക് ഇൻറ്റീജർ എന്നും ഇൻറ്റീജർ എം എന്ന് പറയുന്നതും ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ്. അതിനുശേഷം ഇൻഡെക്സ് വേരിയബിൾ ഐ കോമ ജെ എന്ന് മെൻഷൻ ചെയ്ത് എന്നിട്ട് നമ്മൾ ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് കൊടുക്കുന്നു. ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദൻ എൻ, ഐ പ്ലസ് പ്ലസ്. ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദൻ എൻ, ജെ പ്ലസ് പ്ലസ്. സോ നെസ്റ്റഡ് ഫോർ ലൂപ്പ് കൊടുത്തിട്ട് പ്രിന്റ് ഓഫ് ദ മാക്സിമം എലിമെന്റ് ഇൻ റോ 1. സോ റോ 1 is %d i plus 1 result of I break. അത് കണക്ക് ദ ഫൈനൽ മാട്രിക്സ് ആഫ്റ്റർ. സോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ലൂപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം എലിമെൻറ്റിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി. സോ മാക്സിമം എലിമെന്റ് ഓഫ് ഈച്ച് റോ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൂപ്പ് ബ്ലോക്ക് ഉള്ളത്. അതിനുശേഷം ദ ഫൈനൽ മാട്രിക്സ് ആഫ്റ്റർ റീപ്ലേസിങ് ഫസ്റ്റ് കോളം വിത്ത് ഹയസ്റ്റ് എലിമെന്റ് സ്ലാഷ് ന്യൂ ലൈൻ. സോ ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേഷന് വേണ്ടിയാണ് നമ്മൾ ഈ സെൻറ്റൻസ് ഉള്ളത്. അതിനുശേഷം നമ്മൾ ഒരു ഫോർ ലൂപ്പ് ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദൻ എൻ, ഐ പ്ലസ് പ്ലസ്. ഫൈനൽ ഐ ഓഫ് 0 ഈക്വൽ ടു റിസൾട്ട് ഓഫ് ഐ. For I equal to 0, I less than n, I plus plus. For j equal to 0, j less than n, j plus plus. Print of slash t %d final I of j. സോ നമ്മൾ ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനലായിട്ടുള്ള മാട്രിക്സ് റീപ്ലേസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇതാണ് പ്രോഗ്രാം. സോ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്യുന്നു. എൻ്റർ ദ ഓർഡർ ഓഫ് ദി മാട്രിക്സ് 1 എന്ന് ചോദിക്കുന്നത് 3 സ്പേസ് 3 എന്ന് കൊടുക്കണം. എൻ്റർ ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് 1. സോ 25, 63, 74 കൊടുത്തു ഫസ്റ്റ് റോയിൽ. നെക്സ്റ്റ് 61, 112, 57 സെക്കൻഡ് റോ. 20, 19, 6 തേർഡ് റോ. സോ ഇത് എൻ്റർ ചെയ്യുമ്പോൾ the maximum element in row 1 is 74, maximum element in row 2 is 112, maximum element in row 3 is 20. That is the final matrix after replacing first column with highest element. 74, 63, 74, 112, 112, 57, 20, 96. So ഇതാണ് വർക്ക് ആവുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട് ഡി ആണ്. പാർട്ട് ഡിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15A ആണ്. വാട്ട് ഈസ് ചെയിൻ ഓഫ് പോയിന്റേഴ്സ് ഇല്ലസ്ട്രേറ്റ് യൂസിങ് ആൻ എക്സാമ്പിൾ. സോ ഇത് 4 മാർക്സിൻ്റെ ആണ്. സോ ചെയിൻ ഓഫ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പോയിന്ററിനെ ഇനിയൊരു പോയിന്റർ യൂസ് ചെയ്തിട്ട് ഇത് ആക്സസ് ചെയ്യുന്നതിന് ചെയിൻ ഓഫ് പോയിന്റേഴ്സ് എന്ന് പറയും.
So it is possible to make a pointer variable to point to another pointer variable, thus creating a chain of pointers. For example, in the following program, the pointer variable ptr2 contains the address of the pointer variable ptr1, which points to the location that contains the desired value. This is known as multiple indirections. So നമ്മൾ ഒരു വേരിയബിളിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നു. ഈ പോയിന്ററിനെ നമ്മൾ വേറൊരു പോയിന്റർ യൂസ് ചെയ്തിട്ട് ഈ പോയിന്ററിന്റെ അഡ്രസ്സ് വേറൊരു വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്താൽ നമ്മൾ ഇൻഡയറക്ഷൻ എന്ന് പറയും. നമ്മൾ ഒരു പോയിന്ററിനെ വേറൊരു പോയിന്റർ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുന്നതായിട്ട്. So a variable that is a pointer to a pointer must be declared using additional indirection operator symbols in front of the same. സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർ എന്നുള്ള അല്ലെങ്കിൽ ആസ്ട്രിക്സ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്നു. സോ പോയിന്റർ ടു എ പോയിന്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റാർ കൂടെ യൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് 2 ആസ്ട്രിക്സ്. The declaration int star star ptr2 tells the compiler that ptr2 is a pointer to a pointer of integer type. So മുകളിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡബിൾ സ്റ്റാർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് പോയിന്റർ ടു എ പോയിന്റർ ആണ്. Remember the pointer ptr2 is not a pointer to an integer but rather a pointer to an integer pointer. We can access the target value indirectly pointed by the pointer to a pointer by applying the indirection operator twice. So നമ്മൾ രണ്ട് തവണ ഈ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മൾ ഒരു പോയിന്റർ ടു എ പോയിന്റർ എന്നാണ് മീനിങ്. സോ അതിന് എക്സാമ്പിൾ ചെയ്യാൻ വേണ്ടി ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഹെഡർ ഫയലാണ്. അതിനുശേഷം ഒരു മെയിൻ, പിന്നെ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ആണ് എക്സിൻ്റെ വാല്യൂ 50 എന്ന്. അതിനുശേഷം സ്റ്റാർ ptr1 ഈക്വൽ ടു ആംപർസെൻറ്റ് എക്സ്, എക്സിൻ്റെ അഡ്രസ്സ് നമ്മൾ പോയിന്ററിൽ നമ്മൾ അസൈൻ ചെയ്യണം. അതേ കണക്ക് പോയിന്റർ 1ൻ്റെ അഡ്രസ്സ് നമ്മൾ പോയിന്റർ 2ലും അസൈൻ ചെയ്യണം. സോ സ്റ്റാർ എന്ന് പറയുന്നത് പോയിന്റർ 1ഉം സ്റ്റാർ ptr2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്ററാണ്. സോ എന്നിട്ട് നമ്മൾ പോയിന്റർ 1ലുള്ള കണ്ടന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഈ ഔട്ട്പുട്ട് സെന്റൻസ് കൊടുക്കുന്നു. അതാണെങ്കിൽ പോയിന്റർ 2ലുള്ള കണ്ടന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം എൻഡ് ചെയ്യും. സോ ഇതിൽ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് പോയിന്റർ വഴി നമുക്ക് ഒരു വേരിയബിളിൻ്റെ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ 50 എന്നാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 100 എന്ന് കൊടുത്താലും അതിൻ്റെ വാല്യൂ നമ്മൾ ത്രൂ പോയിന്റർ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. റൺ ചെയ്യാണ്. സോ സ്റ്റാർ ptr1 ഈക്വൽ ടു 100, സ്റ്റാർ ptr2 ഈക്വൽ ടു 100. അതെന്താണെന്ന് വെച്ചാൽ എക്സിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്റർ 1ൽ എക്സിൻ്റെ കണ്ടൻസ് കാണും. അതേ കണക്ക് പോയിന്റർ 1നെ പോയിന്റ് ചെയ്യുന്ന പോയിന്റർ 2ലും പോയിന്റർ 1ൻ്റെ കണ്ടൻസ് കാണും. സോ ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ എ സ്ട്രക്ചർ എംപ്ലോയി വിത്ത് എംപ്ലോയി നമ്പർ, നെയിം ആൻഡ് എക്സ്പീരിയൻസ് ആസ് മെമ്പേഴ്സ്. Write a C program to print a list of all employees from amongst 100 employees having more than 3 years of experience. 6 mark. സോ നമ്മളൊരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഒരു എംപ്ലോയി നെയിം, എംപ്ലോയി നമ്പർ, പിന്നെ എക്സ്പീരിയൻസ്, ഒരാളുടെ പേര്, അയാളുടെ നമ്പർ, പിന്നെ എക്സ്പീരിയൻസ്, എത്ര കൊല്ലം ജോലി ചെയ്തെന്നുള്ളത് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അത് എൻ്റർ ചെയ്തിട്ട് എല്ലാ എംപ്ലോയീസിൻ്റെ ലിസ്റ്റും നമ്മൾ 3 കൊല്ലത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസിൻ്റെ ലിസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം എഴുതണം. സോ പ്രോഗ്രാമിലേക്ക് പോകും. ഫസ്റ്റ് നമ്മൾ ഹെഡർ ഫയൽ stdio.h, stdlib.h, അതിനുശേഷം സ്ട്രക്ട് എംപ്ലോയി. സോ എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ്. അതിനുശേഷം എംപ്ലോയി അണ്ടർസ്കോർ നമ്പർ എന്ന് പറയുന്നത് എംപ്ലോയി നമ്പറാണ്. പിന്നെ നെയിം ഒരു ഓൾമോസ്റ്റ് 30 ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് ഒരാളുടെ പേര് മെൻഷൻ ചെയ്യാം. അതിനുശേഷം ഫ്ലോട്ട് എക്സ്പീരിയൻസ്. സോ എക്സ്പീരിയൻസ് ഫ്ലോട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്ര കൊല്ലവും ഇത്ര മാസവും. ചില എംപ്ലോയീസ് 8.6 ഇയേഴ്സ് അല്ലെങ്കിൽ 5.5 ഇയേഴ്സ് ഒക്കെ വർക്ക് ചെയ്തിരിക്കും. സോ അത് നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഇത് സ്ട്രക്റ്റിൻ്റെ വാല്യൂ ആണ്. അതിനുശേഷം വോയിഡ് മെയിൻ ഫംഗ്ഷൻ ഇൻറ്റീജർ i,n. സോ നമ്പർ ഓഫ് എംപ്ലോയീസ്, ഞാനിപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എത്ര എംപ്ലോയീസിൻ്റെ പേരാണ് എൻ്റർ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് n എന്നുള്ള വേരിയബിളും. അതാണ് ഇൻഡെക്സ് വേരിയബിൾ എന്ന് പറയുന്ന
ഇപ്പോൾ എംപ്ലോയി നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് വേരിയബിൾ. നെക്സ്റ്റ് സ്ട്രക്റ്റ് എംപ്ലോയി ഇ ഓഫ് 100. സോ ഇ ഓഫ് 100 എന്ന് പറയുന്ന അറേ ഓഫ് സ്ട്രക്ചറാണ്. നമ്മളിപ്പോൾ 100 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇ ഓഫ് 100. പ്രിന്റ് ഓഫ് ഹൗ മെനി എംപ്ലോയി ഡീറ്റെയിൽസ് ആർ ടു ബി എൻറ്റേർഡ്. സോ ഇത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. സോ സ്കാൻ ഓഫ് %d %n. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 5 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെങ്കിൽ %n കൊടുക്കുന്നിടത്ത് 5 സേവ് ആവും. സോ പ്രിന്റ് ഓഫ് എൻ്റർ %d എംപ്ലോയീസ് ഡീറ്റെയിൽസ് /new line. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കും. ഫോർ i = 0, i less than n, i++. സോ ഈ 5 എംപ്ലോയീസിൻ്റെ പേര്, എംപ്ലോയി നമ്പറും പിന്നെ എക്സ്പീരിയൻസ്, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ അതിൽ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഡിസ്പ്ലേയിങ് എംപ്ലോയി ഡീറ്റെയിൽസ് വിത്ത് 3+ ഇയേഴ്സ് എക്സ്പീരിയൻസ്. 3 കൊല്ലത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യണം. സോ അതിനൊരു ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ i = 0, i less than n, i++. ഇഫ് ഇ ഓഫ് i ഡോട്ട് എക്സ്പീരിയൻസ് ഇസ് ഗ്രേറ്റർ ദാൻ or equal to 3. സോ നമ്മൾ മെമ്പർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നു. സോ ഇ ഓഫ് i ഡോട്ട് എക്സ്പീരിയൻസ് ഈസ് ഗ്രേറ്റർ ദാൻ or equal to 3 എന്ന് പറയുന്നിടത്ത് ആ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യും. എംപ്ലോയി id /t പ്രിന്റ് ഓഫ് എംപ്ലോയി നമ്പർ, അതാണ് എംപ്ലോയി നെയിം. സോ 3 ഇയേഴ്സിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഡീറ്റെയിൽസ് മാത്രം പ്രിന്റ് ചെയ്തു. So printf /new line e of i dot name experience in years and months, printf 0.1 of experience gets here. So ഇതാണ് പ്രോഗ്രാം. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. സോ ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ ഹൗ മെനി എംപ്ലോയി ഡീറ്റെയിൽസ് ആർ ടു ബി എൻറ്റേർഡ് എന്ന് ചോദിക്കുന്നു. നമ്മൾ 3 എന്ന് എൻ്റർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ എൻ്റർ 3 എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുന്നു. സോ എംപ്ലോയി നമ്പർ 3 രാജു 23.5 ഇയേഴ്സ്, എംപ്ലോയി 2 ബിനു 1.2 ഇയേഴ്സ്, എംപ്ലോയി 1 രവി 3 ഇയേഴ്സ്. സോ ഡിസ്പ്ലേയിങ് എംപ്ലോയി ഡീറ്റെയിൽസ് വിത്ത് 3+ എക്സ്പീരിയൻസ്. എംപ്ലോയി id 3, നെയിം രാജു, എക്സ്പീരിയൻസ് ഇൻ ഇയർ 20. അത് ഇതാണ് പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാം. സോ ഇതിൽ ഹൗ മെനി എംപ്ലോയി ഡീറ്റെയിൽസ് ആർ ടു ബി എൻറ്റേർഡ് 3 എന്ന് കൊടുക്കുന്നു. എൻ്റർ ദ 3 എംപ്ലോയി ഡീറ്റെയിൽസ്. എംപ്ലോയി നമ്പർ 3 രവി 10 ഇയേഴ്സ്, എംപ്ലോയി നമ്പർ 2 ബിനു 2 ഇയേഴ്സ്, എംപ്ലോയി നമ്പർ 1 ആദിൽ 7 ഇയേഴ്സ്. സോ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇപ്പോൾ ബിനുവിൻ്റെ ഡിസ്പ്ലേ ആവില്ല. എന്താണെന്ന് പറഞ്ഞാൽ ബിനുവിന് ലെസ് ദാൻ 3 ഇയേഴ്സ് ആണ് ഉള്ളത്. പക്ഷേ രവിയുടെയും ആദിലിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യും. ഡിസ്പ്ലേയിങ് എംപ്ലോയി ഡീറ്റെയിൽസ് വിത്ത് 3+ എക്സ്പീരിയൻസ്, രവി 10 ഇയേഴ്സ് ആൻഡ് ആദിൽ 7 ഇയേഴ്സ്. സോ ഇങ്ങനെയാണ് പ്രോഗ്രാം വർക്ക് ആവുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം 16BA ആണ്. Write a C program using pointers to find the difference of two matrices A and B. സോ നമ്മൾ സി പ്രോഗ്രാം എ മാട്രിക്സിൻ്റെയും ബി മാട്രിക്സിൻ്റെയും ഡിഫറൻസ്. സോ എ മാട്രിക്സിനെ നമ്മൾ ബി മാട്രിക്സ് ആയിട്ട് മൈനസ് ചെയ്തിട്ട് അതിനെ സി മാട്രിക്സിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇത് 5 മാർക്സ് പ്രോഗ്രാമാണ്. സോ ഇത് നമുക്ക് നോക്കാം. സോ പ്രോഗ്രാം ടു സബ്ട്രാക്ട് 2 മാട്രിസസ് ആണ്. സോ നമ്മൾ ഹെഡർ ഫയൽ studio.h conoid.h, പിന്നെ മെയിൻ ഫംഗ്ഷൻ, പിന്നെ നമ്മൾ 3 മാട്രിക്സിനെ ഡിഫൈൻ ചെയ്യുന്നു. എ ഓഫ് 10 of 10, ബി ഓഫ് 10 of 10, സി ഓഫ് 10 of 10. സോ ഫസ്റ്റ് മാട്രിക്സ്, സെക്കൻഡ് മാട്രിക്സ്, പിന്നെ രണ്ടും മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന മാട്രിക്സിനെ സേവ് ചെയ്യാൻ വേണ്ടി സി ഓഫ് 10 of 10. പിന്നെ നമ്മൾ ഇൻഡെക്സ് വേരിയബിൾ IMJയും ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ റോയിനെയും കോളത്തിനെയും ഡിഫൈൻ ചെയ്യുന്നു. സോ 2 മാട്രിക്സും ഈക്വൽ റോസും ഈക്വൽ കോളംസും ആയിരിക്കണം, എന്നാലേ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നു. സോ നമ്മൾ സ്കാൻ ഓഫ് %d ആംപർസാൻഡ് റോ ആംപർസാൻഡ് കോളം എന്ന് പറഞ്ഞ് ഇൻപുട്ട് ചെയ്യുന്നു. സോ അത് കണക്ക് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് മാട്രിക്സ് എൻ്റർ ചെയ്യുന്നു. സോ അതിന് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചിട്ട് നമ്മൾ 1 by 1 എത്ര എലിമെൻറ്റ്സും എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് കൊടുക്കുന്നു. ഫോർ i = 0, i less than row, i++. ഫോർ j = 0, j less than column, j++. അതിനുശേഷം
സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി ആൻഡ് എ ഓഫ് ഐ ഓഫ് ജെ. എ ഓഫ് ഐ ഓഫ് ജെ എന്ന് പറയുന്നത് ഫസ്റ്റ് മാട്രിക്സിൻ്റെ എലിമെൻറ്റ്സ് എല്ലാം എൻ്റർ ആവും. അതേപോലെ തന്നെ സെക്കൻഡ് മാട്രിക്സ്, എൻ്റർ ദ എലിമെൻറ്റ്സ് ഓഫ് സെക്കൻഡ് മാട്രിക്സ് for I equal to 0, I less than row, I plus plus. For j equal to 0, j less than column, j plus plus. So ഇതൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പിൽ നമ്മൾ രണ്ടാമത്തെ മാട്രിക്സിൻ്റെ എലിമെൻറ്റ്സും എൻ്റർ ചെയ്യും. അതിനുശേഷം നമ്മൾ രണ്ട് മാട്രിക്സിനെയും മൈനസ് ചെയ്യും. സോ സി ഓഫ് ഐ ഓഫ് ജെ, ഇതൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് വീണ്ടും വേണം. അപ്പോൾ അത് കണക്ക് അതിനുശേഷം സി ഓഫ് ഐ ഓഫ് ജെ ഈക്വൽ ടു എ ഓഫ് ഐ ഓഫ് ജെ മൈനസ് ബി ഓഫ് ഐ ഓഫ് ജെ. സോ നമ്മൾ ഫസ്റ്റ് മാട്രിക്സിൻ്റെ ഓരോരോ എലിമെൻറ്റ്, സോ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സിനെ നമ്മൾ മൈനസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് മാട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലിമെൻറ്റിന് സെക്കൻഡ് മാട്രിക്സിലുള്ള ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലിമെൻ്റ് ആയിട്ട് മൈനസ് ചെയ്യും. എന്നിട്ട് നമ്മൾ റിസൾട്ടൻറ്റ് മാട്രിക്സ് ആയിട്ടുള്ള സി മാട്രിക്സിൽ സ്റ്റോർ ചെയ്യും. അതും ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലിമെൻ്റ് ആയിരിക്കും. അതിനുശേഷം ദ എലിമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് മാട്രിക്സ് ഈസ്, ഫസ്റ്റ് മാട്രിക്സിലുള്ള മാട്രിക്സ് അത് കണക്ക് പ്രിൻറ്റ് ചെയ്യും. സോ ഇത് ഈ ബ്ലോക്ക് അതിന് വേണ്ടിയുള്ളതാണ്. അത് കണക്ക് സെക്കൻഡ് മാട്രിക്സിലുള്ള എലിമെൻറ്റ്സിനെല്ലാം അതേപോലെ പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ഡിഫറൻസ് ഉള്ള മാട്രിക്സിനെ നമ്മൾ സി മാട്രിക്സ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. സോ അതിന് എല്ലായിടത്തും നമ്മൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് കൊടുക്കുന്നു. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റും ന്യൂ ലൈനും കൊടുക്കുന്നു. സോ ഇതാണ് പ്രോഗ്രാം. സോ നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. So enter the number of rows and columns എന്ന് ചോദിക്കുന്നു. 3 cross 3 എന്ന് കൊടുക്കണം. Enter the elements of first matrix 1, 2, 3, 5, 6, 7, 9, 8, 7. Enter the elements of second matrix 2, 3, 5, 2, 1, അതേപോലെ 2, 2, 2. സോ രണ്ട് മാട്രിക്സും ഒരു തവണ പ്രിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ എ മാട്രിക്സ് മൈനസ് ബി മാട്രിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ 16B ആണ്. A file contains students' records with roll number, name and mark. Write a program to read the contents of the file and display them. So നമ്മൾ ഒരു ഫയലിനകത്ത് സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പറും പേരും മാർക്കും കാണും. അതിന് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണിക്കണം. സോ ഇത് 5 മാർക്സ് ആണ്. ഫസ്റ്റ് അതിന് ഹെഡർ ഫയല് include studio.h, stdlib.h, include string.h. അതിനുശേഷം നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നു. സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, ഇൻറ്റ് റോൾ നമ്പർ, ക്യാരക്ടർ നെയിം ഓഫ് 20, ഇൻറ്റ് സ്കോർ 1, ക്ലോസ് ബ്രാക്കറ്റ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻറ്റ്, നമ്മൾ സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും റോൾ നമ്പർ കാണും, പേര് കാണും, ആണെങ്കിൽ ഒരു സ്കോർ കാണും. അതിനുശേഷം നമ്മൾ അറേ ഓഫ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നു. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എസ് ഓഫ് 60, പിന്നെ ടെംപ് വേരിയബിൾ. ടെംപ് എന്ന് പറയുന്നത് എന്തെങ്കിലും സോർട്ടിങ് ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് കണക്ക് മെയിൻ ഫംഗ്ഷൻ ഇൻറ്റ് ഐ, ജെ, എൻ. സോ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി ആണ് എൻ എന്നുള്ളത്. ഐ, ജെ എന്നുള്ളത് സോർട്ടിങ് ഓപ്പറേഷനും ഇൻഡെക്സ് വേരിയബിളിനും യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് ചോദിക്കുന്നു. സോ സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി ആംപർസെൻറ്റ് എൻ എന്ന് കൊടുക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഒരു ഫയലിന് പോയിന്റ് ചെയ്യാൻ വേണ്ടി പോയിന്റർ ടു എ ഫയൽ, FPTR എന്ന് പറയുന്ന പോയിന്റർ ടു എ ഫയലാണ്. പിന്നെ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യും. എഫ് ഓപ്പൺ ഈക്വൽ ടു സ്റ്റുഡൻറ്റ് ഡോട്ട് ടെക്സ്റ്റ് ഡബ്ല്യു. സോ സ്റ്റുഡൻറ്റ് ഡോട്ട് ടെക്സ്റ്റ് ഡബ്ല്യു ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എഫ് ഓപ്പൺ സ്റ്റുഡൻറ്റ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അതിനുശേഷം ഇഫ് FPTR ഈക്വൽ ടു നൽ പ്രിന്റ് ഓഫ് എറർ. സോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഫയൽ ഇല്ലെങ്കിൽ അത് നൽ എറർ എന്ന് പറഞ്ഞ് കാണിക്കും. അതിന് നെക്സ്റ്റ് എൻ്റർ ദ റോൾ നമ്പർ. സോ ഇഫ് ദ ഫയൽ ഈസ് എക്സിസ്റ്റിംഗ്, സ്റ്റുഡൻറ്റ് ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ദ റോൾ നമ്പർ, നെയിം, സ്കോർ 1. സോ നമ്മൾ ആ ഫയലിനകത്ത് റോൾ നമ്പർ, നെയിം, സ്കോർ 1 എൻ്റർ ചെയ്യാൻ വേണ്ടി.
സോ ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദൻ എൻ, ഐ പ്ലസ് പ്ലസ്. അതിനുശേഷം നമ്മൾ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണോ എൻ്റർ ചെയ്യുന്നത് അത്രയും സ്റ്റുഡൻസിന് ഫയലിനകത്ത് എൻ്റർ ചെയ്യണം, റോൾ നമ്പറും പേരും സ്കോറും. സോ അതിനാണ് എഫ് പ്രിന്റ് ഓഫ് എഫ് പി ടി ആർ സ്ലാഷ് ന്യൂ ലൈൻ സ്ലാഷ് ടാബ് %d സ്ലാഷ് ടാബ് %s സ്ലാഷ് ടാബ് %d പിന്നെ എസ് ഓഫ് ഐ റോൾ നമ്പർ, എസ് ഓഫ് ഐ നെയിം, എസ് ഓഫ് ഐ സ്കോർ 1. അതിനുശേഷം നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് അതിലുള്ള ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എഫ് ക്ലോസ് ഇത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഫയൽ ക്ലോസ് ചെയ്യണം. എഫ് ക്ലോസ് എഫ് പി ടി ആർ. എഫ് പി ടി ആർ ഈക്വൽ ടു എഫ് ഓപ്പൺ സ്റ്റുഡൻറ്റ് ഡോട്ട് ടെക്സ്റ്റ് റീഡ്. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഫയലിനെ ഓപ്പൺ ചെയ്തിട്ട് റീഡ് ഓപ്പറേഷൻ ചെയ്യണം. സോ ഫയല് എന്തെങ്കിലും എറർ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ എറർ റിസൾട്ട് വരാൻ വേണ്ടി ആണ് ഈ ബ്ലോക്ക് ഉള്ളത്. അതിനുശേഷം നെക്സ്റ്റ് ഐ ഈക്വൽ ടു 0 ഇനീഷ്യലൈസ് ചെയ്തിട്ട് വൈൽ എഫ് സ്കാൻ ഓഫ് എഫ് പി ടി ആർ സ്ലാഷ് ന്യൂ ലൈൻ സ്ലാഷ് ടാബ് %d സ്ലാഷ് ടാബ് %s സ്ലാഷ് ടാബ് %d സ്ലാഷ് ടാബ് ആംപർസെൻഡ് എസ് ഓഫ് ഐ റോൾ നമ്പർ, എസ് ഓഫ് ഐ നെയിം, എസ് ഓഫ് ഐ സ്കോർ 1 നോട്ട് ഈക്വൽ ടു എൻഡ് ഓഫ് ഫയൽ. സോ ഇതൊരു വൈൽ ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ മൊത്തം ഫയലിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം റീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വൈൽ ലൂപ്പും ടിൽ ദ എൻഡ് ഓഫ് ഫയലും കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യും. ഇൻഡെക്സ് ഓപ്പറേറ്റർ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് 1 by 1 ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും റീഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദൻ എൻ, ലെസ് ദൻ ഓർ ഈക്വൽ ടു n-1, ഐ പ്ലസ് പ്ലസ്. സോ നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ റാങ്ക് വൈസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് കണ്ടൻസ് ഓഫ് ഫയൽ ആൻഡ് ഡിസ്പ്ലേ ദം. സോ ആ ഫയലിലുള്ള കണ്ടൻസ് റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. സോ നമ്മൾ ഡിസ്പ്ലേ ചെയ്താൽ മതി. എനിവേ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ബ്ലോക്ക് കൊടുത്തിരിക്കുന്നത് സോർട്ട് ചെയ്യാൻ വേണ്ടി, റാങ്ക് വൈസ് ആയിട്ട് സോർട്ട് ചെയ്യാൻ വേണ്ടി. കൂടുതൽ മാർക്കുള്ള കുട്ടിയുടെ സ്കോർ മുകളിലോട്ട് വരും, കുറച്ച് മാർക്കുള്ള കുട്ടിയുടെ സ്കോർ താഴോട്ട് വരും. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ്. സോ ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദൻ ഓർ ഈക്വൽ ടു n-1, ഐ പ്ലസ് പ്ലസ്. ഫോർ ജെ ഈക്വൽ ടു ഐ, ജെ ലെസ് ദൻ എൻ, ജെ പ്ലസ് പ്ലസ്. സോ നമ്മൾ ആ സ്കോർ സോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ എവാലുവേറ്റ് ചെയ്യും. ഇഫ് എസ് ഓഫ് ഐ ഡോട്ട് സ്കോർ 1 ലെസ് ദൻ എസ് ഓഫ് ജെ പ്ലസ് 1 ഡോട്ട് സ്കോർ 1. സോ ആദ്യത്തെ കുട്ടിയുടെ സ്കോർ ഇപ്പോൾ നമ്മൾ ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ റിക്വയർമെൻ്റ് അല്ല, എന്നാലും നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ആവുന്നതാണ്. സോ ഇത് രണ്ടും ചെക്ക് ചെയ്തിട്ട് സോർട്ട് ചെയ്യും. സോ ഇത് ആദ്യത്തെ മാർക്ക് കുറവാണെങ്കിൽ ഇത് നമ്മൾ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും ഫൈനലായിട്ട്. ദ മെറിറ്റ് ലിസ്റ്റ് ഇസ് ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദൻ എൻ, ഐ പ്ലസ് പ്ലസ്. എന്നിട്ട് നമ്മൾ ഫൈനൽ സോർട്ട് ചെയ്ത സ്കോർ ഫയലിൽ പ്രിന്റ് ചെയ്യും. സോ ഇതാണ് പ്രോഗ്രാം. നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. Enter the number of students എന്ന് ചോദിക്കുന്നു. 3 എന്ന് കൊടുത്ത് റോൾ നമ്പർ നെയിം സ്കോർ 1. സോ റോൾ നമ്പർ 3 ബിനു, സ്കോർ 1 25. റോൾ നമ്പർ 2 രാജു 22. റോൾ നമ്പർ 1 ദിനേഷ് 20. സോ ഇത് ഒരു സ്റ്റുഡൻറ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തു. സോ ബിനു 25, രാജു 22, ദിനേഷ് 20 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത് ഓൾറെഡി സോർട്ടഡ് ആണ്, നമ്മൾ എൻട്രി ചെയ്തത് സോർട്ടഡ് ആയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 3 എന്ന് കൊടുത്ത് ജസ്റ്റ് റോൾ നമ്പർ 3
Dinesh 15, roll number 2 Raju 25, roll number 1 Adil 22 എന്ന് കൊടുക്കും. സോ ഇത് ഇവിടെയും ഡിസ്പ്ലേ ആവും ദിനേഷ് 15 നമ്പർ 2. സോ ഇത് ആക്ച്വലി ഇത് ആസ് ഇറ്റ് ഈസ് ഇവിടെ ഡിസ്പ്ലേ ആവാണ്. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലുള്ള ഡീറ്റെയിൽസ് സോർട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ സോർട്ട് ചെയ്ത ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ആവും. സോ ഇതിൽ സോർട്ടഡ് ആയിട്ടുള്ള റാങ്ക് ആണ് നമ്പർ 2 രാജു 25, നമ്പർ 1 ആദിൽ 22, നമ്പർ 3 ദിനേഷ് 15. സോ ഇത് ഇവിടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയിട്ട് പിന്നെ ഇതിൽ നിന്ന് ഫയലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് സോർട്ട് ചെയ്ത് ഇതിൽ ഡിസ്പ്ലേ ആവും. സോ ഇതാണ് പ്രോഗ്രാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. If you have not subscribed to our channel, please subscribe the channel and press the bell icon. Thank you. Question number 17A ആണ്. Differentiate between f-scanf and scanf functions. 2 marks ആണ്. So the function f-scanf is used to read formatted input from stdin in C language. It returns the whole number of characters written on it, otherwise returns a negative value. Syntax int scanf constant char asterisk characters set. Example header file main function data type string of 20 size, output statement enter a string, input statement scanf percentage yes, printf entered string yes, return 0 close bracket. So output enter a string, we give programming entered string equal to programming. So ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻറ്റർ സ്ട്രിങ് എന്ന് ചോദിക്കുന്നു. സോ കമ്പ്യൂട്ടർ എൻ്റർ ചെയ്തു, എൻറ്റേർഡ് സ്ട്രിങ് കമ്പ്യൂട്ടർ എന്ന് ഡിസ്പ്ലേ ചെയ്തു. സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് സ്കാനഫ്. അടുത്തത് f-scanf നോക്കാം. f-scanf, the function f-scanf is used to read the formatted input from the given stream in C language. It returns 0 if unsuccessful, otherwise it returns the input string if successful. Here the syntax of f-scanf in C language. Int f-scanf file asterisk stream underscore name, comma constant char asterisk stream set of characters. Here is an example of f-scanf in C language. Header file stdio.h, stdlib.h, main function data type character string 1 of size 10, integer year, file pointer fp equal to f open function sample.txt in write plus mode. Output f puts us we have a sample text in the to be written in the file. Revend fp, revend will seek the pointer to the beginning. f-scanf fp percentage s str1. Printf first word of the sentence, first word slash new line percentage s slash new line string 1. F close function fp closing the file and return 0 close bracket. So if ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇത് പ്രോഗ്രാമിൽ നമ്മളൊരു ഫയല് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് sample.txt എന്ന്. റൈറ്റ് മോഡിൽ റൈറ്റ് ചെയ്യേണ്ട കണ്ടന്റ് വി ഹാവ് എ സാമ്പിൾ ടെക്സ്റ്റ്. സോ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഒരു ഫയൽ ഓപ്പൺ ആവും. sample.txt എന്നുള്ള ഫയൽ ഓപ്പൺ ആയിട്ട് അതിലുള്ള ഫസ്റ്റ് വേർഡ്
ഡിസ്പ്ലേ ചെയ്ത് ഫസ്റ്റ് വേർഡ് ഈക്വൽ ടു VWE എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ നമുക്ക് ചേഞ്ച് ചെയ്ത് വേറെ ഏതെങ്കിലും വേർഡ് വേണമെങ്കിൽ കൊടുക്കാം. സോ ദിസ് ഈസ് അവർ പ്രോഗ്രാം എന്ന് കൊടുത്ത് സോ ഒന്നുകൂടെ റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് വേർഡ് ദിസ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ഇതാണ് 17A difference between fscanf and scanf functions. 17B question, describe the fopen, fclose, fseek and ftell functions. ഇത് 4 മാർക്സിൻ്റെ ആണ്. ഓപ്പണിംഗ് എ ഫയൽ, സോ നമ്മുടെ ഫയൽ ഹാൻഡ്ലിംഗ് ഫങ്ഷൻസിലാണ് വരുന്നത് ഇതൊക്കെ. fopen, the fopen function is used to create a file or open an existing file. fp equal to fopen. So അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഫയൽ പോയിന്റർ ഈക്വൽ ടു fopen കോൺസ്റ്റന്റ് ക്യാർ ഫയൽ നെയിം കോൺസ്റ്റന്റ് ക്യാർ മോഡ് ക്ലോസ് ബ്രാക്കറ്റ് സെമിക്കോളൻ. ഈ ഫയൽ ഹാൻഡ്ലിംഗ് ഓപ്പൺ ചെയ്യുന്നത് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. ദർ ആർ മെനി മോഡ്സ് ഫോർ ഓപ്പണിംഗ് എ ഫയൽ. R എന്ന് പറയുന്നത് റീഡ് മോഡ്, ഓപ്പൺ എ ഫയൽ ഇൻ റീഡ് മോഡ്. W എന്ന് പറയുന്നത് ഓപ്പൺസ് ഓർ ക്രിയേറ്റ് എ ടെക്സ്റ്റ് ഫയൽ ഇൻ റൈറ്റ് മോഡ്. A എന്ന് പറയുന്നത് ഓപ്പൺസ് എ ഫയൽ ഇൻ അപ്പൻഡ് മോഡ്. R+ എന്ന് പറയുന്നത് ഓപ്പൺസ് എ ഫയൽ ഇൻ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് മോഡ്. A+ എന്ന് പറയുന്നത് ഓപ്പൺസ് എ ഫയൽ ഇൻ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് മോഡ്. W+ എന്ന് പറയുന്നത് ഓപ്പൺസ് എ ഫയൽ ഇൻ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് മോഡ്. നെക്സ്റ്റ് fclose ഫംഗ്ഷൻ. സോ നമ്മളൊരു ഫയലിൽ ഓപ്പൺ ചെയ്താൽ ആ പ്രോഗ്രാമിൽ fclose ഫംഗ്ഷനും കൂടെ യൂസ് ചെയ്യേണ്ടി വരും. fclose is used to close the file which is opened using the fopen function. The following example shows the usage of fopen and fclose functions. So fopen and fclose ഉള്ള ഒരു സാമ്പിൾ എക്സാമ്പിളാണ്. ഇത് ഹെഡർ ഫയലാണ്, മെയിൻ ഫംഗ്ഷൻ. ഇത് ഫയൽ പോയിന്റർ ഡിഫൈൻ ചെയ്യുന്നതാണ്. എന്നിട്ട് ഫയൽ പോയിന്റർ ഈക്വൽ ടു fopen ഓപ്പൺ ഫയൽ ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്ന റൈറ്റ് മോഡ്, W എന്ന് പറയുക റൈറ്റ് മോഡ്. എന്നിട്ട് ഫയലിനെ നമ്മൾ പ്രിന്റ് ചെയ്യണം. printf ഫയൽ പോയിന്റർ പെർസെൻറ്റേജസ് ഡെമോ ഓഫ് ഓപ്പൺ ആൻഡ് ക്ലോസ് ഫങ്ഷൻസ്. എന്നിട്ട് നമ്മൾ ഫയലിനെ ക്ലോസ് ചെയ്യുന്ന fclose fp റിട്ടേൺ 0. സോ ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഡെമോ ഓഫ് fopen ആൻഡ് fclose ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പ്രോഗ്രാം ഓപ്പൺ ആക്കും. So next, compiling and running the above program will create a file new file.txt. So നമ്മൾ new file.txt എന്നുള്ള ഫയൽ ഓപ്പൺ ആക്കും. And then it will write the following text line, demo of fopen and fclose functions, and finally it will close the file using fclose function. Next, fseek എന്ന് പറഞ്ഞാൽ നമ്മൾ കർസർ പൊസിഷനെ സീക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. fseek is used to move a file pointer associated with a given file to a specific position. Syntax: int fseek file star pointer long int offset int position. Pointer to a file object that identifies the stream. Offset number of bytes to offset from position. Position from where offset is added. Returns 0 if successful, or else a non-zero value position defines the point with respect to which the file pointer needs to be moved. It has 3 values. So നമ്മൾ fseek എന്ന് പറയുന്നത് നമ്മൾ ഫയൽ പോയിന്ററിന് എവിടെ എത്തിക്കണമെന്നുള്ളതാണ്. സോ fseek end എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദ എൻഡ് ഓഫ് ദി ഫയൽ. സോ എൻഡ് ഓഫ് ദി ഫയലിൽ സെറ്റ് ചെയ്യും. അതാണെങ്കിൽ നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് ആ പോയിന്റിൽ ഇത് ചെയ്യാൻ പറ്റും. അതല്ലാതെ സീക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദി ഫയൽ. സോ സ്റ്റാർട്ടിംഗ് ഓഫ് ദി ഫയൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് സീക്ക് സെറ്റ്. സീക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ it denotes the pointer's current position, file pointer's current position. So next, ftell. Ftell in C is used to find out the position of the file pointer in the file with respect to the starting of the file. So തുടക്കത്തിൽ നിന്ന് ഏത് പൊസിഷനിലാണ് ഉള്ളത്, 10th പൊസിഷൻ ആണോ 12th പൊസിഷൻ ആണോ എന്ന് കറക്റ്റായിട്ട്
ഇത് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് FTEL. Syntax of FTEL is long. Syntax of FTEL is long FTEL file pointer, file star point. Consider below a C program. The file taken in the example contains the following data. Someone over there is calling you. We are going for work. Take care of yourself. So ഇത് നമ്മൾ without quotes നമ്മൾ enter ചെയ്യുന്നു. When the fscanf statement is executed word in the string and the pointer is moved beyond someone. Therefore FTEL FP returns 7. So നമ്മൾ ഫസ്റ്റ് വേർഡ് someone-ന് 7 ആൽഫബറ്റ്സ് ആണുള്ളത്, അതിൻ്റെ വാല്യൂ 7 എന്ന് റിട്ടേൺ ചെയ്യും. സോ നമ്മൾ വേർഡിൻ്റെ നമ്പർ ഓഫ് പൊസിഷൻ എത്രയാണെന്ന് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് പറയും. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് C program to demonstrate the use of fseek and FTEL. സീക്കും FTELൻ്റെയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഹെഡർ ഫയലാണ്, മെയിൻ ഫങ്ഷൻ, പിന്നെ പോയിന്റർ ടു എ ഫയൽ, ഫയൽ പോയിന്റർ എഫ് ഓപ്പൺ test.txt എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ആവും റീഡ് മോഡിൽ, ആർ മൂവിങ് പോയിന്റർ ടു എൻഡ്. സോ ഇതിൻ്റെ ഇത് ഫങ്ഷൻ fseek fp 0, seek end, printing position of pointer, printf %ld FTEL file pointer. So return 0. So ഇത് നമ്മൾ റൺ ചെയ്ത് നോക്കിയാൽ സോ ഇത് ആക്ച്വലി റീഡ് മോഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, test.txt. test.txt എന്ന് പേരിട്ടിട്ട് അതിൽ നമ്മൾ ഇത് എൻ്റർ ചെയ്യണം. someone is calling you, we are going for work. ഇത് കോപ്പി ചെയ്തിട്ട് ഈ test.txt എന്നുള്ള സ്ഥലത്ത് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിനെ റൺ ചെയ്യണം. സോ ഫ്രോം കറണ്ട് പൊസിഷൻ ടു എൻഡ് വരെ 0 to end വരെ 80 എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഇറ്റ് ഈസ് 80 പൊസിഷൻ, 80 സെൻറ്റൻസസ്. സോ നമ്മളിത് കൗണ്ട് ചെയ്താൽ 1 2 3 4 5 6 7 അപ് ടു എൻഡ് വരെ 80. സോ ഇതാണ് fseek and FTELൻ്റെ എക്സാമ്പിൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Write a Python program using function to search for an element in an array. So ഇത് പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഫ്രം അറേ ഇമ്പോർട്ട് ആസ്ട്രിക്സ് a equal to array in bracket I comma square bracket. So this is open and close square bracket ആണ്. So n equal to input enter the length of the array. For I in range of n colon x equal to input enter a value a dot append x print a s equal to int in bracket input enter the number to be searched close brackets c equal to 0. For j in range n colon if a of j equal to s print found c plus equal to 1 break if c not equal to 1 print not found. So ഇതാണ് പ്രോഗ്രാം. സോ നമ്മൾ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വരുന്ന എൻ്റർ ദ ലെങ്ത് ഓഫ് ദി അറേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 4 or 5 എത്ര നമ്പേഴ്സാണ് എൻ്റർ ചെയ്യുന്നത് ആ നമ്പർ എന്നിൻ്റെ വാല്യൂ കൊടുക്കും. അതിനുശേഷം നമ്മൾ അറേയുടെ നമ്പേഴ്സ് എൻ്റർ ചെയ്യും, 7 8 9 10 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യും. എന്നിട്ട് അറേയിലുള്ള കാര്യം ഡിസ്പ്ലേ ചെയ്യും, 7 8 9 10 എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് നമ്പർ ടു ബി സെർച്ച്ഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. സോ നമ്മൾ ഏതാണ് നമ്പർ കൊടുക്കുന്നത് അത് നോക്കി സെർച്ച് ചെയ്തിട്ട് ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് അത് ഫൗണ്ട് ആണോ അല്ലേ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യും. സോ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇതിന് നമ്മൾ പൈത്തൺ കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്.
പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യണം. Enter the length of the array 5, 54, 62, 71, 83, 97. Enter the number to be searched 10. Not found എന്ന് കാണിക്കുന്നു. അത് കണക്ക് ഒന്നും കൂടെ റൺ ചെയ്യാം. Length of the array 6, 12, 25, 48, 60, 87, 92. Number to be searched 92 found എന്ന് കാണിക്കുന്നു. സോ ഇത് വർക്കാവുന്നു. സോ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. If you have not subscribed to our channel, please subscribe the channel and press the bell icon. Thank you.